ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ രാമകൃഷ്ണൻ, ഡോക്ടർ നരേന്ദ്ര ബത്ര, ശ്രീ സുനിൽ കുമാർ, ശ്രീ വിമൽ കുമാർ, വെൽസൺ ചെറിയൻ, പത്മിനി തോമസ്, ശ്രീ രാധാകൃഷ്ണൻ നായർ, ശ്രീ രാജീവ്, അനിൽ കുമാർ, പഴനിയ പിള്ളെ, ഡോക്ടർ മനോജ്, സ്റ്റാലിൻ റാഫി ആൻഡ് രഞ്ജിത്ത്. എന്റെ പാനലിസ്റ്റുകളുടെ പേരുകളാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും സ്വാഗതം. ഇത് കേൾക്കാനായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്ന സ്പോർട്സ് പ്രേമികൾക്കും മലയാള മനോരമയുടെയും ഇതിന്റെ പ്രായോജകരായ സ്റ്റാർ പൈൽസ് ഫിലിംസിന്റെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ജൂൺ 23 ലോകമെമ്പാടുമുള്ള സ്പോർട്സ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതിന് കാരണം ഇന്നാണ് അന്തർദേശീയ ഒളിമ്പിക് ഡേ ആയി ആചരിക്കുന്നത്. ഇത് 72ാമത്തെ ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ ആണ്. ഇതിന് ഈ ദിവസം ഇങ്ങനെ ഒരു വെബിനാർ നടത്തുന്നത് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റും മനോരമയും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ സെമിനാർ ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇത് ഏറ്റവും ഉചിതമായ ഒരു നടപടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതുപോലുള്ള ഒരു അവസരത്തില് ഇതിനേക്കാളും മികച്ച ഒരു കാര്യം നടക്കാനില്ല. ഈ വർഷം ശരിക്കും ഒളിമ്പിക് ഇന്ന് നമ്മളുടെ ഈ വെബിനാറിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കായിക പ്രതിഭകളെ കണ്ടെത്തലും പരിശീലനവും എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ വർഷം ഒളിമ്പിക് ഇയർ ആണ്. കോവിഡിന്റെ കാരണം കൊണ്ട് ഒളിമ്പിക്സ് മാറ്റിവെച്ച കാര്യം എല്ലാവർക്കും അറിവുള്ളതാണ്. ഞാൻ ആലോചിക്കായിരുന്നു, ഒരു ഒളിമ്പിക്സ് മാറ്റിവെച്ചത് ഒരു ഭാഗ്യമായി. കാരണം ഇത് ഒളിമ്പിക്സ് നടക്കുന്ന ഒരു വർഷമായിരുന്നെങ്കിൽ നമ്മുടെ ചർച്ചാ വിഷയം മറ്റൊന്നായിരുന്നേ. എന്തുകൊണ്ട് ഇന്ത്യക്ക് ലക്ഷ്യം വെച്ച സ്വർണ്ണ മെഡലുകൾ നേടാൻ കഴിഞ്ഞില്ല? അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു 135 കോടി ജനങ്ങളുള്ള രാജ്യത്തിന് ഇത്രയും മോശമായ ഒരു പെർഫോമൻസ് നടത്താൻ എന്താണ് കാരണം എന്നതിനെ കുറിച്ചൊക്കെ ആവുമായിരുന്നു ചർച്ച. ഒളിമ്പിക്സ് നടക്കാത്തത് കൊണ്ട് ആ ചർച്ച വേണ്ടി വരുന്നില്ല. ഇനി 4 വർഷം കഴിഞ്ഞിട്ട് മതി ആ ചർച്ച ചെയ്യുന്നത്. ഞാനെന്താ പറഞ്ഞത്, ഇനിയും 4 വർഷം കഴിഞ്ഞാലും ഏറെക്കുറെ ഇതൊക്കെ തന്നെയായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാരണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, റിയോ ഒളിമ്പിക്സ് കഴിഞ്ഞ ഇന്ത്യയുടെ പെർഫോമൻസ് നമുക്കറിയാം, 2 മെഡൽ മാത്രമാണ് കിട്ടിയത്. അത് കഴിഞ്ഞ ഉടൻ തന്നെ കൊണ്ടുപിടിച്ച് ചർച്ചകളായിരുന്നു. പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്നും എനിക്കൊരു ഫോൺ കോൾ കിട്ടി. ഇതിന്റെ എന്താണ് നമ്മുടെ കാരണങ്ങളതിനെ കുറിച്ച് അടിയന്തരമായിട്ടുള്ള റിപ്പോർട്ട് വേണം എന്ന് പറഞ്ഞു. ഞാനന്ന് എന്തോ ചെറിയ രോഗം കാരണം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പൊ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് മതിയോ ചോദിച്ചു, നല്ല ഉടൻ വേണമെന്ന് പറഞ്ഞു. അപ്പോഴും ഉടൻ തന്നെ ലാപ്ടോപ്പില് അതിന്റെ കാരണങ്ങൾ എന്തൊക്കെ ആയിരിക്കാം എന്നതിനെ കുറിച്ചുള്ള എന്റെ നിഗമനങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഇപ്പോഴും ഇനി വീണ്ടും അതൊക്കെ തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ സങ്കടകരമായ കാര്യം. ഇതിന്റെ നമ്മുടെ കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിലും പരിശീലനം കൊടുക്കുന്നതിലും നമ്മൾ ഇനിയും എങ്ങും എത്തിയിട്ടില്ല എന്നുള്ള സത്യം നമ്മളെ തുറച്ചു നോക്കുകയാണ്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്ത ആളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡൽഹിയിൽ പറയുന്നത്, ഉത്തരേന്ത്യയിലൊക്കെ പറയുന്നത്, അവിടെ സാധാരണക്കാരായ പേരൻസ്, രക്ഷകർത്താക്കൾ അവരുടെ നിഗമനം എന്താണെന്നോ, ഖേലോഗെ ഖുദോഗെ തോ ഹോഗെ ഖരാബ്, പഠോഗെ ലിഖോഗെ തോ ബനേഗ നവാബ്. കളിക്കുകയും ഓടിച്ചാടി നടന്നാല് പൂജ്യമാവും. പഠിക്കുകയും എഴുത്തും വായനയൊക്കെ ഉണ്ടെങ്കിൽ നവാബാകാം, രാജാവാകാം എന്നാണ് എല്ലാവരും പറയുന്നത്. ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ ചിലപ്പോൾ ഒരു വിരാട് കോഹ്ലിയോ അല്ലെങ്കിൽ ഒരു പി വി സിന്ധുവിനോ സാധിച്ചെന്ന് പറഞ്ഞേക്കാം. പക്ഷെ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരുടെയും ഇന്നുമുള്ള വിചാരം ഇതിന് എഴുത്തും വായനയുമാണ് പ്രധാനം, കളിയും ഓടുന്നതും ചാടുന്നതും ഒന്നുമല്ല എന്നുള്ളത് തന്നെയാണ്. ഈ മനോഭാവമാണ് വാസ്തവത്തിൽ നമ്മളെ ഏറ്റവും പിന്നോട്ടടിക്കുന്നത്. ഇത് ഞാൻ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്ന സമയത്ത് ഒരുപാട് രാജ്യങ്ങളിൽ സ്പോർട്സിന്റെ നടത്തിപ്പിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. അതിലേക്ക് പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു ചൈന.
അന്ന് 2008 നമുക്കറിയാം, 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ ചൈനയ്ക്ക് 100 മെഡൽ കിട്ടി, 51 സ്വർണ്ണ മെഡൽ ഉൾപ്പെടെ. അത് ഒരു ഒരു വലിയ ഒരു നേട്ടമായിരുന്നു. 2016 അവരുടെ ടാലി അതിൽ കുറഞ്ഞു, 26 ഗോൾഡ് മെഡലും അടക്കം 70 മെഡലേ കിട്ടിയുള്ളൂ. എങ്കിലും നമ്മള് നമ്മൾ നോക്കിയിരുന്നത് റിയോ ഒളിമ്പിക്സിൽ നമ്മൾക്ക് 67ാമത്തെ സ്ഥാനമായിരുന്നു. അപ്പൊ 67ാമത്തെ സ്ഥാനം എന്ന് പറയുമ്പോൾ ഏകദേശം പിന്നെ നമ്മൾ ആ പട്ടികയിൽ ഏറ്റവും പിന്നോക്കമായിരുന്നു എന്നുള്ളത് സ്പഷ്ടമാണ്. ഈ ചൈനയിൽ വരുന്ന ഈ മാറ്റങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു നേട്ടം അവർക്ക് കൈവരിക്കാൻ സാധിക്കുന്നതെന്ന് നമ്മൾ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. ചൈനയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം അവരുടെ പൊളിറ്റിക്കൽ സിസ്റ്റവും നമ്മുടെ സിസ്റ്റവും എല്ലാം വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഒരു സ്ട്രിക്ട് കമ്പാരിസൺ ശരിക്കും അത് ശരിയല്ല. എന്നാൽ പോലും തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യത്തിൽ ഇത്രയും വലിയ ഒരു കുതിപ്പുണ്ടാക്കാൻ എങ്ങനെ സാധിച്ചു എന്ന് നമ്മൾ നോക്കേണ്ടത്. അവരുടെ പ്രധാനപ്പെട്ട ഞാൻ കണ്ട കാര്യം ടാലൻസിനെ കണ്ടെത്തുക, അതാണ് ഒന്നാമത് ചെയ്യുന്നത്. പിന്നെ അത് നല്ല പ്ലാനിങ് ഉണ്ടാവും അതിന്റെ പിന്നിൽ. പിന്നെ വേണ്ടുന്ന ആവശ്യത്തിനുള്ള ഫണ്ട്സ് കൊടുക്കും. നാലാമത് കഠിനമായ ട്രെയിനിങ് കൊടുക്കുന്നു. ഇതാണ് ഞാൻ കണ്ടത്. അവിശ്വസനീയമായ കാഴ്ചകളാണ് ഞാൻ അവിടെ കണ്ടത്. കാരണം നമുക്കിപ്പോൾ അറിയാം, ബെയ്ജിംഗ് ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് അവരുടെ ടീമിന്റെ പ്രിപ്പറേഷന് വേണ്ടി അവർ ആകെ ചെലവഴിച്ചത് $586 മില്യൺ. അതായത് 51 സ്വർണ്ണ മെഡലുകൾക്ക് വേണ്ടിയിട്ട് അവർ ചെലവഴിച്ചത്, ഓരോരുത്തർക്കും വേണ്ടി ചെലവഴിച്ചത് $11 മില്യൺ ആണ്. അതായത് ഏകദേശം 83 കോടി രൂപ. ഒരു സ്വർണ്ണ മെഡലിന് വേണ്ടി അവർ ചെലവഴിക്കുന്ന തുകയാണ് 83 കോടി രൂപ. ഇത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ്? ഇവിടെ നമ്മള് ഇന്ത്യയിൽ നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 2726 കോടി രൂപ മാത്രമേ ഉള്ളൂ. അത് തന്നെ ഖേലോ ഇന്ത്യക്ക് 291, സ്പോർട്സ് ഫെഡറേഷൻസിന് 245, പിന്നെ സ്പോർട്സ് പേഴ്സൺസിന് കൊടുക്കുന്ന ഇൻസെന്റീവ് 70 കോടി, നാഷണൽ സ്പോർട്സ് ഡെവലപ്മെന്റ് ഫണ്ട് 50 കോടി, പിന്നെ സ്പോർട്സ് അതോറിറ്റിക്ക് എല്ലാം കൂടി 500 കോടി. അത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും പിന്നെ 100 കോടി രൂപ കുറച്ചാണ്, 115 കോടി രൂപ കുറച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വളരെ ചെറിയ ഒരു ബഡ്ജറ്റാണ് നമുക്ക് സ്പോർട്സിന് വേണ്ടി നീക്കി വെച്ചിരിക്കുന്നത്. ഇനി അവിടുത്തെ ചൈനയുടെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ അവർക്ക് അവിടെ ചൈനയുടെ വടക്കു പടിഞ്ഞാറ് പ്രദേശത്ത് ദുവോബ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് അവരുടെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് സെന്റർ. ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവരവിടെ ചെലവഴിച്ചിരിക്കുന്നത് $291 മില്യൺ. അതായത് 2213 കോടി രൂപ. ഇവിടെ നമ്മുടെ കേരളത്തിൽ നമുക്കൊരു ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് സെന്റർ ഉണ്ട്. അത് നമ്മുടെ മൂന്നാറിലാണ്. അതിന്റെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കന്നുകാലികൾ അവിടെ മേഞ്ഞു നടക്കുകയായിരിക്കും ഇവിടെ വളരെ സുഖമായി. അതാണ് നമ്മുടെ സ്ഥിതി. പിന്നെ അവിടെ തെക്ക് പടിഞ്ഞാറ്, ഷാങ്ഹായുടെ തെക്ക് പടിഞ്ഞാറുള്ള 1000 ഐലൻഡ് ലേക്ക് എന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് അവരുടെ കനോയിങ്, കയാക്കിംഗ്, റോവിംഗ് പരിശീലനം നടക്കുന്നത്. അവിടെ മാത്രം അവർ ചെലവഴിച്ചിരിക്കുന്ന 65 കോടി രൂപയാണ്. നമ്മളിവിടെ ആകെ ഉള്ളത് നമ്മുടെ പൊന്നമടക്കായലില് ഞാൻ 1987 സ്പോർട്സ് ഡയറക്ടർ ആയിരുന്നപ്പോഴ് അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന മാർഗരറ്റ് ആൽവ കരുതി അനുവദിച്ച 25 ലക്ഷം രൂപ കൊണ്ട് അവിടെ മൺറോ തുരുത്ത് എന്ന് പറഞ്ഞ ആ ഒരു ഐലൻഡില് ഒരു ബോട്ട് ഹൗസ് ഉണ്ടാക്കി. അവിടെയാണ് നമ്മുടെ കനോയിങ് കയാക്കിംഗ് സെന്റർ എന്ന് പറയുന്നത്. പിന്നെ അഫ്കോഴ്സ് പിന്നെ ഇപ്പോഴും നമുക്ക് ഹൈദരാബാദിൽ വേറൊരു സൗകര്യം കൂടി ഉണ്ട്. എങ്കിലും ഇതാണ് നമ്മളുടെ ഇങ്ങനെ നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നമ്മൾ വളരെ വളരെ പിന്നോക്കത്തിലാണ്. അപ്പൊ ഇത് ഒരു വലിയൊരു വ്യത്യാസമാണ്. വുഹാനില് ഒരു വലിയ സ്പോർട്സ് സെന്റർ ഉണ്ട്. ആ വുഹാൻ സ്പോർട്സ് സെന്ററിൽ ഞാൻ പോകുന്ന സമയത്ത് 2013 പോകുന്ന സമയത്ത് അവിടെ ആയിരക്കണക്കിന് കൊച്ചു കുട്ടികളാണ് അവിടെ പരിശീലനം തേടുന്നത്. എല്ലാം ഈ 4, 5, 6 വയസ്സുള്ള കൊച്ചു കുട്ടികൾ. എല്ലാത്തിനെയും കണ്ട ഒരുപോലെ ഇരിക്കും. മെഷീനിൽ എടുത്ത കുട്ടികളെ പോലെയാണ് തോന്നുന്നത്. പോണി ടൈലും കിട്ടിയിട്ട് കൊച്ചു കുട്ടികൾ അവിടെ നിന്ന് സമസ്വാട്ടൊക്കെ ചെയ്ത് കണ്ടാൽ അത്ഭുതപ്പെടും. അന്ന് ഞാൻ ചോദിച്ചു, ഈ കുഞ്ഞുങ്ങളെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഇവരെ എന്തിനാണ് ഇങ്ങനെ പരിശീലിപ്പിക്കുന്നത്? അപ്പൊ അന്ന് അവർ പറഞ്ഞു 2013 ഓർക്കണം. 2020 ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് അവരെ പരിശീലിപ്പിക്കുകയാണ്. 7 വർഷം മുമ്പ് 10,000 കണക്കിന് കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഒരു രാജ്യം. ഇങ്ങനെ ഇവിടെ നിന്നാണ് പിന്നെ അവരെ മെഡലുകൾ കൊയ്യുന്നത്. ഇവിടെ നമ്മുടെ സ്ഥിതി എന്താ? നമുക്കിവിടെ എല്ലാ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് എല്ലാം കൂടി ഒരു 100 സെന്ററുകളുണ്ട്. സ്പോർട്സ് അതോറിറ്റിയുടെ റീജിയണൽ സെന്ററുകൾ 12 എണ്ണം, STC സ്പോർട്സ് ട്രെയിനിങ് സെന്റേഴ്സ് എന്ന് പറയുന്ന 56 എണ്ണം, പിന്നെ സ്പെഷ്യൽ ഏരിയ ഗെയിംസിന് വേണ്ടി 19 എണ്ണം, സെന്റർ ഓഫ് എക്സലൻസ് 11. ഇങ്ങനെ എല്ലാം കൂടി ഒരു 100 സെന്ററുകളാണ് ആകെ ഉള്ളത്. ഇതിൽ നിന്ന് വേണം നമ്മൾ ഇതിനകത്ത് എത്ര പേരാണ് ആകെ ഉള്ളത്?
ഇപ്പൊ സ്പോർട്സ് അതോറിറ്റിയുടെ റീജിയണൽ സെന്ററിൽ എല്ലാം കൂടെ ഒരു 1500 പേരുണ്ടാവും. പിന്നെ മറ്റേ STCകളെല്ലാം കൂടി ഒരു 4000 പേരുണ്ടാവും. എല്ലാം കൂടി 5000 6000 പേരാണ് ആകെ ഇവിടെ പരിശീലനം തേടുന്നത്. പിന്നെയുള്ളതെല്ലാം ഇൻഡിവിജ്വൽ പരീക്ഷ അക്കാഡമികളിലും മറ്റുള്ള സ്ഥലങ്ങളിലുമുള്ള പരിശീലന കേന്ദ്രങ്ങളിലുമുള്ളവരാണ്. അപ്പൊ ഈ ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തില് അതുകൂടി പരിശീലനം കൊടുക്കുന്ന ഇത്രയും പേരുള്ളൂ. ഇതാണ് നമ്മളുടെ ബേസ് എന്ന് പറയുന്നത്. ഈ ബേസ് വലുതാക്കാത്തിടത്തോളം കാലം മെഡലുകൾ ഉണ്ടാക്കാനോ ഒന്നും നമുക്ക് സാധിക്കുന്നതല്ല. അപ്പൊ നമ്മൾ ഈ പ്രതിഭകളെ കണ്ടെത്തണം എന്ന് പറയുന്നത് എത്രയോ നാളുകൊണ്ട് പറയുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത് സാധിക്കാത്തത്? കാരണം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നമ്മളുടെ മനോഭാവം എന്ന് പറയുന്നത് ഇതൊന്നും പ്രധാനപ്പെട്ട കാര്യമല്ല. ഇപ്പോഴാണെങ്കിൽ അഫ്കോഴ്സ് നമ്മുടെ ലീഗ് സിസ്റ്റം ഒക്കെ വന്നതോടുകൂടി ഇപ്പൊ കുറച്ചുകൂടി ഒരു വ്യത്യാസം വന്നിട്ടുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം കുട്ടികൾക്ക് കൂടുതലും ഇപ്പൊ ക്രിക്കറ്റിൽ കൂടുതൽ താല്പര്യം വരുന്നു. ശരിക്കുള്ള മദർ സ്പോർട്സിലൊന്നും യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. ജിംനാസ്റ്റിക്സും സ്വിമ്മിങ്ങിലും ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അത്ലറ്റിക്സിൽ മികവ് കാണിക്കാൻ പറ്റുക? കാരണം ഇതാണ് മദർ സ്പോർട്സ് എന്ന് പറയുന്നത്. അവിടെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ ഈ കുട്ടികളെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിനകത്താണെങ്കിലും ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം സ്പോർട്സ് അതിന്റെ ഒരു ഭാഗമല്ല. അത് കാരണം നമുക്ക് അതിന് വേണ്ടുന്ന ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കഴിയുന്നില്ല, കുട്ടികളെ സെലക്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഇതൊന്നും നടക്കുന്ന ഒരു സംഭവമല്ല. നമുക്ക് നമ്മുടെ രാജ്യത്തില് പിന്നെ നഴ്സറി സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ മുതല് അവരുടെ ഒരു ഡേറ്റ ബാങ്ക് നമ്മൾ ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ ഒരു 5 വർഷത്തെ പുരോഗതി നമ്മൾ മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വലിയ ബേസ് ഉണ്ടാക്കാൻ സാധിക്കും. ഒരു ലക്ഷക്കണക്കിന് കുട്ടികളുള്ള ഒരു ബേസ് ഉണ്ടാവണം. അതിൽ നിന്ന് വേണം നമ്മൾ ആളുകളെ കണ്ടെത്താൻ. അങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടുന്ന കാലം അതിക്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇപ്പൊ ഞാൻ ചൈനയുടെ കാര്യം പറഞ്ഞു. നമ്മുടെ രാജ്യത്തിൽ തന്നെയുള്ള ഒരു സംസ്ഥാനം ചെയ്യുന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എന്റെ ഈ ആദ്യത്തെ സംഭാഷണം അവസാനിപ്പിക്കാം. മറ്റൊന്നുമല്ല, മറ്റൊരു സ്റ്റേറ്റ് അല്ല, ഇന്ന് ഇന്ത്യയിലെ സ്പോർട്സിൽ ഏറ്റവും കൂടുതൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹരിയാനയാണ്. ഈ കൊച്ചു സംസ്ഥാനം ചെയ്യുന്ന എന്തൊക്കെയാണെന്നറിയാമോ? അവര് 5000 കുട്ടികളെയാണ് പരിശീലിപ്പിക്കുന്നത്. പൊട്ടൻഷ്യൽ അത്ലറ്റ്സിനെ പരിശീലിപ്പിക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ള ധനം കൊടുക്കുന്നു, ഡയറ്റ് കൊടുക്കുന്നു, ചെക്കപ്സ് നടത്തുന്നു. അവർക്ക് 46 ട്രെയിനിങ് സ്കൂളുകളുണ്ട്, 71 സ്റ്റേഡിയംസ് ഉണ്ട്, ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ട്. പിന്നെ സ്പോർട്സ് മെഡിസിന്റെ ഒരു റിസർച്ച് സെന്റർ ഉണ്ട്. പിന്നെ സെന്റർ ഫോർ എക്സലൻസ് ഫോർ ബോക്സിംഗ് ആൻഡ് റെസ്ലിംഗ്, അതാണ് അവരുടെ കോർ കോമ്പറ്റൻസ് എന്ന് പറഞ്ഞ ഏരിയ അവിടെ ഉണ്ട്. എന്നിട്ട് പ്ലേ ഫോർ ഇന്ത്യ എന്നൊരു സ്കീം അവർ നടപ്പിലാക്കും. അപ്പൊ ഈ പ്ലേ ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു സ്കീം നടത്തുമ്പോൾ അങ്ങനെയാണ് അവരവിടെ ചെയ്യുന്നത്. ഞാൻ സോണിപ്പട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്ത് ഖർക്കോഡ എന്ന് പറഞ്ഞ ഒരു ഗ്രാമമുണ്ട്. അവിടെ ഒരു പ്രാവശ്യം ഈ റെസ്ലിംഗ് പരിശീലനം നേടുന്ന കുട്ടികളെ കാണാൻ വേണ്ടി പോയി. അവിടെ ഒരു സ്കൂളുണ്ട്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രതാപ് മെമ്മോറിയൽ സീനിയർ സെക്കൻഡറി സ്കൂളാണ്. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് അറിയാമോ? 4-5 നിലകളിലായിട്ട് പരിശീലനം നടക്കുകയാണ്. ആ താഴത്തെ നിലയില് ജൂഡോ, അടുത്ത 2ാമത്തെ നിലയില് ടേക്വോണ്ടോ, ഇങ്ങനെ ഓരോ നിലയിലും ഓരോ ഐറ്റംസ് ഉള്ള കുട്ടികളെ മാസം പരിശീലിപ്പിക്കുക. രാവിലെ 6 മണിക്ക് തുടങ്ങും. 6 മണിക്ക് പരിശീലനം കഴിഞ്ഞ് 9 മണി വരെ പരിശീലനമാണ്. അത് കഴിഞ്ഞ് അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നു, വൈകുന്നേരം അത് തന്നെ സംഭവിക്കുന്നു. എന്താ ഒരു അതിശയകരമായ കാഴ്ചയാണെന്ന് അറിയാമോ? ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഇതുപോലെയൊക്കെ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തെമ്പാടും നടത്തേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്കൊരു വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഞാൻ എന്റെ അഭിപ്രായ പ്രകടനം ഇവിടെ ഒന്ന് ചുരുക്കാം. കാരണം നമ്മുടെ ഈ സെമിനാറിൽ പങ്കെടുക്കാനായിട്ട് 12 പേരുണ്ട്. ആദ്യത്തെ റൗണ്ട് ബഹുമാനപ്പെട്ട സ്പീക്കർ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ നരേന്ദ്ര ഭദ്ര ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴ് ഞാൻ ആദ്യമായിട്ട് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ സുനിൽ കുമാറിനെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് ക്ഷണിക്കട്ടെ. പ്രിയമുള്ളവരെ, ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം. കായിക പ്രതിഭകളെ കണ്ടെത്തലും പരിശീലനവും എന്ന വിഷയത്തെ ആസ്പദമാക്കി കേരള ഒളിമ്പിക് അസോസിയേഷനും മലയാള മനോരമ ദിനപത്രവും സംയുക്തമായി നടത്തുന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ രാമകൃഷ്ണൻ,
അതുപോലെ തന്നെ ഇതിൻ്റെ മുഖ്യപ്രഭാഷണം നടത്താമെന്നേറ്റിട്ടുള്ള ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഡോക്ടർ നരേന്ദ്ര ധ്രുവ് ബദ്രാജി, അതുപോലെ തന്നെ വെബിനാറിൻ്റെ മോഡറേറ്റർ ശ്രീ ജിജി തോംസൺ IAS, വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രഗത്ഭനായ പാനലിസ്റ്റുകൾ, എൻ്റെ സഹപ്രവർത്തകരായ ഒളിമ്പിക് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി, ട്രഷറർ ഉൾപ്പെടെ ഈ വെബിനാർ വീക്ഷിക്കുന്ന ലോകമെമ്പാടുമുള്ള കായിക സംഘടനാ പ്രവർത്തകരെ, കായിക താരങ്ങളെ, കായിക പ്രേമികളെ, സുഹൃത്തുക്കളെ, നമ്മുടെ കായിക ലോകത്ത് വലിയ രീതിയിൽ ശ്രദ്ധിക്കേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ വിഷയമാണ് കായിക പ്രതിഭകളെ കണ്ടെത്തലും പരിശീലനവും എന്നത്. ഈ വിഷയം തിരഞ്ഞെടുക്കുന്നതിലേക്ക് ഞങ്ങളെ നയിച്ചതും ഇതിൻ്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. മികച്ച പ്രതിഭയുള്ള കുട്ടികളെ കണ്ടെത്തുന്നതിലും പലപ്പോഴും പാളിച്ചകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പഴുതടച്ച രീതിയിലുള്ള പ്രതിഭകളെ കണ്ടെത്തുക എന്ന പ്രക്രിയ ശാസ്ത്രീയമായ അറിവുകളുടെയും പ്രയോഗങ്ങളുടെയും അടിസ്ഥാനത്തിൽ നടപ്പിലാക്കേണ്ടതാണ്. പൂർണ്ണമായും മോശമായ പ്രവണത ഉണ്ട് എന്നല്ല, എന്നാലും വളരെ ജാഗ്രതയോടും ദീർഘവീക്ഷണത്തോടും ഈ പ്രതിഭകളെ കണ്ടെത്തുന്ന പ്രക്രിയ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കായിക രംഗം കൂടുതൽ പ്രശ്നങ്ങളിലേക്കും പിറകോട്ടടികൾക്കും കാരണമാകും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. തീർച്ചയായും ഇവിടെ പങ്കെടുക്കുന്ന പ്രഗത്ഭരായ പാനലിസ്റ്റുകൾ ഇത്തരം വിഷയങ്ങളെ ഗൗരവമായി സമീപിക്കുമെന്നും അവരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൊണ്ടും നിർദ്ദേശങ്ങൾ കൊണ്ടും ഈ വെബിനാർ അതീവ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ കാലികമായ മാറ്റം വരുത്തുമെന്നും അതിലൂടെ കായിക രംഗത്ത് ഒരു പുത്തനുണർവും മുന്നേറ്റവും നേടുന്നതിലേക്ക് എത്തുമെന്നും പ്രതീക്ഷിക്കുകയാണ്. കായിക താരങ്ങളെ കണ്ടെത്തുന്ന പ്രക്രിയയിൽ കായിക സംഘടനകൾക്കും പരിശീലകർക്കും ഒക്കെ വലിയ ചുമതലകളും ഉത്തരവാദിത്വമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാലാകാലങ്ങളായി നേതൃത്വ പദവിക്ക് വേണ്ടിയുള്ള വടംവലി മൂലം ഇത്തരം കാര്യങ്ങളിൽ നേതൃത്വം ഏറ്റെടുക്കേണ്ട കായിക സംഘടനകൾക്ക് കഴിയുന്നില്ല. കേരളത്തിലെ കായിക രംഗത്ത് വലിയ രീതിയിലുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു പദ്ധതിയാണ് കേരള സ്പോർട്സ് കൗൺസിലിന് കീഴിലുള്ള സ്പോർട്സ് ഹോസ്റ്റൽ സ്കീം. ആദ്യകാലങ്ങളിൽ വലിയ രീതിയിലുള്ള മികച്ച ഫലങ്ങൾ വിവിധ കായിക ഇനങ്ങളിൽ സ്പോർട്സ് ഹോസ്റ്റലുകളിൽ പഠിക്കുന്ന കായിക താരങ്ങളിലൂടെ നമുക്ക് ലഭിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി ഇത്തരത്തിലുള്ള മികച്ച പ്രകടനങ്ങൾ കാണുന്നില്ല എന്നത് നിരാശാജനകമാണ്. ഞാനിതിവിടെ സൂചിപ്പിച്ചത് കേവലം സ്പോർട്സ് ഹോസ്റ്റൽ സ്കീമിനെ കുറിച്ച് മാത്രമല്ല, പൊതുവായി അസോസിയേഷനുകൾ നടത്തുന്ന സംസ്ഥാന ജില്ലാ സെലക്ഷനുകൾ ആയിക്കോട്ടെ, ഏതെങ്കിലും ടീമിലേക്കുള്ള സെലക്ഷൻ ആയിക്കോട്ടെ, അവിടെ കായിക താരങ്ങളുടെ കഴിവുകൾ മാത്രം മാനദണ്ഡമാക്കേണ്ട സ്ഥലങ്ങളിൽ വിവിധ രീതിയിലുള്ള ബാഹ്യ ഇടപെടലുകൾ വരുന്നതോടൊപ്പം അർഹതയുള്ള നിരവധി പേർ പുറത്തു പോകുന്ന ഒരു ദയനീയ സ്ഥിതിയും ഇന്ന് നിലവിലുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇതിന് മാറ്റം വന്നേ മതിയാവും. ഇതിനുവേണ്ടി കേരള ഒളിമ്പിക് അസോസിയേഷൻ വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. വരും കാലങ്ങളിൽ കായിക താരങ്ങളെ കണ്ടെത്തുന്ന പ്രക്രിയയിൽ അവരവരുടെ കഴിവുകൾക്ക് മാത്രമായിരിക്കും പ്രധാന പരിഗണന. പരിശീലകരുടെയും കായികാധ്യാപകരുടെയും വിദഗ്ധരായ സെലക്ടർമാരുടെയും ഒക്കെ ജാഗ്രത ഈ വിഷയങ്ങളിൽ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിലൂടെ മാത്രമല്ല നല്ലൊരു ഫലം നമ്മുടെ സംസ്ഥാനത്തിനും രാജ്യത്തിനും കൈവരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ കരുതുന്നത്. നമ്മുടെ സംസ്ഥാന ദേശീയ ഗവൺമെന്റുകൾ കായിക രംഗത്തെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി നിരവധി പദ്ധതികൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇത്തരം പദ്ധതികളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വളരെ മികച്ചതാണെങ്കിലും അതിന് അത്രത്തോളം ഫലപ്രാപ്തി ലഭിക്കുന്നില്ല എന്ന വിമർശനവും നിലനിൽക്കുന്നുണ്ട്. ഇത് കൃത്യമായി സമയാസമയങ്ങൾ നിരീക്ഷിക്കുകയും ഘടനാപരമായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഉദാഹരണമായി ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇത്തരം പദ്ധതികളിലൂടെ കുട്ടികളുടെ കായിക പരിശീലന ചെലവുകൾ
താമസം, ഭക്ഷണം, വിദ്യാഭ്യാസ സൗകര്യം, യാത്രാ സൗകര്യം എന്നിവ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ അത് നടപ്പിലാക്കുന്ന വിവിധ സ്ഥാപനങ്ങൾക്ക് അപര്യാപ്തമായ സാമ്പത്തിക സഹായമാണ് ലഭ്യമാകുന്നത്. ഇതിന് കാലികമായ മാറ്റം വരുന്നതോടൊപ്പം ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തന രീതികളിൽ പ്രൊഫഷണൽ സമീപനം പ്രയോഗത്തിൽ വരുത്തുന്നതിന് സർക്കാർ സ്ഥാപനങ്ങളും കായിക സംഘടനകളിലും പരിശീലന സ്ഥാപനങ്ങളിലും ശ്രമിക്കേണ്ടതാണ്. കായിക അധ്യാപകർക്ക് നൂതന പരിശീലന പദ്ധതികൾ പരിജ്ഞാനമുണ്ടാക്കുവാൻ കൃത്യമായ ഇടവേളകളിൽ റിഫ്രഷ്മെന്റ് കോഴ്സുകൾ സംഘടിപ്പിക്കേണ്ടതാണ്. കുട്ടികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മാതാപിതാക്കൾ നൽകുന്ന മുൻതൂക്കം കൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിനൊപ്പം കായിക മികവും ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ജില്ലാതലത്തിൽ ആധുനിക സ്പോർട്സ് സ്കൂളുകളും കോളേജ് തലത്തിലുള്ള കുട്ടികൾക്ക് കായിക സർവകലാശാലകളും ആരംഭിക്കേണ്ടത് ഇന്ന് അത്യാവശ്യമാണ്. നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്ന CBSE, ICSE സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെ സ്പോർട്സ് മേഖലയിലേക്ക് കൊണ്ടുവരുവാൻ കായിക സംഘടനകളും സർക്കാരും മുൻകൈ എടുക്കേണ്ടതായിട്ടുണ്ട്. ആ സ്കൂളുകളിൽ സ്പോർട്സ് ഹോസ്റ്റലുകൾ തുടങ്ങുവാൻ സ്കൂൾ മാനേജ്മെന്റുകളും തയ്യാറാകേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ ഏവരുടെയും ചർച്ചകളിൽ വിശദമായി പ്രതിപാദിക്കും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സുനിൽ. ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് എടുത്തതിന് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് സുനിൽകുമാറിനെ ഞാൻ അഭിനന്ദിക്കട്ടെ. ഇത് നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണെന്നുള്ളത് പിന്നെ ഇങ്ങനെ ആദ്യമേ പറയുകയുണ്ടായി. എന്തായാലും ഇങ്ങനൊരു ചർച്ച നടക്കുന്നത് ഇന്നത്തെ ഏറ്റവും ഉചിതമായ ഒരു കാര്യം തന്നെയാണ്. രാജീവ്, വെൽക്കം ടു ദി സെമിനാർ. സംഘാടകനാണ് രാജീവ്. ഞാൻ ഇന്നത്തെ പിന്നെ പേപ്പർ പ്രസന്റേഷന് വേണ്ടിയിട്ട് രാജീവിനെ ക്ഷണിക്കുന്നു. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. ഈ സാറും പ്രസിഡന്റും പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു. ഈ സാറ് വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളെന്ന നിലയിൽ കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് ഡയറക്ടർ ആയിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം DG ആയിരുന്നു സൈഡ്. അപ്പൊ അദ്ദേഹത്തിന് വളരെ വാസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അദ്ദേഹം വളരെ വിപുലമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് സബ്ജക്റ്റിലേക്ക് കടക്കാം. ഞങ്ങൾ ഈ വർഷം ഈ ഒരു സബ്ജക്ട് തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിലെ കായിക രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു തിരിച്ചടിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തത്. നമുക്കറിയാം 1974 ജീവരാജ് സ്പോർട്സ് സ്കൂളും അതിനോടനുബന്ധിച്ചുള്ള സ്പോർട്സ് ഹോസ്റ്റലുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അതിന്റെ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു പെർഫോമൻസ്, തുടക്കകാലങ്ങളിൽ ഉണ്ടായിരുന്ന പെർഫോമൻസ് നമ്മുടെ ഇപ്പോഴത്തെ ഈ സ്പോർട്സ് ഹോസ്റ്റലുകളിലോ അല്ലെങ്കിൽ ജീവിരാജ് സ്കൂളിലോ ഒന്നും നിലനിർത്താൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സവിശേഷത ഇപ്പോൾ ഉണ്ട്. മറ്റൊന്ന്, നമ്മുടെ ഈ അടുത്ത കാലത്തെ നമ്മുടെ പ്രധാനപ്പെട്ട കായിക ഇനങ്ങൾ, അതായത് അത്ലറ്റിക്സ് ആയാലും അതുപോലെ തന്നെ ഫുട്ബോള്, റോയിങ്, ഹോക്കി, വോളിബോൾ, ബോക്സിംഗ്, നീന്തൽ എന്നീ കായിക ഇനങ്ങളിൽ കേരളത്തിന്റെ പെർഫോമൻസ് ഈ അടുത്ത കാലത്തെ വളരെ താഴോട്ട് വരുന്നതായിട്ട് കാണുന്നത്. അത് എടുത്തു പറയാന്നുള്ളത് ഒന്ന് അത്ലറ്റിക്സ്, പിന്നെ ഒന്ന് സ്വിമ്മിങ്, പിന്നെ അതുപോലുള്ള കായിക ഇനങ്ങളിൽ കേരളത്തിന്റെ പെർഫോമൻസ് നമ്മൾ വിചാരിച്ച ലെവലിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ കായിക താരങ്ങളെ നമുക്കിപ്പം കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ കീഴിൽ ഏതാണ്ട് 2000-ഓളം കായിക താരങ്ങൾ വിവിധ ഹോസ്റ്റലുകളിലായി താമസിച്ച് പഠിച്ച്, സെൻട്രലൈസ് ഹോസ്റ്റലുകളിലും താമസിച്ച് പഠിച്ച് പരിശീലനം നേടി വരുന്നു. ഏതാണ്ട് 24 കോടി രൂപയാണ് ഒരു വർഷം കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ഇതിലേക്ക് വേണ്ടി ചിലവാക്കുന്നത്. ഗവൺമെന്റ് പ്ലാൻ ഫണ്ട് ചെയ്ത് ചിലവാക്കുന്നത്. ആ ചിലവാക്കുന്ന തുകയ്ക്ക് അനുസരിച്ചുള്ള റിട്ടേൺസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. അപ്പൊ അതിന് നമ്മൾ ഈ കായിക താരങ്ങളെ കണ്ടെത്തുന്നതിനകത്തുണ്ടായ കുറവാണോ, അല്ലെങ്കിൽ കായിക താരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പരിശീലനത്തിലുണ്ടായ എന്തെങ്കിലും കുറവുകളാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. അത് പരിശോധിച്ച് അതിന് പ്രതിനിധി ഈ ചർച്ചയിലൂടെ ഉണ്ടാവണം. ഒന്നാമത്തെ കാര്യം നമുക്ക് പറയാനുള്ളത്, നമ്മളിപ്പോ കായിക താരം തിരഞ്ഞെടുക്കുന്നത് ഈ സ്പോർട്സ് ഹോസ്റ്റലായാലും ഇവിടെ ജീവിരാജനക്കായാലും കായിക താരങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു സെലക്ഷൻ ട്രയൽസ് നടത്തിയാണ് ഇപ്പൊ കായിക താരങ്ങളെ തിരഞ്ഞെടുത്തത്. ആ രീതി പല ഘട്ടങ്ങളിലും അതില് വെള്ളം ചേർക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. സ്വാധീനം വെച്ച ആൾക്കാർ കയറുന്നതുകൊണ്ട് പെർഫോമൻസ് ഇല്ലാത്ത ആൾക്കാർ അതിനകത്ത് കയറി. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവര് ഒരു കാലത്തും ഈ ഹോസ്റ്റലിൽ എത്ര രീതിയിലുള്ള പരിശീലനം കൊടുത്താലും അവർക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ സെലക്ഷൻ രീതിയിൽ ഒരു മാറ്റം വരുത്തണമെന്നാണ് ആവുമായി എനിക്ക് പറയാനുള്ളത്.
ഈ സ്പോർട്സ് ഹോസ്റ്റലിലേക്കും ജീവരാജ് സ്പോർട്സ് സ്കൂളിലേക്കൊക്കെ നമ്മൾ കായികരെ തിരഞ്ഞെടുക്കുന്നതിന്റെ ബേസ് ക്വാളിഫിക്കേഷൻ ആയിട്ട് നമ്മൾ വെക്കേണ്ടത് ജില്ലാ സംസ്ഥാന മത്സരങ്ങളിൽ മത്സരിച്ച് ഒരു ലെവൽ ഓഫ് അച്ചീവ്മെന്റ് ഉള്ള ആൾക്കാരെ മാത്രമേ ഈ ഹോസ്റ്റലുകളിൽ ചേർക്കാം. നമ്മൾ ആദ്യം നോക്കേണ്ടത് എത്ര ടോട്ടൽ സ്ട്രെങ്ത് ഫിക്സ് ചെയ്യണം. ഓരോ ഹോസ്റ്റലിലും നമ്മൾ എത്ര പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അത് അങ്ങനെ ഒരു നമ്പർ ആദ്യം ഉണ്ടായില്ലെങ്കിൽ ഒരു നമ്പർ ഒന്നും ഇല്ല നിർഭാഗ്യവശാൽ. എടുക്കുന്നു, കുട്ടികളെ ചേർക്കുന്നു, പഠിപ്പിക്കുന്നു. അപ്പൊ നമ്മളെ കായിക താരങ്ങളെ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഓരോ ഹോസ്റ്റലുകളിലെ അക്കോമഡേഷൻ അല്ലെങ്കിൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ആൾക്കാരുടെ ലിസ്റ്റ് അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ വന്ന കായിക താരം ടോട്ടൽ സ്ട്രെങ്തിന്റെ 80% നമ്മള് ഈ ജില്ലാ സംസ്ഥാന മത്സരത്തിന്റെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലൂടെ എടുക്കേണ്ടത്. ഇപ്പൊ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഒന്നുമില്ല. ബാക്കി 20% നമ്മൾ ഓപ്പൺ സെലക്ഷൻ വെച്ചിട്ട് അതിൽ നിന്ന് വരുന്ന ടാലൻസിനെ മിനിമം 15 days ക്യാമ്പ് നടത്തിയിട്ട് ആ 15 days ക്യാമ്പിന്റെയും കൂടി പെർഫോമൻസിൽ ബേസിൽ മാത്രമേ ബാക്കി 20% എടുക്കാൻ പറ്റൂ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ സെലക്ഷൻ സെലക്ഷനിൽ ഉണ്ടാകുന്ന അപാകതകൾ നമുക്ക് മാറ്റാൻ കഴിയും. നമുക്ക് ഈ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും രീതിയിൽ ഒരു പെർഫോമൻസ് കാണിക്കുന്ന ടാലൻസിനെ മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സെലക്ഷൻ രീതിയിൽ ഉണ്ടാകുന്ന അപാകതകൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയും. നമ്പർ 2, ഈ കായിക താരങ്ങളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് സെൻട്രലൈസ് സ്പോർട്സ് ഹോസ്റ്റലായിരിക്കണം അവരെ താമസിപ്പിക്കുന്നത്. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ മേൽനോട്ടത്തിൽ നേരിട്ട് നടത്തുന്ന സ്പോർട്സ് ഹോസ്റ്റൽ, അതിനകത്ത് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ഫെസിലിറ്റി എല്ലാ ഫെസിലിറ്റീസും കൊടുത്തുകൊണ്ട് അക്കോമഡേഷൻ അതുപോലത്തെ ആയിരിക്കണം. അതായത് ആ രീതിയിൽ ഇന്നത്തെ ഹോസ്റ്റലുകളോ സ്പോർട്സ് ഹോസ്റ്റലുകളോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ പരിതാപകരമാണ്. നല്ല രീതിയിൽ നടത്തുന്ന സ്പോർട്സ് ഹോസ്റ്റലുകൾ സെറ്റപ്പ് ചെയ്തിട്ട് ഈ കുട്ടികൾ സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് പ്രിഫറൻസ് കൊടുക്കേണ്ടത് സെൻട്രലൈസ് സ്പോർട്സ് ഹോസ്റ്റലായിരിക്കും. സെൻട്രലൈസ് സ്പോർട്സ് ഹോസ്റ്റലിൽ വരാൻ താല്പര്യമില്ലാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് മറ്റുള്ള സ്കൂളുകളിലും കോളേജിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്പോർട്സ് ഹോസ്റ്റലിലേക്ക് പോവാം. അങ്ങനെയുള്ള കുട്ടികൾക്ക് കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിലെ ഗവൺമെന്റ് ഒരു നിശ്ചിത മാസം ഓരോ സ്കോളർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ തുക വെച്ചുകൊണ്ട് അവർക്ക് അവർ ചൂസ് ചെയ്യുന്ന ഹോസ്റ്റലിലും കോളേജിലും സ്കൂളിലും പഠിക്കുകയോ അവർക്ക് താല്പര്യമുള്ള പരിശീലകരുടെ കീഴിൽ പരിശീലനം ചെയ്യുകയോ ചെയ്യാം. പെർഫോമൻസ് നിലനിർത്തുന്നിടത്തോളം കാലം അവർക്ക് ആ സ്കോളർഷിപ്പ് കൊടുക്കുകയും ചെയ്യാം. ഈ രീതിയിലുള്ള ഒരു സമ്പ്രദായം നമ്മുടെ ഹോസ്റ്റലുകൾ സ്പോർട്സ് ഹോസ്റ്റലുകളിൽ കൊണ്ടുവന്നു നമ്മൾ വളരെയധികം തുക നമ്മൾ ചിലവാക്കുന്നത്. ജി തോമസ് സാർ പറഞ്ഞ പോലെ കേരളത്തിലേക്ക് നമ്മുടെ സ്പോർട്സ് ഹോസ്റ്റലിലേക്ക് പൈസയ്ക്ക് യാതൊരു കുറവുമില്ല, നമ്മൾ ചിലവാക്കുന്നുണ്ട്. പക്ഷെ റിസൾട്ട് വരുന്നില്ല. റിസൾട്ട് വരാത്തത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ടാലൻസിന്റെ നമ്മൾ ഉദ്ദേശിച്ച നല്ല രീതിയിലുള്ള ടാലൻസ് ഇല്ലാതെ പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിശീലകരുടെ പരിശീലന കുറവുണ്ടായിരിക്കും. ഒരു കാര്യം നോക്കേണ്ടതിന്റെ പല സ്പോർട്സ് ചില ഹോസ്റ്റലുകളിലെ പരിശീലകർ പോലും ഇല്ലാതെ ഹോസ്റ്റൽ നടത്തുന്ന സിറ്റുവേഷൻ നമ്മുടെ സ്റ്റേറ്റിലുണ്ട്. അതൊക്കെ മാറിക്കൊണ്ട് നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് സ്പോർട്സ് ഹോസ്റ്റൽ നടത്തുകയും അവിടെ ഈ ഒരു പെർഫോമൻസുള്ള കുട്ടികളെ മാത്രം എടുക്കുകയും ഈ ഹോസ്റ്റലിൽ വരാൻ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റം സ്ട്രീം ലൈൻ ചെയ്ത് വരും. നമുക്ക് ആ റിസൾട്ട് ഉണ്ടാക്കാനും കഴിയും. മറ്റൊന്ന്, ഇതേ ഹോസ്റ്റലുകളിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന കോച്ചസിനെ സംബന്ധിച്ച് കോച്ചസ് വലിയൊരു ഘടകമാണ്. പരിശീലകർ നമുക്ക് വലിയൊരു ഘടകമാണ്. ആ പരിശീലകർ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള നല്ല പരിശീലകരെ കണ്ടെത്തി അവർക്ക് ഈ ഹോസ്റ്റലുകൾ കണ്ണുകൾ. ഇതാണ് ഇപ്പോഴത്തെ ഹോസ്റ്റലുകളെ സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊരു കേരള സ്പോർട്സ് കൗൺസിലിന്റെ മറ്റു ട്രെയിനിങ് സ്കീമുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഗ്രാമീണ തലത്തിൽ നടക്കുന്ന റീജിയണൽ കോച്ചിങ് സെന്റേഴ്സ് ആണ്. ഇന്ന് എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ പ്രാദേശികമായി കായിക താരങ്ങളെ കണ്ടെത്തുന്ന ഒരു സിസ്റ്റമാണ് റീജിയണൽ കോച്ചിങ് സെന്റർ. ഈ റീജിയണൽ കോച്ചിങ് സെന്റർ ഇന്നത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അപ്പോൾ നമ്മൾ ഈ റീജിയണൽ കോച്ചിങ് സെന്റർ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഗ്രൗണ്ടുകൾ കണ്ടെത്തി പ്രാദേശിക തലത്തിൽ കായികാഭ്യാസത്തിനുള്ള ഒരു വേദിയാക്കി മാറ്റും. ഇതിപ്പോ ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുനിസിപ്പൽ കോർപ്പറേഷൻ പഞ്ചായത്ത് തലത്തിൽ സ്പോർട്സ് കൗൺസിലുകളുണ്ട്. അവരുടെ മേൽത്തോട്ടത്തിൽ ഓപ്പൺ ഗ്രൗണ്ടുകളിൽ അതാത് പ്രദേശങ്ങളിൽ പ്രചാരമുള്ള കായിക ഇനങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവിടെ താല്പര്യമുള്ള കുട്ടികൾക്ക് മുതിർന്ന കായിക താരങ്ങൾ അല്ലെങ്കിൽ റിട്ടയർ ചെയ്തിട്ടുള്ള പരിശീലകർ അല്ലെങ്കിൽ അധ്യാപകർ അങ്ങനെയുള്ളവരെ കണ്ടെത്തി അവർക്ക് പ്രാദേശികമായി മുനിസിപ്പൽ കോർപ്പറേഷൻ പഞ്ചായത്ത് കോർപ്പറേഷനിലേക്ക് മേൽനോട്ടത്തിൽ ഒരു പ്രാദേശിക ഒരു പരിശീലനം കൊടുക്കുകയും അവിടെ നിന്ന് വരുന്ന കായിക താരങ്ങൾക്ക് ജില്ലാ സംസ്ഥാന ഇന്റർ ക്ലബ് മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഒരു സ്പോർട്സ് ഈവന്റ് ഒരു പരിശീലന കേന്ദ്രമായിട്ട് മാറും. അതിന്റെ മുകളിലാണ് ഉള്ളത് ഇപ്പം ഡിസ്ട്രിക്ട് കോച്ചിങ് സെന്റേഴ്സ്. പല ഡിസ്ട്രിക്ട് കോച്ചിങ് സെന്റേഴ്സ് നടക്കാൻ വരുന്നുണ്ട്. ഇപ്പൊ ഡിസ്ട്രിക്ട് കോച്ചിങ് സെന്റേഴ്സ് 1-2 ആ ജില്ലയിൽ പ്രചാരമുള്ള 1-2 കായിക ഇനങ്ങൾ
കണ്ടെത്തിക്കൊണ്ട് ആ ജില്ലയിലെ 2-3 സെന്ററുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ഡിസ്ട്രിക്ട് ലെവൽ കോച്ചിങ് ക്യാമ്പുകൾ ജില്ലാ സ്പോർട്സ് കൗൺസിലിന് കീഴിൽ നടത്തി കഴിഞ്ഞാൽ അതും നമുക്ക് കുട്ടികളെ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിക്കാനുള്ള ഒരു വേദിയായിട്ട് മാറ്റാൻ പറ്റും. പിന്നെ നമുക്ക് ഇന്നിപ്പോൾ സ്പോർട്സ് കൗൺസിൽ കീഴിലുള്ള ഒരു ഡേ ബോർഡിംഗ് സ്കീം, ചില ഡേ ബോർഡിംഗ് സ്കീമുകൾ ഇവിടെ നല്ല നടത്തുന്ന ഡേ ബോർഡിംഗ് സ്കീമുകളുണ്ട്, ചില ഡേ ബോർഡിംഗ് സ്കീം നടക്കാതെ പോകുന്നുണ്ട്. ഈ ഡേ ബോർഡിംഗ് സ്കീം എന്ന് പറഞ്ഞാൽ ഒരു നേരം കുട്ടികൾക്ക് പാലോ മുട്ടിലോ പഴമോ കൊടുക്കുന്ന ഒരു സ്കീം സ്പോർട്സ് കൗൺസിലിന്റെയാണ്. ഒരു സെന്ററിൽ ഏതെങ്കിലും സെന്റർ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെയുള്ള കുട്ടികൾക്ക് ഈ തരത്തിലുള്ള സാമ്പത്തിക സഹായം നൽകി പരിശീലനം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഡേ ബോർഡിംഗ് സ്കീം. ആ ഡേ ബോർഡിംഗ് സ്കീം ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ നടന്നു പോകുന്നില്ല. അപ്പൊ ഈ ഡേ ബോർഡിംഗ് സ്കീമും റീജിയണൽ കോച്ചിങ് സെന്റർ സ്കീമും കൂടെ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് അത് കൊണ്ടുപോകാൻ കഴിയും. അപ്പൊ ഇതാണ് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കോച്ചിങ് സ്കീമുകളുള്ളത്. പിന്നെ നമ്മുടെ ഒരു അംബീഷ്യസ് സ്പോർട്സ് കൗൺസിലിന്റെ സ്കീമായിട്ട് വന്നത് 6 കൊല്ലം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത എലൈറ്റ് ട്രെയിനിങ് പ്രോഗ്രാം. നാഷണൽ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻസിലേക്ക് നമ്മുടെ കായിക താരങ്ങളെ തയ്യാറാക്കുന്ന ഒരു സ്കീമാണ് എലൈറ്റ് ട്രെയിനിങ് സ്കീം. ഏകദേശം ഒരു വർഷം 1.5 കോടി 2 കോടി രൂപ സ്പോർട്സ് കൗൺസിലിലേക്ക് കൊണ്ട് ചെലവാക്കും. ഈ എലൈറ്റ് സ്കീം ടീമിലേക്ക് കായിക താരം എടുത്തു കഴിഞ്ഞാൽ അതും നമുക്ക് ഇപ്പൊ കേരളത്തിൽ 4 സെന്ററാണ് ഉള്ളത്. ഏകദേശം 6-7 ഡിസിപ്ലിൻ മാത്രമേ അതിന് ഐഡന്റിഫൈ ചെയ്തു. ഈ സ്കീമും അതിനുശേഷം വന്ന ഈ സ്കീം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വന്ന ഒരു സ്കീമാണ് ഓപ്പറേഷൻ ഒളിമ്പിയ. ഇത് രണ്ടും ഐഡന്റിക്കലാണ്. ഇത് രണ്ടും ഇന്റർനാഷണൽ നാഷണൽ ഓപ്പറേഷൻ ഒളിമ്പിയ തുടങ്ങിയ അങ്ങനെയാണ് 2020-2024 ഒളിമ്പിക്സിൽ കേരള കായിക താരങ്ങളെ സജ്ജമാക്കണം എന്ന് പറഞ്ഞ് തുടങ്ങിയ സ്കീമാണ്. ആ സ്കീമും ഈ എലൈറ്റ് സ്കീമും ഏകദേശം ഐഡന്റിക്കലാണ്. അപ്പൊ ഈ എലൈറ്റ് സ്കീമും ഓപ്പറേഷൻ ഒളിമ്പിയ സ്കീമും മെർജ് ചെയ്ത് അത് ഓപ്പറേഷൻ ഒളിമ്പിയ എന്ന സ്കീം മാത്രമായി നിലനിർത്തിക്കൊണ്ട് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻസിലേക്ക് കേരളത്തിലെ കായിക താരങ്ങളെ സജ്ജമാക്കുന്നതിനുള്ള ഒരു സ്കീമായിട്ട് അത് മാറും. അപ്പൊ ഇങ്ങനെ നമ്മുടെ പല സ്കീമുകളും ഓവർലാപ്പ് ചെയ്യാതെ അത് കമ്പാർട്ട്മെന്റൈസ് ചെയ്ത് ഓരോ മേഖലയ്ക്കുള്ള സ്കീമുകളായിട്ട് മാറ്റിയിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെലവാക്കുന്ന പൈസ ഒരു വേസ്റ്റ് ആയി പോകുന്നതാണ് എനിക്കുള്ള അഭിപ്രായം. മറ്റൊന്നും കൂടി ഞാൻ പറഞ്ഞു പോയിക്കോളാം. അതായത് നമ്മുടെ ഇതിനെല്ലാം പുറമെയാണ് സംസ്ഥാന ടീമുകൾക്ക് ദേശീയ മത്സരത്തിന് മുന്നോടിയായി സംസ്ഥാന ടീമുകളുടെ പരിശീലന ക്യാമ്പ് നടത്തുന്നത്. അത് ഇപ്പം അതായത് അസോസിയേഷൻ നടത്തുന്നത്. പല അസോസിയേഷനുകളുടെയും ക്യാമ്പിനെ കുറിച്ചൊക്കെ നിശ്ചിതമായ പരാതികൾ വരുന്നുണ്ട്. ഇത് ഒഴിവാക്കാനായിട്ട് ഇന്ത്യൻ ടീം ഇന്റർനാഷണൽ മത്സരങ്ങൾക്ക് പോകുന്ന ഇന്ത്യൻ ടീമിനെ സെലക്ട് ചെയ്യുന്ന ക്യാമ്പ് നടത്തുന്നത് എങ്ങനെയാണോ അതേ മോഡൽ സായിലൊക്കെ നടത്തും പോലെ ഇന്റർനാഷണൽ മത്സരത്തിന് പോകുന്നതായിട്ടുള്ള ക്യാമ്പ് നടത്തുന്നത് സായിയുടെ മേൽനോട്ടത്തിൽ. അതുപോലെ നാഷണൽ മത്സരത്തിൽ പോകുന്ന കേരള ടീമുകളുടെ പരിശീലന ക്യാമ്പുകൾ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ മേൽനോട്ടത്തിൽ സെന്റേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ നടത്തണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ സുതാര്യമായ രീതിയിൽ ഇന്നുണ്ടായിരിക്കുന്ന ആക്ഷേപങ്ങൾക്കെല്ലാം ഒരു ആക്ഷേപത്തിനും അവസരം കൊടുക്കാതെ നല്ല രീതിയിൽ നടത്താൻ പറ്റും. അപ്പൊ ഈ സ്കീമുകൾ ഇത്രയും നമ്മൾ ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ കൃത്യനിഷ്ഠയോട് നടത്തിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ പൈസ ഇവിടെ വേസ്റ്റ് ആയി പോകുന്നതുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടാറില്ല. ഈ വക കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധ ചെലുത്തുകൊണ്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരിക്കും പോകേണ്ടതാണ് എന്റെ അഭിപ്രായം. മറ്റൊന്ന് പരിശീലകരുടെ കാര്യം. നമ്മുടെ പരിശീലകർ നമുക്ക് നല്ല രീതിയിലുള്ള പരിശീലകർ കേരളത്തിനകത്ത് പുറത്തും മലയാളികൾ ആവശ്യം പോലും. പക്ഷെ ഇന്ന് അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പരിശീലകരുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള പരിശീലകരെ കണ്ടെത്തണം. അതുപോലെ വേണ്ടി വന്നാൽ നമ്മുടെ വിദേശത്തെ പരിശീലകർ അല്ലെ അന്യ സംസ്ഥാനങ്ങളിലുള്ള പ്രഗത്ഭരായ പരിശീലകർ അല്ലെങ്കിൽ വിദേശ അക്കാഡമികളുമായിട്ട് ടൈപ്പ് ഈ രീതിയിലുള്ള ഒരു സംവിധാനത്തെ പറ്റി ആലോചിച്ച് കൂടുതൽ നല്ല പരിശീലകർ വരികയും നമ്മുടെ കായിക താരങ്ങൾക്ക് നല്ല രീതിയിലുള്ള പരിശീലനം കൊടുക്കാനുള്ള പദ്ധതികളും ഉണ്ടാകണം. ആ രീതിയിൽ നമ്മുടെ ചർച്ചകൾ പോകണം എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. അങ്ങനെ പോയി നമ്മൾ പുതിയൊരു പദ്ധതി തയ്യാറാക്കി ഈ ചർച്ചയിൽ ഇന്നത്തെ പറഞ്ഞ ചർച്ചയിൽ വരുന്ന എല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം. അങ്ങനെ അതിനുള്ള സഹായകരമായ അഭിപ്രായങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കും. വളരെ വളരെ നന്ദി രാജീവ്. നല്ല പ്രായോഗികമായ നിർദ്ദേശങ്ങളാണ് രാജീവ് മുന്നോട്ട് വെച്ചത്. ഇന്ന് നമ്മുടെ ഇവിടെ ഗ്രൗണ്ട് ലെവലിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിവുള്ള ആളാണ് രാജീവ്. അതുകൊണ്ടാണ് ഇത്രയും കൃത്യമായിട്ട് തന്നെ പറയാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും ചർച്ചയിൽ നമുക്ക് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ഒരു തീരുമാനം നമുക്ക് പറയാൻ കഴിയുന്നതാണ്. നമ്മളുടെ ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ പി ശ്രീരാമകൃഷ്ണൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. അപ്പൊ അദ്ദേഹം ഇവിടെ എത്താത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ അത് മാറ്റിവെച്ചത്. ഇപ്പോൾ അദ്ദേഹം എത്തിയത് കൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്
ഉദ്ഘാടന പ്രസംഗം നടത്തേണ്ടതായിട്ടുണ്ട്. അതിലേക്ക് അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുകയാണ്. ശ്രീ പി ശ്രീരാമകൃഷ്ണനും ഞാനും ഒരേ സമയത്ത് ഒരു ജില്ലയിൽ ജോലി ചെയ്തവരാണ്. പക്ഷെ 2 മേഖലകളിലാണെന്ന് മാത്രം. 1988 മുതൽ 91 വരെ ഞാൻ പാലക്കാട് ജില്ലയുടെ കളക്ടറായിരുന്നു. അതേ സമയത്ത് 1988 മുതൽ 91 വരെ പാലക്കാട് ജില്ലയിലെ SFIയുടെ പ്രസിഡന്റ് ആയിരുന്നു ശ്രീരാമകൃഷ്ണൻ. അപ്പൊ അങ്ങനെ ഞങ്ങൾ കൊളീഗ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും അദ്ദേഹത്തെ യുവത്വം പ്രസരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നിയമസഭാ സ്പീക്കറെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ആദരവോടുകൂടി ഞാൻ ക്ഷണിക്കുന്നു. ഞാൻ സ്പോർട്സ് ഡിവിഷനിൽ വന്നത് 79-ലാണ്. 70s അവസാനവും 80s വരുന്ന ഞങ്ങള് ഡിവിഷനിൽ വന്നത്. ഞാൻ പഠിച്ചിരുന്നത് ശരിക്കും ആ സമയത്താണ് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ഗെയിമുകളിലും, പിന്നെ അത്ലറ്റിക്സ് ആയാലും ഫുട്ബോൾ ആയാലും വോളിബോൾ ആയാലും ഏത് ഗെയിമിലും ടോപ്പ് അത്ലറ്റ്സ് കേരളത്തിൽ നിന്നുണ്ടായത്. അതിന്റെ ഒരു കാരണം ആ സമയത്തുള്ള പിള്ളേരുടെ ഹാർഡ് വർക്കിങ്ങും സിൻസിയർ കോച്ചസ് ഉണ്ടായിരുന്നു, ഹാർഡ് വർക്ക് ചെയ്യാൻ ശേഷിയുള്ള പിള്ളേരുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ ഒത്തൊരുമയോടെയുള്ള ഒരു പരിശീലനമായിരുന്നു. എന്തോ ഇക്കാലത്ത് അത് കുറച്ച് നഷ്ടമായിരിക്കുന്നു. അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോഴത്തെ സെലക്ഷന്റെ കുറവുകളാണോ അതോ കോച്ചിങ്ങിന്റെ ഡിഫക്റ്റ് ആണോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം സ്വിമ്മിങ്ങിനെ സംബന്ധിച്ചോളം ഞങ്ങളൊക്കെ അന്ന് ചെയ്യുമ്പോൾ നാഷണൽസിന് പോകുമ്പോൾ കേരളത്തിലെ സ്വിമ്മേഴ്സിന്റെ ആയിരുന്നു ഏറ്റവും നല്ല സ്ട്രോക്ക് ടെക്നിക്കും മറ്റുള്ള കാര്യങ്ങളും. ഇന്ന് നേരെ തിരിച്ചായി. നാഷണൽസിന് പോകുമ്പോൾ ഏറ്റവും മോശം ടെക്നിക്കും ഏറ്റവും മോശമായിട്ട് നീന്തുന്നതും നമ്മുടെ കേരളത്തിലുള്ള സ്വിമ്മേഴ്സ്. അതിന് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കോച്ചസ് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആവണം. അവർക്ക് കുറെ അധികം ക്ലിനിക്കുകൾ അറേഞ്ച് ചെയ്യണം. നമ്മുടെ ട്രെയിനീസ് ആണെങ്കിലും കോച്ചസ് ആണെങ്കിലും കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്യണം, ആവണം. സ്വിമ്മിങ്ങിനെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ വേണ്ടത് ടെക്നിക്കൽ ഇവന്റ് ആണ്. അത് നമ്മൾ അതിൽ ഇമ്പ്രൂവ് ചെയ്താലേ നമുക്ക് ഇന്റർനാഷണൽ ലെവലിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഈ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മുടെ കേരളത്തിലെ സ്വിമ്മേഴ്സ് വളരെ മോശമായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. പിന്നെ സ്പോർട്സ് ഡിവിഷൻ സെലക്ഷനിൽ കുറച്ചുകൂടെ സുതാര്യത വേണം. അർഹതയുള്ള പിള്ളേരെ സെലക്ട് ചെയ്യണം. വേറെ ഞാനിപ്പം ഈ അടുത്ത കാലത്ത് 1-2 വേൾഡ് ചാമ്പ്യൻഷിപ്പും ഏഷ്യൻ ചാമ്പ്യൻഷിപ്പൊക്കെ കോച്ചായിട്ട് പോകാൻ സാധിക്കുകയുണ്ടായി. അതിൽ എനിക്ക് കാണാൻ സാധിച്ചത് നമ്മുടെ ഇന്ത്യയിലെ സ്വിമ്മേഴ്സിന്റെ ഫിസിക്കും മറ്റുള്ള സൈസൊക്കെ ഉള്ളൂ ജപ്പാൻ സ്വിമ്മേഴ്സ്. പക്ഷെ അവര് ഈവൻ ഒളിമ്പിക്സ് ലെവലിൽ തന്നെ മെഡൽ വരുന്നുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ ഏകദേശം പകുതിയോളം മെഡൽ ജാപ്പനീസ് ആണ് വരുന്നത്. അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് അവരുടെ സ്ട്രോക്ക് ടെക്നിക്കാണ്. അതില്ലാതെ ഇപ്പം നമ്മുടെ ഡിവിഷനിൽ നമുക്കിപ്പോൾ കൊടുക്കുന്ന ഫുഡും കാര്യങ്ങളും ഒന്നും തികയാതെ വരും. കാരണം സ്വിമ്മിങ് ഭയങ്കര എക്സ്പെൻസീവ് സ്പോർട്ടാണ്. എനിക്കറിയാവുന്ന രീതിയിൽ ബോംബെയിലും ഡൽഹിയിലും ബാംഗ്ലൂരും ഉള്ള സ്വിമ്മേഴ്സ് എല്ലാം മന്ത്ലി ഒരു 45,000-50,000 സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അത് കേരളത്തിലുള്ള സ്വിമ്മേഴ്സിന് അത് അഫോർഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും കുറച്ച് സൗകര്യങ്ങളും പ്രോത്സാഹനം കൊടുക്കണം. ഹലോ വിൽസൺ, 40,000 മുതൽ 50,000 രൂപ വരെ സ്വിമ്മേഴ്സിന് ചിലവഴിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അത് കേരളത്തിലെ അല്ല, എവിടെയാണ് ചിലവഴിക്കുന്നത്? ഇല്ല, അവരുടെ ഡയറ്റിനും അവരുടെ ജിം ഫെസിലിറ്റീസ്. അതെ, അത് ഏത് സെന്ററുകളിലാണ്? ബാംഗ്ലൂരുണ്ട് സർ, ബാംഗ്ലൂരുണ്ട്, ബോംബെയിലുണ്ട്, ഞങ്ങളുടെയൊക്കെ സമയത്ത് ഞങ്ങളുടെയൊക്കെ സമയത്ത് കർണാടക സ്വിമ്മിംഗ് എന്ന് പറഞ്ഞാൽ വട്ടപൂജ്യമായിരുന്നു. ഒരു മെഡൽ പോലും വരത്തില്ലായിരുന്നു. അപ്പോൾ അവർ ഇംപ്രൂവ് ചെയ്ത് അവര് നമ്മുടെ ഇവൻ മലയാളി കോച്ച് ഉള്ളവരെ അവര് വെളിയിൽ വിട്ട് അവരെ കുറച്ചും കൂടെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്തു. സ്ട്രോക്ക് ടെക്നിക്കൊക്കെ അവര് നന്നായിട്ട് പഠിക്കാൻ പറ്റി. അത് അവര് ഇവിടെ വന്ന് ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷമാണ് കർണാടക ഇത്രമാത്രം ഇംപ്രൂവ് ചെയ്തത്. പിന്നെ പേരൻസിന്റെ ഭാഗത്തുനിന്നും പിള്ളേരുടെ ഹാർഡ് വർക്കിങ്ങും എല്ലാം അതിനൊരു ഘടകമാണ്. പിന്നെ നമുക്ക് പറഞ്ഞ പോയിന്റുകൾ വളരെ വളരെ പ്രസക്തമാണ്. സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് നേരത്തെ രാജീവും അത് തന്നെയാണ് പറഞ്ഞത്. കോച്ചിങ്ങിന്റെ കാര്യവും രാജീവ് പറയുകയുണ്ടായി. സ്വിമ്മിംഗ് കൂടുതൽ ടെക്നിക്കൽ ആയതുകൊണ്ട് കൂടുതൽ ആ രംഗത്ത് നല്ല പ്രാഗൽഭ്യമുള്ള സ്വിമ്മേഴ്സ് വേണം. ആ ടെക്നിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ആളുകളായിരിക്കണം എന്നാണ് വിൽസൺ പറഞ്ഞത്.
ജാപ്പനീസ് സ്വിമേഴ്സിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ അത് പ്രത്യേകിച്ച് ഇപ്പോഴ് ഈ വർഷത്തെ ടോക്കിയോ ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് അവർ തയ്യാറെടുക്കുന്നുണ്ടാവണം അല്ലേ? അതിന് സാർ വേണ്ടിയിട്ടായിരിക്കും. ഞാനൊരു 2 വർഷം മുമ്പാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് പോയത്. അപ്പോൾ തന്നെ ജാപ്പനീസ് സ്വിമ്മേഴ്സിന് കുറെ അധികം മെഡലുകൾ വന്നു. നമ്മുടെ ഒരു ബാഡ് ലക്ക് എന്ന് പറഞ്ഞാൽ ഏഷ്യൻ ഗെയിംസിന് ഈ ജപ്പാൻ ഉണ്ട്, ഒളിമ്പിക്സിന് ഇവരെല്ലാവരും ഉണ്ട്. നമുക്ക് അപ്പൊ മെഡൽ വരുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടുത്തത് പിന്നെ പത്മിനി തോമസ് ഉണ്ടോ? പത്മിനി തോമസ് നമ്മുടെ സ്പോർട്സ് കൗൺസിലിന്റെ മുൻ പ്രസിഡന്റ് ആണ്, അർജുന അവാർഡ് ജേതാവാണ്. തീർച്ചയായിട്ടും ഈ വിഷയത്തെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ കഴിവുള്ള ഒരു സ്പോർട്സ് ഒരു അത്ലീറ്റ് ആണ്, അതോടൊപ്പം ഒരു സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്ററുമാണ്. 2 കോമ്പിനേഷൻ ഉണ്ട്. നമസ്കാരം. കായിക പ്രതിഭകളെ കണ്ടെത്തലും പരിശീലനം എന്ന വിഷയത്തെ കുറിച്ചാണ് ഇന്ന് ഈ ഒളിമ്പിക് ദിനത്തില് വെബിനാർ വെച്ചിരിക്കുന്നത്. ഏറെ സന്തോഷമാണ്. അതിനായിട്ട് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്നത് മലയാള മനോരമയ്ക്കും ഒളിമ്പിക് അസോസിയേഷനും ആണ്. നമുക്കറിയാം, ഒരുപാട് കായിക താരങ്ങള് ഒരുപാട് നിലകളിൽ വളർന്നു വന്ന ഒരു സംസ്ഥാനമാണ് കേരളം, ഞാൻ ഉൾപ്പെടെ. 70കളിലും 80കളിലും 90കളിലും ഒക്കെ നമ്മൾ മികച്ച പ്രകടനമാണ് നമ്മൾ നടത്തിയിരുന്നത്. എന്നാൽ നമ്മൾ ഇപ്പോൾ പല രംഗത്തും നമുക്കറിയാം, അത്ലറ്റിക്സ് ആയാലും സ്വിമ്മിങ് ആയാലും വോളിബോൾ ആയാലും പ്രകടനങ്ങളൊക്കെ കുറച്ച് പുറകോട്ട് പോയിരിക്കുകയാണ്. എന്നാൽ സാമ്പത്തികമായിട്ട് ഇന്ത്യ ഗവൺമെന്റും കേരള ഗവൺമെന്റും എല്ലാം സ്പോർട്സിന് വേണ്ടി നിറയെ പണം ചെലവാക്കുന്നുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാടില് നമ്മുടെ കേരളത്തില് പണ്ടേ ഉള്ള ഒരു ആലോചനയായിരുന്നു സ്പോർട്സ് അതോറിറ്റി ഓഫ് കേരള എന്ന ഒരു സ്ഥാപനം വരണം എന്നുള്ളത്. ഈ കേന്ദ്ര സർക്കാരുകള് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ സ്പോർട്സിന് പൈസ കൊടുക്കുമ്പോഴത്തേക്ക് അത് വിഭജിച്ചു പോകുന്നു. കുറച്ച് സ്പോർട്സ് കൗൺസിലിന് കിട്ടും, കുറച്ച് സ്പോർട്സ് ഡയറക്ടറേറ്റിന് കിട്ടും. അങ്ങനെ വിഭജിച്ചു പോകുമ്പോഴത്തേക്ക് ഇതിന്റെ കായിക താരങ്ങൾക്ക് താഴെ വരുമ്പോഴത്തേക്ക് വളരെ കുറവ് കാര്യങ്ങൾ ആണ് കിട്ടുന്നത്. അപ്പം ഇതെല്ലാം കൂടി ഒന്ന് ഉടച്ചു വാർത്ത് എല്ലാം കൂടി ഒരു അതോറിറ്റിയുടെ കീഴിൽ ആക്കണം കേരളത്തിലെ സ്പോർട്സ്. നമുക്കറിയാം, ഹരിയാന ഇപ്പം ഒരുപാട് മുമ്പിലായി പോയി. അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റിയും കാര്യങ്ങളും ഒക്കെ. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന് നിരവധി ഹോസ്റ്റലുകളുണ്ട്. എന്നാൽ നമുക്ക് എടുത്തു പറയത്തക്ക ഹൈടെക് ഹോസ്റ്റലുകൾ ഇല്ല. വോളിബോളിൽ അന്ന് ഞാൻ ഒരിക്കലും ഒരു ഹോസ്റ്റലിൽ ചെന്നപ്പം പിള്ളേർക്ക് നീണ്ടു നിവർന്ന് കിടക്കാൻ പറ്റാത്ത ഒരു വീടാണുള്ളത്. അപ്പൊ നമ്മൾ നിറയെ ഹോസ്റ്റലുകൾ തുടങ്ങുകയും കായിക താരങ്ങൾക്ക് നന്നായിട്ട് താമസിക്കാനും നല്ല ഫുഡുകൾ കഴിക്കാനും ഉള്ള ഒരു അവകാശം നിഷേധിക്കപ്പെടുന്നുണ്ട്. നമ്മൾ നിറയെ ഹോസ്റ്റലുകൾ തുടങ്ങിയിട്ട് കാര്യമില്ല. 100 പേരെ എടുക്കുന്നിടത്ത് 10 പേരെ എടുത്തിട്ട് അവർക്ക് നല്ല പരിശീലനവും നല്ല താമസ സൗകര്യവും നല്ല ട്രെയിനിങ്ങും കൊടുത്തു കഴിഞ്ഞാൽ ഈ കേരളത്തില് നിറയെ കായിക താരങ്ങള് ഉള്ള ഒരു സംസ്ഥാനമാണ്. ഇത് നമുക്കറിയാം, ഒരു കുടുംബത്തില് 2 മക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ. കുട്ടികളെ ഈ കായിക രംഗത്തവരെ മികച്ച പിള്ളേരാണെങ്കിൽ കൂടെ തന്നെ അവര് വിടാനായിട്ട് ഒന്ന് ചിന്തിക്കും, ഇതിൽ കൂടെ പോയാൽ എന്താണ് കിട്ടുക, ഇവർക്ക് എന്താണ് വരിക. ഇത് നമുക്കറിയാം, സംസ്ഥാന സർക്കാർ നമുക്ക് പല സ്ഥലങ്ങളിലും ഇവർക്ക് കിട്ടേണ്ട കോട്ടാകള് നഴ്സിംഗിലായാലും MBBS-നായാലും ഒക്കെ 10 മാർക്ക് എഴുതി വാങ്ങിച്ചാലേ ഇതിന്റെ മാർക്ക് കണക്ക് കൂട്ടുള്ളൂ. പണ്ട് അങ്ങനെ ഒന്നുമില്ലായിരുന്നു. അപ്പൊ അതൊക്കെ പ്രോത്സാഹനത്തിന്റെ രീതിയിൽ വരുന്നതാണ് കായിക താരങ്ങൾക്ക്. അതൊക്കെ അവിടെ ഒക്കെ കുറഞ്ഞേക്കുവാണ്. അതുപോലെ തന്നെ പ്രതിഭകളെ കണ്ടെത്താൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കേരളത്തിൽ ഒരുപാട് പ്രതിഭകളുണ്ട്. കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന പരിശീലനവും താമസ സൗകര്യവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ വളരെ നന്നായിട്ട് നോക്കേണ്ടത്. അതുപോലെ തന്നെ കോച്ചസിനെ ക്ലിനിക്ക് കൊടുക്കണം, വെളിയിൽ അയച്ച് നല്ല ട്രെയിനിങ് കൊടുക്കണം. 80കളിൽ ജപ്പാന് എൻ്റെ കൂടെ ഓടി, ജപ്പാനൊക്കെ ആയിരുന്നു എൻ്റെ കൂടെ ഓടി. ഇപ്പം ഗോൾഡ് മെഡലുകൾ നിറയെ വന്നത്. അവര് കൂടുതൽ മെഡലുകളിലേക്ക് ജപ്പാനും ചൈനയും ഒക്കെ പോയപ്പം നമ്മള് കുറഞ്ഞാണ് നമ്മൾ വരുന്നത്. ഇപ്പൊ ഒളിമ്പിക് ദിനത്തിൽ ഞാൻ ആദ്യം ഓർക്കുന്നത് നമ്മുടെ ഏക മെഡൽ ജേതാവായ മാനുവൽ ഫെഡറിക്കിനെ പറ്റിയ. മാനുവൽ ഫെഡറിക്ക് മാത്രമേ നമ്മുടെ ഒരു മെഡല്, ബ്രോൺസ് മെഡൽ കൊണ്ടുവന്നിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് മെഡലില്ല. നിറയെ കായിക താരങ്ങള് ഒളിമ്പിക്സ് റെപ്രസെന്റേഷൻ ഉണ്ടെങ്കിലും
മെഡലുകൾ വരുന്നില്ല. പക്ഷെ എനിക്ക് വലിയ സങ്കടമുണ്ട് ഈ പീരീഡിലെ ഒളിമ്പിക്സ് നടക്കാത്തതില്. ഈ ഒളിമ്പിക്സ് ലക്ഷ്യം കണ്ടുകൊണ്ട് എത്ര കായിക താരങ്ങൾ അതിനുവേണ്ടി എത്ര വർഷം പട്യാലയിലും എല്ലാം പോയി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ ഒരു ചാൻസ് ആണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നമുക്ക് മെഡല് വരാത്തത് നല്ല പ്രയാസം ഉണ്ടെങ്കിലും ആ ചാൻസ് കിട്ടുക എന്നുള്ളത്. ഞാൻ ലണ്ടൻ ഒളിമ്പിക്സിന് ഞാൻ പോയപ്പം എന്തെല്ലാം മാറ്റങ്ങളാണ് ആ സ്റ്റേഡിയങ്ങളിൽ കൊച്ചുകുട്ടികളെ എടുത്ത്. എന്ന് വെച്ചാൽ ഞാൻ അവിടെ തൊട്ടടുത്ത് പോയ ഒരു സ്ഥലത്ത് ഒരു 3 വയസ്സുള്ള പിള്ളേരെ സ്വിമ്മിംഗ് പൂളിലോട്ട് പേരൻസ് എടുത്ത് ഇട്ടേക്കുക. അവരതിനകത്ത് കിടന്ന് കളിക്കുന്നു, എഴുന്നേറ്റ് വരുന്നു. അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്ക് കായിക രംഗത്തുണ്ട്. ഇന്ന് നമുക്ക് 8ാം ക്ലാസ് മുതലാണ് കുട്ടികളെ എടുക്കുന്നത്. അത് പോരാ, 5ാം ക്ലാസ് മുതൽ തന്നെ കായിക താരങ്ങളെ കണ്ടെത്തി അവർക്ക് വിദഗ്ധ പരിശീലനങ്ങൾ കൊടുക്കണം. അപ്പൊ ഈ 5ാം ക്ലാസ്സിൽ കായിക താരങ്ങളെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേരൻസ് നോക്കും ഞങ്ങൾ എങ്ങോട്ടാണ് ഈ കുട്ടികളെ വിടുന്നത്. കാര്യം വീടിന്റെ അമ്മയുടെയും അപ്പന്റെയും ഒക്കെ സംരക്ഷണയിൽ വളരുന്ന കുട്ടികളാകുമ്പോൾ പോകുമ്പോൾ അതുപോലെ ഹൈടെക് രീതിയിലുള്ള സൗകര്യങ്ങളാണോ എന്റെ കുട്ടിക്ക് കൊടുക്കുന്നതെന്നുള്ളത് അവർ ശ്രദ്ധിക്കും. അപ്പൊ നമ്മൾ ആ ഒരു മേഖലയൊക്കെ വളരെ നന്നായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. പിള്ളേർക്ക് എടുക്കുന്നതും പരിശീലനം കൊടുക്കുന്നതും. ഈ സെലക്ഷനുകളിൽ ഒരുപാട് അപാകതകളുണ്ട്, പ്രത്യേകിച്ച് ഗെയിമുകളിൽ. അത്ലറ്റിക്സിലായാലും ഓടി മുമ്പിൽ വരുന്നയാള് 2ാം സ്ഥാനക്കാരനെ ഒരു പക്ഷേ കൊണ്ടുപോകാൻ പറ്റിയല്ലോ. പക്ഷെ അല്ലാത്ത ഗെയിംസുകളിലൊക്കെ ഒരുപാട് അപാകതകളുണ്ട്. കാര്യം സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിട്ടിരുന്ന സമയത്ത് നാഷണൽ ഗെയിംസിന്റെ ഒക്കെ സെലക്ഷനുകൾ നടന്നപ്പോ പല കായിക താരങ്ങളും പ്രായമായി പോയത് കൊണ്ട് ജൂനിയറിനെ കയറ്റിവിടുന്നു. കാര്യം ജൂനിയർ 10ാം ക്ലാസ് ആണ് അല്ലെങ്കിൽ 12ാം ക്ലാസ് ആണ്, അവർക്ക് മാർക്ക് കിട്ടത്തില്ലേ. അങ്ങനെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില കോച്ചസിന്റെയും ചില അസോസിയേഷന്റെയും ഒക്കെ കാഴ്ചപ്പാടുകൾ. അപ്പം അത് മുളയിലെ ഒരു കായിക താരത്തിനെ വിഷമിപ്പിക്കുകയും കളയുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് നല്ല കോച്ചസ് ഉണ്ട്. ആ കോച്ചസിന് വേണ്ട അവർക്ക് വിദഗ്ധ പരിശീലനം കൊടുക്കണം. നമുക്കറിയാം, ഞാൻ ഇരുന്ന സമയത്താണ് എലൈറ്റ് പദ്ധതി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ തുടങ്ങിയത്. ഒളിമ്പിക്സിൽ മെഡൽ നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയതാണ് ആ എലൈറ്റ് പദ്ധതി. എന്നാൽ 4ാം വർഷം ആയപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് 2 കായിക താരങ്ങളെ ഒളിമ്പിക്സിന് മെഡൽ പങ്കെടുപ്പിക്കാൻ സാധിച്ചു. ഇതിൽ നിന്ന് നമ്മളെ സംബന്ധിച്ച് നമ്മൾ പല പദ്ധതികളും തുടങ്ങുകയും അത് ഉചിതമായ രീതിയിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെയും വരുന്നു. പുതിയ പദ്ധതികൾ ഒരുപാട് തുടങ്ങുന്നുണ്ട്. പക്ഷെ മുമ്പോട്ടുള്ള പോക്കിൽ നമ്മൾ ഈ പരിശീലനത്തിന്റെ കാര്യത്തിലായാലും അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഇപ്പം ഒരു കായിക താരങ്ങൾക്ക് ഏറ്റവും വേണ്ടത് ജോലിയാണ്. അവർക്ക് കൊടുക്കുന്ന പ്രോത്സാഹനമാണ് അത്. ക്യാഷ് അവാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദെൻ ആൻഡ് ദെയർ എന്ന് പറയുന്ന പോലെ സമയത്ത് കാര്യങ്ങൾ ചെയ്യുക. ഈ വർഷം സ്പോർട്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷമെങ്കിലും അവർക്ക് ജോലി കിട്ടാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകണം. ഇന്ന് അവരുടെ കാര്യത്തിലും അതും കഷ്ടമാണ്. ഈ ഇപ്പൊ എടുത്തിരിക്കുന്ന കുറെ കായിക താരങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നുള്ള ഒരു തസ്തികയുണ്ട്. ആ ജോലി അവർക്ക് ക്ലർക്കൽ പോസ്റ്റും ക്ലാസ് 4 പോസ്റ്റും ഒക്കെ മാത്രമേ കൊടുക്കുന്നുള്ളൂ. PG വരെ ചെയ്ത കുട്ടികളാണ് സ്പോർട്സുകാർ ഇടയിലുള്ളത്. അപ്പം നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളിലും കൂടെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 8ാം ക്ലാസ്സിൽ ഹോസ്റ്റൽ സ്പോർട്സ് ഡിവിഷൻ തുടങ്ങി സ്കൂളുകളിൽ. എന്നാൽ ആ ഡിവിഷൻ പെട്ടെന്ന് അങ്ങ് നിന്നുപോയി. അത് നല്ല കാര്യമായിരുന്നു. സ്കൂളുകളിൽ ഡിവിഷനുകൾ ഓരോ ജില്ലകളിലും 1ഓ 2ഓ ഡിവിഷൻ കൊടുക്കുക മികച്ച ഈവന്റുകൾക്കുള്ള. അപ്പൊ പരസ്പരം മത്സര ബുദ്ധി കൂടുമായിരുന്നു. അതൊക്കെ നിർത്തി അത് വീണ്ടും വരണം. ജില്ലാ തലങ്ങളിലും നമ്മൾക്ക് നല്ല ട്രാക്കുകൾ ആകണം. കാര്യം എല്ലാ ജില്ലകളിലും സിന്തറ്റിക് ട്രാക്ക് ഉണ്ടാകണം. നമ്മൾ എവിടെ നിൽക്കുന്നു, മറ്റയൽ രാജ്യങ്ങളിൽ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നമുക്ക് കോട്ടയത്ത് അല്ലെങ്കിൽ തൃശ്ശൂര് ഒക്കെയുള്ള കായിക താരങ്ങൾക്ക് സിന്തറ്റിക് ട്രാക്കിൽ പരിശീലനം നേടാനായിട്ട് സാധിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും മികച്ച സ്റ്റേഡിയങ്ങളും മികച്ച എക്യുപ്മെന്റ്സ്, അതുപോലെ എക്യുപ്മെന്റ്സ് വേണം. നമുക്ക് നല്ല എക്യുപ്മെന്റ്സ് വേണം. പിള്ളേർക്ക് കനോയിങ് കയാക്കിങ് ഈവന്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വഞ്ചികൾ വേണം. നാഷണൽ ഗെയിംസ് കഴിഞ്ഞ് കൊണ്ടുവന്ന നല്ല ഹൈടെക് സാധനങ്ങൾ അതുപോലെ ഉള്ളത് അവർക്ക് വാങ്ങിച്ചു കൊടുക്കണം. അപ്പം അത് കൂടുതലും ആ സമയത്ത് പൈസകളുടെ കാര്യങ്ങൾ വരുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ പൈസകളെല്ലാം കൂടെ ഒരു അതോറിറ്റിക്ക് വേണം കിട്ടാനായിട്ട്. ആ അതോറിറ്റിക്ക് കിട്ടിയാൽ മാത്രമേ കേരളത്തിലെ സ്പോർട്സ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. മാത്രമല്ല, ഇതിനകത്ത് കോച്ചസിന് പ്രോത്സാഹനം വേണം. കാര്യം അവർ നന്നായിട്ട് പിള്ളേരെ ചെയ്യിച്ച് നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുന്ന കോച്ചസ് നമ്മളുടെ ഇടയിലുണ്ട്.
3-4 ഒളിമ്പിക്സിനൊക്കെ പിള്ളേരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന കോച്ചസ് ഉണ്ട്. അവർക്ക് അർഹമായ പരിഗണനകൾ കിട്ടണം. അപ്പം ഈ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ഓരോ സ്കീമുകളും മുമ്പോട്ട് കൊണ്ടുപോവുകയും അതുപോലെ തന്നെ അതിനുവേണ്ട എല്ലാ സഹായ സൗകര്യങ്ങളും ചെയ്യണം. ഒപ്പം എനിക്ക് പറയാനുള്ളത്, പിള്ളേർക്ക് കൊടുക്കാനുള്ള ഈ ക്യാഷ് അവാർഡ്സ് ഒക്കെ ഒരു കാരണവശാലും ലേറ്റ് ആക്കാനായിട്ട് പാടില്ല. കാര്യം ഞാൻ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഒരു ദിവസം, ഇത് വേറെ കാര്യമാണ്, ഒരു ദിവസം എന്നോട് ഒരു ഹോസ്റ്റലിൽ ഇച്ചിരി പ്രശ്നമാണ്, അതുവഴി പോകുമ്പോൾ അവിടുത്തെ ഫുഡ് ഒന്ന് നോക്കണം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കയറിയപ്പം കാണുന്നത് വൈകുന്നേരത്തെ ഉച്ചകഴിഞ്ഞ് 4 മണിക്കാണ് ഞാൻ ആ ഹോസ്റ്റലിൽ സഡനായിട്ട് ചെല്ലുന്നത്. വൈകിട്ടത്തേക്കുള്ള ചോറ് വെച്ചിരിക്കുന്നതിനകത്ത് മുഴുവനും ഉറുമ്പാണ്. അതുപോലെ തന്നെ പരിപ്പ് കറി, നീളത്തിലൊരു പരിപ്പ് കറിയാ. 45-50 പിള്ളേരുള്ള സ്ഥലത്ത് ഒരു 7-8 കഷ്ണം ബീഫിന്റെ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ളിടത്ത് അവർക്ക് നല്ല ഭക്ഷണം കിട്ടുന്നില്ല, നല്ല സൗകര്യങ്ങൾ താമസിക്കാൻ കിട്ടുന്നില്ല. ഇതൊക്കെ നല്ല സൗകര്യങ്ങൾ കൊടുത്താലേ പേരൻസ് നമ്മുടെ ഹോസ്റ്റലിലേക്ക് കുട്ടികളെയൊക്കെ വിടത്തുള്ളൂ. നാഷണൽ ഗെയിംസ് നമ്മൾ നടന്ന് നിറയെ മെഡലുകൾ നേടി. ഇനിയും ഈ ഒളിമ്പിക്സിന് നമുക്ക് മെഡൽ വിൻ ചെയ്തതിലും നിറയെ കായിക താരങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. 5ാം ക്ലാസ് മുതൽ കായിക താരങ്ങളെ എടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ വേണം. അതുപോലെ തന്നെ ഡേ ബോർഡിംഗ് സ്കീം നല്ലതാണ്. അതിൻ്റെ ഒരു നല്ല ചുമതലയായിട്ട് കൊണ്ടുപോയാൽ ഡേ ബോർഡിങ് അതാത് സ്കൂളുകളിൽ ചെയ്യുന്ന നല്ല കാര്യം ആണത്. അതുപോലെ തന്നെ നമ്മുടെ ഡിവിഷനുകൾ തിരിച്ചു കൊണ്ടുവരണം. മത്സരങ്ങൾ കൂടുതലുണ്ടാവണം. നമുക്കറിയാം നമ്മുടെ കോളേജ് ഗെയിംസ് ഒക്കെ ഉണ്ട്. പിള്ളേർക്ക് കൂടുതൽ മത്സരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, കോമ്പറ്റീഷൻ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാലേ അവർക്ക് വെളിയിലും പോയി മത്സരിക്കാനായിട്ട് സാധിക്കുകയും. നമ്മുടെ ഇന്ത്യൻ അത്ലറ്റിക് ടീമിന്റെ ഡെപ്യൂട്ടി ചീഫ് കോച്ച് ആയിരുന്ന ആളാണ് ശ്രീ രാധാകൃഷ്ണൻ നായർ. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നു. ആദ്യമായിട്ട് എനിക്ക് ഈ പ്ലാറ്റ്ഫോമിന് ഒരു അവസരം തന്ന കേരള ഒളിമ്പിക് അസോസിയേഷൻ, അതുപോലെ തന്നെ മനോരമ എന്ന വ്യക്തി എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ഫോർമർ DG ആയിരുന്നു ശ്രീ GG തോമസൺ സാർ. ഞാൻ 2013-14 കാലഘട്ടങ്ങളിലെ ഡെപ്യൂട്ടി ചീഫ് കോച്ചായിരുന്നു. അദ്ദേഹം അന്ന് ഡയറക്ടർ ജനറൽ സായി ആയിട്ട് അദ്ദേഹമായിട്ട് ഇടപെടാൻ സാധിച്ചു. പക്ഷെ അദ്ദേഹം എന്നെ ഓർക്കുന്നില്ലായിരിക്കും. പട്യാലയൊക്കെ വന്ന് ഞങ്ങൾ കണ്ട് സംസാരിച്ചിട്ടുണ്ട് പല കാര്യങ്ങൾ. നന്ദി വൺസ് അഗൈൻ. ഇപ്പം എനിക്കിത് സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, പ്രതിഭകളെ കണ്ടെത്തുക എന്നുള്ളതല്ല മെയിൻ പ്രശ്നം. കണ്ടെത്തിയ പ്രതിഭകളെ എങ്ങനെ പരിശീലിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച്. ഉദാഹരണത്തിനായി ഞാൻ അത്ലറ്റിക്സിനെ ബേസ് ചെയ്ത് പറയാം. നമ്മുടെ അത്ലറ്റിക്സിൽ സബ് ജൂനിയർ വിഭാഗത്തിലും ജൂനിയർ വിഭാഗത്തിലും നമുക്ക് വളരെയധികം ചാമ്പ്യന്മാരുണ്ട്. ഫോർ എക്സാമ്പിൾ, നാഷണൽ ലെവലില്, ജൂനിയർ നാഷണല്, യൂത്ത് നാഷണല് ഒക്കെ വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ അവർ സീനിയർ ലെവലിലേക്ക് വരുമ്പം അവരൊന്നും അല്ലാതായിട്ട് തീരുന്നൊരു അവസ്ഥയാണ് ഇന്ന് നമ്മൾ നേരിടുന്നത്. അതിന്റെ മെയിൻ റീസൺ, ഞാൻ ഇപ്പം 5-8 വർഷമായിട്ട് ഞങ്ങൾ ഇതിനെപ്പറ്റി വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിശീലകരെ പരിശീലിപ്പിക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം നമുക്ക് പരിശീലകരെ പരിശീലിപ്പിക്കുക എന്നുള്ള ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്കറിയാം 10-17 വയസ്സാകുമ്പോഴത്തേക്കും നമ്മളുടെ നല്ല കായിക താരങ്ങളെല്ലാം ഈ കായിക രംഗത്ത് നിന്ന് തന്നെ വിട പറയുകയാണ്. അതിന് കാരണം ഒന്നുകിൽ വളരെ മോശമായ ഇഞ്ചുറി, അല്ലെങ്കിൽ വേണ്ട മോട്ടിവേഷൻ ഇല്ല, അതുമല്ലെങ്കിൽ സീനിയർ ലെവൽ കോമ്പീറ്റ് ചെയ്യാനായിട്ട് അവർ ഏബിൾ അല്ലാത്തൊരവസ്ഥയിലേക്ക് മാറും. ഇതിൻ്റെ മെയിൻ റീസൺ എന്നാൽ നമ്മുടെ കായിക താരങ്ങളെ, നമ്മൾ കണ്ടെത്തുന്ന പ്രതിഭകളെ ശരിയായിട്ട് പരിശീലനം നൽകുന്നില്ല. നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കണ്ടെത്തുന്ന പ്രതിഭകൾക്ക് ഒരു ലോങ് ടേം അത്ലറ്റ് ഡെവലപ്മെന്റ്. ഇപ്പം ഞങ്ങളുടെ അത്ലറ്റിക്സ് പറയുകയാണെങ്കിൽ ഏകദേശം 10,000 മണിക്കൂർ പരിശീലനം കൊണ്ട് മാത്രമേ ഒരു കായിക താരം ഉന്നത നിലവാരത്തിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുകയുള്ളൂ. നമ്മളിപ്പം ഗ്ലോബലി ഇതിന്റെ ഈ സ്റ്റാറ്റിക്സ് എടുത്ത് നോക്കിയാൽ കഴിഞ്ഞാലും ഉസൈൻ ബോൾട്ടിന്റെ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ചത് ഉസൈൻ ബോൾട്ട് 27ാമത്തെ വയസ്സിലാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ, നമ്മൾ 16 വയസ്സിലും 17 വയസ്സിലും ചാമ്പ്യന്മാരെ സൃഷ്ടിക്കാനുള്ള വ്യഗ്രതയാണ് നമ്മുടെ പരിശീലകർക്ക്. ഇതിൽ ഞാൻ പറയുന്നത്, നമ്മുടെ പല പരിശീലകരും അൺകോൺഷ്യസ്ലി ഇൻകോമ്പറ്റന്റ് ആണ്. അവർക്കറിയാൻ മേല ഞാൻ ഈ കുട്ടിയെ പരിശീലിപ്പിക്കാൻ കോമ്പറ്റന്റ് ആണോ. ആ വസ്തുത അവരെ മനസ്സിലാക്കി കൊടുക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തം. പല കായിക താരങ്ങളും ഇൻകോമ്പറ്റന്റ് കൈകളിൽ എത്തിച്ചേരുകയും സ്കൂളിൽ നിന്ന് തന്നെ അവരെ സ്കൂൾ
സ്റ്റേറ്റ് സ്കൂൾസിൽ ചാമ്പ്യൻ ആക്കുക. ഇപ്പൊ സ്റ്റേറ്റ് സ്കൂൾസ് ചാമ്പ്യൻ ആക്കി കഴിഞ്ഞാൽ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കിട്ടുന്നതിനേക്കാളും വലിയ ഒരു പോപ്പുലാരിറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മീഡിയയിലായിക്കോട്ടെ, വിഷ്വൽ മീഡിയയിലായിക്കോട്ടെ, പ്രിന്റ് മീഡിയയിലായിക്കോട്ടെ, സ്റ്റേറ്റ് നാഷണൽ, ഞാനും അത് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാനും കേരള സ്പോർട്സ് കൗൺസിലിൽ കോച്ചായിരുന്നു. അന്ന് എൻ്റെ കുട്ടികൾ സ്റ്റേറ്റ് സ്കൂളിൽ മെഡൽ മേടിച്ചു കഴിഞ്ഞാൽ പത്രക്കാർ പുറത്തുനിന്ന് വിടത്തില്ല. ടി വിയിൽ വൈകുന്നേരം തന്നെ മുഴുവൻ കഥകൾ ആ കുട്ടിയുടെ കംപ്ലീറ്റ്. അപ്പോൾ വളരെ ഒരു പോപ്പുലാരിറ്റി ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ആ പോപ്പുലാരിറ്റിയുടെ പുറയിലാണ് പരിശീലകരും കായികാധ്യാപകരും. നമ്മുടെ കായികാധ്യാപകർ പ്രതിഭകളെ കണ്ടെത്താൻ വളരെ മിടുക്കന്മാരാണ്. പക്ഷെ അവരുടെ തുടർന്നുള്ള പരിശീലനം അതൊരു ലോങ് ടേം അത്ലറ്റ് ഡെവലപ്മെന്റ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ആ അത്ലറ്റിന്റെ വളർച്ച അനുസരിച്ചുള്ള ഒരു പരിശീലനമായിരിക്കണം. അതായത് ഞാൻ ആദ്യം പറഞ്ഞ ഈ 10,000 ഹവേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം 10 വർഷമാണ്. ഈ 10,000 ഹവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ ലെവൽ 1 കോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈയിടെ ഒരു പരിശീലകയോട് ചോദിച്ചു. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ പരിശീലകയാണ്. ഞാൻ ചോദിച്ചു, താങ്കൾ ഏത് ഏജ് ഗ്രൂപ്പുള്ള അത്ലറ്റുകളെയാണ് പരിശീലിക്കുന്നത്? പറഞ്ഞു, സാർ 14 to 16. നിങ്ങൾ ഒരു ദിവസം എത്ര മണിക്കൂർ ഈ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കും? അപ്പം പറഞ്ഞു, സാർ 12 സെഷനായിട്ട് 24 മണിക്കൂർ പരിശീലനം കൊടുക്കുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ആ കുട്ടി എവിടെ എത്തും? എന്നാൽ അതെന്താണ്? അത് ഓവർ ട്രെയിനിങ് ആണ്, ഏർലി സ്പെഷ്യലൈസേഷൻ ആണ്. ഇത് അവരുടെ മാത്രം കുറ്റമല്ല. അപ്പൊ ഞാൻ ജിജി തോമസ് സാറുണ്ട് ഇവിടെ, അദ്ദേഹത്തിന് അറിയാം. ഈ സായില് എല്ലാ വർഷവും അപ്രൈസൽ റിപ്പോർട്ട് കൊടുക്കും. നിങ്ങൾ എത്ര നാഷണൽ ചാമ്പ്യൻസിന് ഉണ്ടാക്കി, എത്ര ജൂനിയർ നാഷണൽ ചാമ്പ്യൻസിനെ ഉണ്ടാക്കി, എത്ര സീനിയർ നാഷണൽ ചാമ്പ്യൻസിനെ ഉണ്ടാക്കി എന്നുള്ളൊരു കണക്കുണ്ട്. അതാണ് അവരുടെ അപ്രൈസൽ. അതവിടെ സംഭവിച്ചില്ലെങ്കിൽ ആ കോച്ച് ഉപയോഗശൂന്യമായ ഒരു കോച്ചായിട്ട് മാറും. അപ്പൊ 24 മണിക്കൂർ ഒരാഴ്ചയിൽ ഒരു ദിവസം 4 മണിക്കൂർ വെച്ച് ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിയുടെ അക്കാഡമിക് വശങ്ങളെ പറ്റി ഈ പരിശീലനോ അല്ലെങ്കിൽ ഈ പറയുന്ന സെന്ററോ ശ്രദ്ധിക്കുന്നില്ല. കാരണം നമുക്കെല്ലാം അറിയാം, 2 മണിക്കൂർ കാലത്ത് ട്രെയിനിങ് കഴിഞ്ഞാൽ ആ കുട്ടി ക്ലാസ്സിൽ പോയിരുന്ന ഉറങ്ങത്തേ ഉള്ളൂ. കാരണം അവൻ അത്ര വളർച്ചയായിട്ടില്ല. അതുപോലെ തന്നെ 2 മണിക്കൂർ വൈകുന്നേരം ട്രെയിനിങ് കഴിഞ്ഞാൽ അവൻ വീട്ടിൽ വന്നിട്ട് അവനോ ആയിക്കിട്ട് ആ കുട്ടി ഒന്നും പഠിക്കാൻ പോകുന്നില്ല, കേട്ട് കിടന്ന് ഉറങ്ങും. കാരണം ഈ സ്പോർട്സ് ട്രെയിനിങ് എക്സോസ്റ്റീവ് ആണ്. ഞാൻ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇന്റർനാഷണൽ കോഴ്സിന് കൊളാർഡോ സ്പ്രിങ്സിൽ പോയിരുന്നു. അതിനുശേഷം 1 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ അപ്രന്റീസ്ഷിപ്പിന് പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിൽ പോയിരുന്നു. അപ്പൊ അവിടെ ഒരു പരിശീലനം ഞാൻ കണ്ടു. അപ്പം അദ്ദേഹം ത്രോസിന്റെ പരിശീലനമാണ്. ഞാൻ ചോദിച്ചു, താങ്കൾ എത്ര കായിക താരങ്ങൾക്ക് ഒരു ദിവസം പരിശീലനം കൊടുക്കും? അയാൾ പറഞ്ഞു 26 പേര്, പല ഡിസിപ്ലിൻ, ഹാമർ ത്രോ ഉണ്ട്, ജാവലിൻ, ഷോർട്ട് പുട്ടുണ്ട്, ഡിസ്കസ് ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളെ കൊണ്ട് ഇതെങ്ങനെ സാധിക്കുന്നു? ഇന്ത്യയിലാണെങ്കിൽ ഒരു പരിശീലനം 4 അത്ലറ്റുകളെക്കാൾ കൂടുതൽ പരിശീലിപ്പിക്കാൻ സാധിക്കുന്നില്ല. ഇതെങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു? അയാൾ പറഞ്ഞു, ഞാൻ 7 മണി മുതൽ വൈകുന്നേരം ഉച്ചയ്ക്ക് 2 മണിക്കൂർ ബ്രേക്ക്, പിന്നെ വൈകുന്നേരം 7 മണി വരെ ട്രെയിനിങ്, ഏകദേശം 8 മണിക്കൂർ. ഈ 8 മണിക്കൂറിൽ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഒരാഴ്ചയിൽ 12 മണിക്കൂറിൽ കൂടുതൽ ട്രെയിനിങ് കൊടുത്താൽ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി പെനലൈസ് ചെയ്യും. 12 മണിക്കൂർ കൂടുതൽ. അപ്പം ഈ പറയുന്ന 17-നും 19-നും ഇടയ്ക്കുള്ള കുട്ടികളാണ്. ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ഇപ്പൊ തയ്യാറായിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. ഇന്റർനാഷണൽ ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായിട്ടുള്ള വെബിനാറ് തീർച്ചയായിട്ടും കേരളത്തിന്റെ കായിക മേഖലയെ സംബന്ധിച്ചുള്ള ഗൗരവമേറിയ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നത് തന്നെയാണ് കേട്ട വർത്തമാനങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. യഥാർത്ഥത്തിൽ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ഗാന്ധി ഒരിക്കൽ പറയുണ്ടായി, ഓട്ട മത്സരത്തിൽ ഒരാൾ ജയിക്കുന്നത് അയാൾ വേഗത്തിൽ ഓടിയത് കൊണ്ട് മാത്രമല്ല, കൂടെ ഓടാൻ ആളുകൾ ഉണ്ടായത് കൊണ്ട് കൂടിയാണ് എന്ന്. അതായത് വിജയപരാജയങ്ങളെ ഒരുപോലെ കാണുന്ന ഒരു സമഭാവനയും അപരനെ പരിഗണിക്കുകയും ചെയ്യുന്ന മൂല്യങ്ങളാണ് ഒളിമ്പിക്സിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. എക്സലൻസ്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് റെസ്പെക്ട്, പ്രാഗൽഭ്യം, സൗഹാർദ്ദം, ബഹുമാനം, ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ ഒരു മൂല്യങ്ങൾ കൂടി ഒളിമ്പിക്സ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒളിമ്പിക്സിന്റെ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സമ്മേളനമായതുകൊണ്ട് തീർച്ചയായിട്ടും ഇക്കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അടിത്തറയിൽ നിന്നുകൊണ്ട് ഒളിമ്പിക്സ് ഇപ്പോഴും വിഭാവനം ചെയ്യപ്പെട്ടതിന് ശേഷവും ആ കൂടുതൽ മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സിയൂസ് ദേവനോട് ആരാധന എന്നതിൽ നിന്ന് ഇന്ന് ലോക ജനത ഒന്നാകെ ഉറ്റുനോക്കുന്ന ഒരു കായിക മേളയായിട്ട് അത് മാറിയിരിക്കും. പുതിയ കായിക ഇനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത് പലപാട് വിപുലീകരിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന വേള ഇന്ന് ലോകം മുഴുവൻ കണ്ണു നട്ടിരിക്കുന്ന ഒന്നായി മാറിയത്. വർഗീയമായ ഉച്ചനീചത്വങ്ങളെയും വംശീയമായ ഉച്ചനീചത്വങ്ങളെയും എല്ലാം മറികടന്നുകൊണ്ട്
കഴിവുള്ളവർ ആദരിക്കപ്പെടുന്ന സമത്വം ഒളിമ്പിക്സ് മുന്നോട്ട് വയ്ക്കുന്ന മഹത്തായ ഒരു മൂല്യമാണ്. ഈ കായിക സംസ്കാരത്തിന്റെ ഒരു സാർവലൗകികമായ വിതരണമാണ് ഒളിമ്പിക്സ് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ഒളിമ്പിക്സിന്റെ 2020 നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അത് ദുർബലമായി പോയി. നമ്മളെല്ലാവരും പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പല മേഖലകളും മാറ്റിവെക്കേണ്ട സാഹചര്യവും ഉണ്ടായി. ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി അതുകൊണ്ട് തന്നെ സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ആക്റ്റീവ്, സ്റ്റേ ഹെൽത്തി എന്ന പ്രമേയം മുന്നോട്ട് വെച്ചുകൊണ്ട് ലോകത്താകമാനമുള്ള കായിക താരങ്ങളോടും അല്ലാത്തവരോടും കായികക്ഷമതയെ സംബന്ധിച്ചും ആരോഗ്യത്തെ സംബന്ധിച്ചുമുള്ള ഒരു സന്ദേശം കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. ഞാൻ കൂടുതൽ പറയുന്നത് ഈ സന്ദർഭത്തിൽ കേരളത്തെ സംബന്ധിച്ച് ചില ചർച്ചകൾ നടത്തേണ്ട ചില അഭിപ്രായങ്ങൾ ഈ വെബിനാർ ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ കാലത്തെ നമ്മൾ എങ്ങനെയാണ് അതിജീവിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് പി ടി ഉഷയെ പോലെയുള്ള ഒളിമ്പ്യന്മാരായ അഭിമാന താരങ്ങളുണ്ട്. അതോടൊപ്പം പി യു ചിത്രയെ പോലെയുള്ള ഭാവി താരങ്ങളുമുണ്ട്. പക്ഷെ പലപ്പോഴും കായിക രംഗത്ത് വേണ്ടത്ര മുന്നേറാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് വസ്തുത. നമുക്ക് സ്പോർട്സ് ഹോസ്റ്റലുകളും മികച്ച പരിശീലനവും കളിക്കളങ്ങളും നീന്തൽക്കുളങ്ങളും എല്ലാം കൂടുതൽ ഉണ്ടാക്കി ഉറപ്പാക്കാൻ ശ്രമിക്കുമ്പോഴും ആ പ്രവർത്തനങ്ങളുടെ വേണ്ടത്ര ഫലം, റിസൾട്ട്, ഔട്ട്പുട്ട് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളൊരു പരിശോധനയ്ക്ക് പോകേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ സംഘടനകളിലും പ്രസ്ഥാനങ്ങളിലുമെല്ലാം ഉണ്ടായിരിക്കേണ്ട ഒരു പ്രാഥമികമായ കാര്യം സ്പാർക്കിംഗ് ഉള്ളവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. കേഡർ ആൻഡ് വർക്കർ ഞങ്ങൾ പറയും എപ്പോഴും. കേഡറും വർക്കറും തമ്മിൽ വ്യത്യാസമുണ്ട്. കേഡറുടെ സ്പാർക്കിംഗ് ഉള്ളവരെ ഏത് തലത്തിൽ കണ്ടാലും വളർത്തിയെടുത്ത് ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു സംഘടന നയിക്കുന്നവരുടെ പ്രാഥമികമായ ഒരു ദൗത്യമാണ്. ഈ സ്പാർക്കിംഗ് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുപോലെ കായികക്ഷമതയുടെ സ്പാർക്കിംഗ് കാണുന്നവർ കണ്ടെത്തുന്നതിലും അവരെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിലും അവർക്ക് പരിശീലനം നൽകുന്ന പരിശീലകരെ പരിശീലിപ്പിച്ചെടുക്കുന്നതിലും നമ്മുടെ രീതികൾ വേണ്ടത്ര ശരിയാണോ എന്നുള്ളൊരു ചർച്ച നിങ്ങൾക്ക് നടത്താൻ കഴിയുമെങ്കിൽ അത് നന്നായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായിട്ടും കായിക താരങ്ങളുടെ അപ്ലിഫ്റ്റ്മെന്റും അവർക്ക് നൽകുന്ന പരിശീലനവും കൂടുതൽ സൂക്ഷ്മതയുള്ളതാക്കി മാറ്റുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു സമഗ്രമായ പഠനം ഉണ്ടാകുന്നത് നന്നായിരുന്നു. അതിനൊരു എന്താണ് നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു ഔട്ട്പുട്ട് എന്നത് മനസ്സിലാക്കാൻ പര്യാപ്തമായ ഒരു വൈറ്റ് പേപ്പർ കൊണ്ടുവരുന്ന നിലയിൽ ഈ വെബിനാറിന്റെ ചർച്ചകളിലൂടെ നമ്മുടെ ലൂപ്പ് ഹോൾസ്, നമ്മുടെ പോയിന്റ്സ് കണ്ടെത്തി അത് ട്രാൻസ്പെറന്റ് ആയി പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഒരു ദേശീയ സ്പോർട്സ് ഇൻഫർമേഷൻ സെന്റർ കേരളത്തിൽ സ്ഥാപിക്കാൻ കേരള ഒളിമ്പിക് അസോസിയേഷൻ മുൻകൈയെടുത്താൽ അത് ഉചിതമായിരിക്കും എന്ന് കൂടി ഞാൻ പറയുകയാണ്. ഗ്രീക്കിനെ സംബന്ധിച്ച് ഒളിമ്പിക്സ് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ആ സംസ്കാരത്തിന്റെ ഭാഗമായ ഒളിമ്പിക്സ് കാലഗണന പരിമാണങ്ങൾ കൊണ്ട് ജീവിതത്തിന് തന്നെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു. ഞാൻ പറയുന്നത് ഇത്തവണത്തെ ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് ലോകത്തിന്റെ വളർച്ചയുടെ കൂട്ടത്തിൽ വ്യക്തികളുടെ ശാരീരിക ശേഷിയുടെയും പ്രതിരോധ ശേഷിയുടെയും ഒരു മെസ്സേജ് കൂടി നമുക്ക് കൊടുക്കാൻ കഴിയണം. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഓരോ മനുഷ്യനും കായിക താരങ്ങൾ ആണെങ്കിലും അല്ലെങ്കിലും പരിപാലിക്കേണ്ട ശാരീരിക ക്ഷമതയ്ക്ക് വേണ്ടിയുള്ള രോഗപ്രതിരോധത്തിന് വേണ്ടിയുള്ള എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടതിനെ സംബന്ധിച്ചും ശ്രദ്ധേയമായൊരു സന്ദേശം നൽകാൻ ഈ വെബിനാറിന് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഈ വെബിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കും. ഹലോ, താങ്ക് യു സർ. ഈ നല്ല നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ പരിഗണിക്കുന്നതാണ്. അങ്ങ് പറഞ്ഞതുപോലെ ഇന്നത്തെ ചർച്ചയിലുള്ള അഭിപ്രായങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒരു വൈറ്റ് പേപ്പർ തീർച്ചയായിട്ടും ഞങ്ങൾ ഉണ്ടാക്കും. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ ഒളിമ്പിക് മൂല്യങ്ങളും നിലനിർത്തണമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ദേശീയ സ്പോർട്സ് ഒരു ഇൻഫർമേഷൻ സെന്റർ വേണമെന്നുള്ള നല്ലൊരു നിർദ്ദേശമാണ്. ഇത് ആരും ഇതിനു മുമ്പ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇത് വളരെ നല്ല സ്പാർക്കുള്ള ആൾക്കാരെ തന്നെ കണ്ടെത്തണമെന്ന് പറഞ്ഞതും ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. ഏതായാലും അങ്ങ് വന്നതിൽ വളരെ വളരെ സന്തോഷം. തീർച്ചയായിട്ടും അങ്ങയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഞങ്ങളൊരു വൈറ്റ് പേപ്പർ ഉണ്ടാക്കി അവിടെ കൊണ്ട് കാണിക്കുകയും ചെയ്യും. താങ്ക് യു വെരി മച്ച്.
താങ്ക് യു. നമുക്ക് അടുത്ത സ്പീക്കറിലേക്ക് കിടക്കാം. നമസ്കാരം, ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ സർ രാമകൃഷ്ണൻ സാർ, ജിജി സാർ, ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽകുമാർ സാർ, മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങൾ. ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ വെബിനാറിൽ സംസ്ഥാന അസോസിയേഷനുകളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം നൽകിയത്. അതിന് ആദ്യമേ ഒളിമ്പിക് അസോസിയേഷനോടും ഇതിന്റെ മോഡറേറ്ററായ ജി സാറിനോടും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ മലയാള മനോരോടും നന്ദി അറിയിക്കുന്നു. യഥാർത്ഥത്തില് സംസ്ഥാന അസോസിയേഷനുകൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ എല്ലാ സ്പോർട്സുകളെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണെന്ന് എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും ഏറ്റവും അധികം കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു മേഖലയാണ് ഈ അസോസിയേഷനുകളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നതാണ്. സെലക്ഷനും ടാലന്റ് ഐഡന്റിഫിക്കേഷനും അവരുടെ ട്രെയിനിങ്ങും ഇപ്പോൾ കൺട്രോൾ ചെയ്തിരിക്കുന്നത് സംസ്ഥാന അസോസിയേഷനുകളാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് സ്പോർട്സ് കൗൺസിൽ നേരിട്ട് നടത്തുന്നത്. ഒളിമ്പിക് അസോസിയേഷൻ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സുനിൽ സാറിന്റെ നേതൃത്വത്തിൽ വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് വരുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇനി ഭാവിയിൽ പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു. യഥാർത്ഥത്തിൽ ഇതിന്റെ കറക്റ്റ് ടാലന്റ് ഐഡന്റിഫിക്കേഷനും ട്രെയിനിങ് എന്നുള്ള വിഷയത്തിലേക്ക് മാത്രമായിട്ട് ഞാൻ കൊണ്ടുവരികയാണ്, സമയക്കുറവുള്ളത് കൊണ്ട്. അതായത് നമ്മൾ സാധാരണ രീതിയിൽ ടാലന്റ് ഐഡന്റിഫിക്കേഷൻ ചെയ്യുന്നത് ഇപ്പോൾ ഫിഫ പോലെയുള്ള സംവിധാനത്തിന് റീജിയണൽ സ്കൗട്ട്സിന് സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ട്. കോച്ചസിന്റെ പാനലിൽ നിന്ന് തന്നെ സ്കൗട്ടിങ്ങിന് താല്പര്യമുള്ളവരെ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സാണ്. അത് സംസ്ഥാന അസോസിയേഷനുകളുടെ എല്ലാ ഡിസിപ്ലിനിലും റീജിയണൽ തലത്തില്, ഗ്രാമതലത്തിലും, വില്ലേജ് അടിസ്ഥാനത്തിലും റീജിയണൽ സ്കൗട്ട്സിനെ വോളണ്ടിയർ ബേസിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കോച്ചസ് ആകാം, പഴയകാല പ്ലേയേഴ്സ് ആകാം, അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സ്കൗട്ടിംഗ് സംവിധാനം ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ തുടങ്ങാനുള്ള ഒരു പ്രയത്നം എല്ലാ അസോസിയേഷനുകളും നടത്തേണ്ടതുണ്ട്. അതിനുശേഷം ആ ഗ്രാസ് റൂട്ടിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫുട്ബോളിനെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ മറ്റു ഗെയിമുകളിൽ അതിനനുസരിച്ച് ഇപ്പോ പത്മിനി മാഡം പറഞ്ഞു 5ാം ക്ലാസ്. ഞങ്ങളെ സംബന്ധിച്ച് 6 വയസ്സിലാണ് ഗ്രാസ് റൂട്ടിന്റെ ആക്ടിവിറ്റി തുടങ്ങുന്നത്. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ഞങ്ങൾ മാസ് പാർട്ടിസിപ്പേഷൻ ആണ് ഉദ്ദേശിക്കുക. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഈ സ്പോർട്സിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടണം. അതിനുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് മുന്നോട്ട് പോയത്. അതിന്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ മനസ്സിലായി കാണും. ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് ക്രിക്കറ്റ് ആയിരുന്നു കേരളത്തിൽ ഡോമിനേറ്റ് ചെയ്തിരുന്ന ഒരു ഇവന്റ് എങ്കിലും ഇപ്പോഴും ഫിനാൻഷ്യലി ക്രിക്കറ്റ് ഡോമിനേറ്റ് ചെയ്യുന്നെങ്കിലും ഞങ്ങൾ ഫുട്ബോള് അതിനെ മറികടന്ന് പബ്ലിക്കലി ഡോമിനേറ്റ് ചെയ്യാൻ ഞങ്ങളുടെ ഈ ഗ്രാസ് റൂട്ടിലെ മാസ് പാർട്ടിസിപ്പേഷൻ ഞങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് തന്നിട്ടുണ്ടെന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ ഇത്തരത്തില് വരുന്ന ഒരു മാസ് പാർട്ടിസിപ്പേഷനിൽ വരുന്ന കുട്ടികളെ അതിൽ അട്രാക്ട് ചെയ്ത് നിർത്തുന്ന തരത്തിലുള്ള ഫൺ ഓറിയന്റഡ് ആ പ്രായത്തിനനുസരിച്ചിട്ടുള്ള അട്രാക്റ്റീവ് പ്രോഗ്രാംസ് ട്രെയിനേഴ്സിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അത് എല്ലാ സ്പോർട്സിലും വരണം. അതിനുശേഷം അതിന്റെ ഒരു സെക്കൻഡ് ഫേസ് ഞങ്ങൾ സാധാരണ അസോസിയേഷനുകളോട് എല്ലാവരുടെയും ഭാഗത്ത് ഉണ്ടാകേണ്ടത് തീർച്ചയായിട്ടും സെക്കൻഡ് ഫേസിൽ ടെക്നിക്കലി അവരെ സൗണ്ട് ആക്കുന്ന തരത്തിലുള്ള ക്വാളിഫൈഡ് കോച്ചസിനെയും എക്സ്പീരിയൻസ് കോച്ചസിന്റെ അണ്ടറിലേക്ക് ഇവരെ ഐഡന്റിഫൈ ചെയ്ത് ഡയറക്റ്റ് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ടെക്നിക്കൽ സ്കില്ല് 12നും 16നും ഇടയിൽ പെർഫെക്റ്റ് ചെയ്യുകയും അവിടെ അവർക്ക് വേണ്ട എല്ലാ ടെസ്റ്റുകളും അവരുടെ ഈവൻ സ്പെസിഫിക് സ്പോർട്സിലേക്ക് അവരെ സെഗ്രിഗേറ്റ് ചെയ്യാൻ തരത്തിലുള്ള രീതിയിലുള്ള ഒരു ടെസ്റ്റിംഗ് സമ്പ്രദായം കൂടെ ഉണ്ടാക്കി അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സ്പോർട്സിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ എല്ലാ സ്പോർട്സുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൂട്ടായ പ്രയത്നം നടത്തേണ്ടതും അതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാകേണ്ടതും അത്യാവശ്യമാണ്. അതിന് ഒളിമ്പിക് അസോസിയേഷന് തീർച്ചയായിട്ടും വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അത് നടപ്പിലാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ആ ടാലന്റ് സെഗ്രിഗേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് സ്പെഷ്യലൈസ്ഡ് കോമ്പറ്റീഷൻ ഓറിയന്റഡ് സിസ്റ്റത്തിലേക്ക് കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ എലൈറ്റ് ട്രെയിനിങ് സെന്ററിലേക്ക് വരേണ്ടത്. ആ എലൈറ്റ് ട്രെയിനിങ് സെന്ററിൽ എത്തുന്ന കുട്ടികളെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഒരു ഫുൾ ടീമിന്റെ സപ്പോർട്ട് ഓരോ ഡിസിപ്ലിനും കിട്ടുന്ന ഒരു എലൈറ്റ് ട്രെയിനിങ് സെന്റർ ആയിരിക്കണം. അവിടെ ഫിസിയോളജി ആയാലും സൈക്കോളജിക്കൽ ആയാലും എല്ലാ തരത്തിലുള്ള അഡ്വാൻസ്ഡ് സിസ്റ്റമുള്ള ട്രെയിനിങ് സെന്റർ ഓരോ ഡിസിപ്ലിനും അവർക്ക് കണ്ടിന്യൂസ് കിട്ടത്തക്ക തരത്തിലായിരിക്കും. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഹോക്കിയില് നാഷണൽ ലീഗ് ഒന്നും നടക്കുന്നില്ല. പക്ഷേ ഹോക്കി ഇന്ത്യയുടെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് മെത്തേഡ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ കുട്ടികൾ കണ്ടിന്യൂസ് എലൈറ്റ് ട്രെയിനിങ് സെന്ററിൽ കോമ്പറ്റീഷൻ റെഡിനെസ്സോടുകൂടി തയ്യാറായി പ്രാക്ടീസ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും
ഹോക്കി ടീം പുറത്തു പോവുക, ആ പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. നാഷണൽ ലെവലിൽ ഒരു ലീഗ് പോലും ഇല്ലാതിരുന്നിട്ട്. അപ്പൊ മറ്റുള്ള ഇപ്പൊ ക്രിക്കറ്റിലും ഫുട്ബോളിലൊക്കെ ലീഗ് ഉണ്ടെങ്കിൽ പോലും ആ ലെവലിൽ എന്നിട്ടും അവർക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്ന് വേണം ഒരു പക്ഷേ പറയേണ്ടി വരിക. ക്രിക്കറ്റിനെ ഞാൻ അതിലേക്ക് കൊണ്ടുവരുന്നില്ല, കാരണം അത് ഒളിമ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു കണക്റ്റഡ് പ്രോഗ്രാം എല്ലാ അസോസിയേഷനുകളെയും വിളിച്ചുകൂട്ടി കായിക വകുപ്പും കായികമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ ഇതിലുണ്ടായാൽ ഇതിന് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ട്രെയിനിങ് എന്ന് പറയുന്ന വിഷയത്തിലേക്ക് കടക്കുമ്പോൾ വളരെ ദുഃഖകരമായിട്ടും ഇപ്പൊ ജിജി സാറിന് ഒരുപക്ഷെ പറയാൻ സാധിക്കുമായിരിക്കും, നമ്മൾ കാണുന്ന ഒരു വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ കായിക ഇനത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന പല ഫെസിലിറ്റീസും പല മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതാണ് കൂടുതലായിട്ട് കാണുക. അതേസമയം സായിയുടെ ഒരു സെന്ററിലും നമ്മൾ ഇന്ന് വരെ ഒരു സംസ്ഥാന സമ്മേളനമോ അഖിലേന്ത്യാ സമ്മേളനമോ നടത്തി കണ്ടു കാണാൻ വഴിയില്ല. അപ്പൊ അത്തരത്തിലൊരു കൾച്ചർ എന്തുകൊണ്ട് കേരളത്തിലെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല? അതിനുവേണ്ടി എല്ലാ കായികമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും കായിക വകുപ്പിന്റെ അണ്ടറിലേക്ക് മാറ്റാനുള്ള ഒരു വളരെ പ്രായോഗികമായിട്ടുള്ള തരത്തിൽ ചർച്ചകൾ നടക്കണം എന്ന് തന്നെയാണ്. കാരണം ഇപ്പോ ഒരു സ്റ്റേഡിയത്തിന് നമ്മൾ ആവശ്യമായിട്ട് ചെല്ലുമ്പോൾ PWD എഞ്ചിനീയർ മുനിസിപ്പാലിറ്റിയാണ് അതിന്റെ ചാർജ്. അദ്ദേഹത്തിന് 100,000 പ്രശ്നങ്ങളുടെ ഇടയിൽ സ്പോർട്സ് ഒരു ലീസ്റ്റ് പ്രയോറിറ്റിയാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി നമുക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ. അതേസമയം ഇതൊരു സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലാണെങ്കിൽ നമ്മളുടെ ആവശ്യത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു നടപടി എടുക്കാനായിട്ട് സാധിച്ചേക്കാം. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തണം എന്നും പറഞ്ഞുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. നന്ദി, നമസ്കാരം. അടുത്ത സ്പീക്കറെ വിളിക്കട്ടെ, ശ്രീ പഴനിയാപിള്ള. അദ്ദേഹം നമ്മുടെ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ടെക്നിക്കൽ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്ന ആളാണ്. അത്ലറ്റിക്സിൽ വളരെ വളരെ കാലം, എനിക്ക് അറിവുള്ള കാലം മുതൽ ഞാൻ കേൾക്കുന്ന പേരാണ് പഴനിയാപിള്ള. അപ്പൊ അദ്ദേഹത്തിന് ഇതിനകത്തുള്ള വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ക്ഷണിക്കുന്നു. ആദ്യമായി ഒളിമ്പിക് അസോസിയേഷനും മലയാള മനോരമയ്ക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു ഈ ഒരു അവസരത്തിൽ പങ്കെടുക്കാനുള്ള ചാൻസ് തന്നതിന്. ഇന്നത്തെ ഈ ഡിസ്കഷൻ പൊട്ടൻഷ്യൽ ഐഡന്റിഫിക്കേഷനും അതുപോലെ തന്നെ അവരെ എങ്ങനെ പരിശീലിപ്പിക്കുന്നു എന്നതിനെ കുറിച്ചുള്ളതാണ്. വളരെ കാലം ഈ മേഖലയായിട്ട് ബന്ധമുള്ളായിരുന്ന എനിക്ക് ജീവിരാജ സ്പോർട്സ് സ്കൂൾ തുടങ്ങുന്ന കാലം മുതലേ അറിയാം. അന്ന് ഏറ്റവും ബെസ്റ്റ് ടാലന്റഡ് അത്ലറ്റ്സിനെ സ്പോർട്സ് താരങ്ങളെയായിരുന്നു അന്ന് ജീവിരാജ സ്പോർട്സ് സ്കൂളിൽ സെലക്ട് ചെയ്തിരുന്നത്. അതിനുശേഷം ഉണ്ടായിരുന്ന ജനറൽ സ്കൂളുകാരുടെ കംപ്ലൈന്റ് ഉള്ളതിന് ശേഷം ഈ സംവിധാനത്തിനെല്ലാം മാറ്റം വന്നു. ജീവിരാജയിലേക്ക് ജനറൽ സ്കൂളിൽ നിന്ന് ആരും അത്ലറ്റ്സിനെയോ അല്ലെങ്കിൽ സ്പോർട്സ് താരങ്ങളെ സ്പെയർ ചെയ്യുന്നില്ല എന്നൊരു അവസരം വന്നതോടെയാണ് ജീവിരാജ സ്പോർട്സ് സ്കൂള് ഇന്നുള്ള ഈ നിലയിലേക്ക് താന്നുപോയത്. പൊട്ടൻഷ്യൽ ആയിട്ടുള്ള അത്ലറ്റ്സ് അല്ല അവിടെ, ഒരു അത്ലറ്റ്സ് അല്ല, പ്ലേയേഴ്സോ അത്ലറ്റ്സോ കോമൺ ആയിട്ട് പറയാം, അവരാരും അവിടെ വരുന്നില്ല. അവിടെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കൂൾ എങ്ങനെയെങ്കിലും ഫങ്ഷൻ ചെയ്യണം എന്നുള്ളതിൽ മാത്രമേ ഉള്ളൂ. അവിടെ ആ സ്കൂൾ ഫങ്ഷൻ ചെയ്യാൻ ഉള്ള സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കുക. ഞങ്ങൾ അതിൽ ഇൻവോൾവ് ആയിരുന്നു. മിസ്റ്റർ പത്രോസ് മുത്തായി സാറൊക്കെ ഞങ്ങൾ ഇൻവോൾവ് ആയിരുന്നപ്പം ഞങ്ങൾക്ക് അവരാവശ്യപ്പെട്ടത് ഈ എങ്ങനെയെങ്കിലും ഇത്രയും സ്ട്രെങ്ത് ഉണ്ടാക്കി തരണം എന്നുള്ളൊരു ആവശ്യം അവരാവശ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ കണ്ണൂർ സ്പോർട്സ് സ്കൂളും അതുപോലെ തന്നെ നമ്മുടെ സ്പോർട്സ് ഹോസ്റ്റൽസിലുള്ള എല്ലായിടത്തും എങ്ങനെയെങ്കിലും ആ സ്ട്രെങ്ത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ അതപ്പതിച്ചു പോയത് കൊണ്ടാണ് പൊട്ടൻഷ്യൽ അല്ല അവിടെ വരുന്നത്. നെയിംസേക്ക് ഉള്ള കുറെ കുട്ടികൾ മാത്രം വരുന്നു. അവർ കുറ്റം പറയുന്നില്ല. നമുക്ക് ഏറ്റവും ഐഡന്റിഫൈഡ് ആയിരിക്കുന്നതായ ടാലന്റഡ് ആയിരിക്കുന്ന അത്ലറ്റ്സിനെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സംവിധാനം നമ്മൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കണം. ജി സാർ നേരത്തെ പറഞ്ഞു, അതായത് നമ്മൾ വരുന്ന അത്ലറ്റ്സ് വരുന്ന ആളിൽ നിന്ന് വരുന്നതിൽ മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. ബേസിക്കലി ടാലന്റഡ് ആയ എത്രയോ കുട്ടികൾ നമ്മുടെ സ്കൂളുകളിൽ എല്ലാം ഉണ്ട്. പക്ഷെ അവരാരും തന്നെ ഒരുപക്ഷെ പേരൻസോ മറ്റാരും സ്പെയർ ചെയ്യുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു സത്യം കൂടെയാണ്. അതാണ് നമുക്ക് പരിമിതി വന്നിരിക്കുന്നത്. വരുന്ന ആളിൽ നിന്ന് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്ത് അവരെ പരിശീലിപ്പിക്കുന്നുള്ളൂ. വേറെ മറ്റുള്ള സംസ്ഥാനങ്ങൾ ഹരിയാന സാറ് കോട്ട് ചെയ്ത് പറഞ്ഞു, ഹരിയാനയിലെ അക്കാഡമിക്കൊന്നും അവർ അത്ര ഇൻട്രസ്റ്റ് ഇല്ല, പക്ഷെ അവർ വെരി മച്ച് ഓൺലി ഓൺ സ്പോർട്സിന് മാത്രം അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അത്രമാത്രം ഇഫക്റ്റീവായിട്ട് വരുന്നു. നമുക്കിവിടെ ഇതൊരു സൈഡ് ട്രാക്ക് ചെയ്തിരിക്കുന്ന ഒരു മേഖലയിൽ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ വന്ന് അവർ പരിശീലിച്ച്
വളർന്നു വരുന്നു എന്നുള്ളതല്ലാതെ വേറൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ മറ്റൊന്നാണ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിന്റെ അപാകത ഏറ്റവും കൂടുതൽ കാണുന്നുണ്ട്. അക്കാഡമിക്കൽ ഇൻട്രസ്റ്റ് വന്ന സ്കൂളുകളിലെ ഗ്രൗണ്ടുകൾ കൂടെ കൺവേർട്ട് ചെയ്ത് എല്ലാം ബിൽഡിങ്ങുകൾ കെട്ടിയപ്പോഴേ കുട്ടികൾക്ക് ഒരു മൂവ്മെന്റ്സിനുള്ള ഒരു സ്ഥലം കൂടി ഇല്ലാതെ വരുന്നു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും സ്കൂളുകളിൽ ഇരിക്കുന്ന ഗ്രൗണ്ടുകൾ അതിനു വേണ്ടിയിട്ട് മാത്രം റിസർവ് ചെയ്താനുള്ള ഒരു സംവിധാനം നമ്മൾ ഗവൺമെന്റ് തലത്തിൽ ഉണ്ടാക്കണം. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല, അതിൽ വേണ്ടിയിരിക്കുന്നത് പരിശീലനത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ. ഇന്നിരിക്കുന്ന പണ്ടുള്ള ട്രഡീഷണൽ സിസ്റ്റം പോയിട്ട് ഇന്ന് വേണ്ടത് ലേറ്റസ്റ്റ് ആയിട്ടിരിക്കുന്ന ധാരാളം എക്യുപ്മെന്റ്സിന് ആവശ്യമുണ്ട്. ആ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സംവിധാനവും നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം എന്ന് എനിക്കൊരു അഭ്യർത്ഥനയുള്ളതാണ്. പിന്നെ ഹോസ്റ്റലുകളിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാലം കഴിയുന്ന അവരുടെ എത്ര കാലം അവിടെ നിൽക്കുമോ അത്ര കാലം നിൽക്കുന്ന ഒരു സംവിധാനം, ഇവർക്ക് എത്രമാത്രം അവർ നമുക്ക് റിസൾട്ട് തരുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് റിസൾട്ട് ഇല്ലാത്തവരെ റീറ്റേൺ ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല എന്നുള്ള ഒരു അഭ്യർത്ഥന ഉണ്ട്. പിന്നെ മിസ്റ്റർ പത്രോസ് മുത്തായി സാറൊക്കെ ഇരിക്കുന്ന ഞങ്ങളൊരു പ്രപ്പോസൽ കൊടുത്താണ്. കായിക മേഖല എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് ഒരു 8-10 വർഷങ്ങൾ തുടർച്ചയായിട്ട് വരുന്ന ഒരു സംവിധാനത്തിലുള്ള പരിശീലന മേഖലയാണ്. മാറി മാറി വരുന്ന അഡ്മിനിസ്ട്രേഷൻസ്, മാറി മാറി വരുന്ന സ്കീമുകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ ഒളിമ്പ്യാഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 10-15 വർഷം മുമ്പ് തുടങ്ങി വീണ്ടും ഇപ്പോഴും തിരിച്ചു വന്നിരിക്കുന്നു. അതായിരിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ മാറുമ്പോൾ നമ്മുടെ സ്പോർട്സ് പോളിസി കംപ്ലീറ്റ് മാറിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ ഏറ്റവും നല്ലത് ഏറ്റവും കഴിവുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ആൾക്കാരും കായിക മേഖലയിൽ എത്രമാത്രം കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ സാധിച്ചിരുന്ന ആൾക്കാരെ വെച്ചിട്ടുള്ള സെപ്പറേറ്റ് കമ്മിറ്റി അവരായിരിക്കണം ഈ പരിശീലന മേഖലയെ മാത്രം നോക്കേണ്ടത്. അല്ലാതെ അഡ്മിനിസ്ട്രേഷൻ സ്പോർട്സ് കൗൺസിലോ ഡയറക്ടറേറ്റിലോ അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ ഇതും കൂടെ ഒരു പാർട്ടായിട്ട് കൊണ്ടുവന്നുണ്ടെങ്കിൽ അതിനെന്നും രാഷ്ട്രീയമായിട്ടുള്ള മാറ്റം കാരണം ഒരിക്കലും നമ്മൾ ഒരു ലെവലും അച്ചീവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. താങ്ക് യു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മാറി മാറി ഗവൺമെന്റിൽ വരുമ്പോൾ പോളിസികളിൽ മാറ്റം ഉണ്ടാകുന്നു. അത് വലിയ പ്രശ്നമാണ്. നെക്സ്റ്റ് വി ഹാവ് ഡോക്ടർ ടി.ഐ. മനോജ്. ഷീ ഈസ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. Thank you for the DJ Thompson, sir. And thank you for the Olympic Association and Malayalam Manorama for this inviting me for this webinar. Actually, നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ടാലന്റ് ഐഡന്റിഫിക്കേഷനും അതുമായിട്ടൊരു ബന്ധപ്പെട്ട പരിശീലനമാണ്. ആക്ച്വലി നമ്മളുടെ ഒരു എല്ലാ രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഈ ഏർലി ടാലന്റ് ഐഡന്റിഫിക്കേഷന്റെ ലക്ഷ്യം ഗിഫ്റ്റഡ് ആയിട്ടുള്ള അത്ലറ്റിനെ കണ്ടെത്തുക എന്നാണ്. പക്ഷെ നമുക്ക് ആക്ച്വലി ഒരു റിയൽ ആയിട്ട് ഒരു സയന്റിഫിക് ആയിട്ട് ഒരു ടാലന്റ് ഐഡന്റിഫിക്കേഷൻ ഡെവലപ്മെന്റ് സിസ്റ്റം നമുക്ക് ഇതുവരെ ഇല്ല. അപ്പൊ നമ്മളുടെ പല കൺട്രീസ് പല സ്റ്റേറ്റുകളും പല തരത്തിലുള്ള സിസ്റ്റംസ് ഫോളോ ചെയ്യുന്നുണ്ട്. ചിലവർ ഇയർലി ആയിട്ട് ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇയർലി ഡിക്റ്റേഷൻ സിസ്റ്റത്തിന്റെ ഉള്ള ചില ഇവന്റുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിമ്മിങ്, പിന്നെ അത്ലറ്റിക്സ്, അങ്ങനെ തന്നെ ജിംനാസ്റ്റിക്സ്, ആ ഇനങ്ങളിൽ ഇയർലി ഡിറ്റക്ഷൻ ഈസ് പിന്നെ ഓഫ് ഗിഫ്റ്റഡ് ടാലൻസ് പിന്നെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. പക്ഷെ അതിന്റെ ഇയർലി ഡിറ്റക്ഷന്റെ ഒരു ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ക്രൊണോളജിക്കൽ ഏജിന്റെ ബേസിലാണ് ഈ കുട്ടികളെ കണ്ടെത്തുന്നത്. പക്ഷെ അപ്പൊ ആ ഇത് വരുമ്പോൾ ഇയർലി മച്ചുവർ ആയിട്ടുള്ള ബയോളജിക്കലി മച്ചുവർ ആയിട്ടുള്ള കുട്ടികൾക്ക് എപ്പോഴും അഡ്വാൻറ്റേജ് കിട്ടും. പക്ഷെ ഈ ഡിഫറൻസ് ഓൾമോസ്റ്റ് അഡോളസെന്റ് പീരീഡ് വരുന്നവരെ കാണുകയുള്ളൂ. അത് കഴിയുമ്പോൾ ബാക്കിയുള്ളവരുടെ ഒപ്പം തന്നെയാണ് അവർ വരുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും ഒരു ഗിഫ്റ്റഡ് ആയിട്ടുള്ളവരെ അല്ല പലപ്പോഴും കണ്ടെത്തുന്നത്. നമുക്കറിയാം, സാർ പറഞ്ഞ പോലെ നമുക്ക് സാർ അറിയാം, ഒരു ഒളിമ്പിക് മെഡൽ സാർ പറഞ്ഞു ഓൾമോസ്റ്റ് ചൈന വിൽ കോസ്റ്റ് അറൌണ്ട് മോർ ദാൻ 75 കോഴ്സ്. അപ്പൊ ഓൾമോസ്റ്റ് സെയിം ലെവലിലുള്ള പൈസ. അതായത് ദർ ഇസ് എ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മണി സ്പെൻഡ് ആൻഡ് ദ മെഡൽസ് ഗെയിൻ. അപ്പൊ നമുക്ക് അതുപോലെ എന്തുമാത്രം മണി നമ്മൾ ഇതിലേക്ക് സ്പെൻഡ് ചെയ്യുന്നത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു മെയിൻ വേറൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് മച്ചുവർ ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തി നമുക്ക് പരിശീലിപ്പിക്കാൻ കഴിയണം. പക്ഷെ അതിന് വേണ്ടത് ബ്രോഡ് ബേസിംഗ് ആണ്. ബ്രോഡ് ബേസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടോട്ടൽ സ്കൂൾ സിസ്റ്റത്തിൽ ഇപ്പോൾ ആക്ച്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 2-3%, മാക്സിമം 5% കുട്ടികളാണ്.
ബാക്കി 95% കുട്ടികളും യാതൊരു വിധത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയിലും ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നില്ല. പക്ഷേ നമ്മൾക്ക് മാക്സിമം നമ്പർ ഓഫ് കുട്ടികളെ ഈ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ബ്രോഡ് ബേസ് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ടാലൻസിനെ കണ്ടെത്തുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നതിന്റെ എത്രയേറെ ടാലന്റിനെ നമുക്ക് തീർച്ചയായിട്ടും കണ്ടെത്താൻ പറ്റും. പക്ഷെ അതാണ് ആ ബ്രോഡ് ബേസിങ്ങിനായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ഫിസിക്കൽ എഡ്യൂക്കേഷൻ കരിക്കുലർ ആയിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ വീണ്ടും നമ്മളത് ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോഴും അത് എഫക്റ്റീവ് ആയിട്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിന്റെ ഷോർട്ടേജ് ഉണ്ട്, ഗ്രൗണ്ട് ഫെസിലിറ്റീസിന്റെ ഷോർട്ടേജ് ഉണ്ട്. അങ്ങനെ പല ഷോർട്ടേജ് കാരണം നമുക്കത് ഇത് എത്താനായിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ അതൊരു വലിയ ഇതാണ്. പക്ഷെ ഞാൻ കരുതുന്നില്ല ഇതുപോലെ പിന്നെ രാധാകൃഷ്ണൻ സാറ് പറഞ്ഞ പോലെ 10,000 hours ഇറ്റ്സ് നോട്ട് എ തമ്പ് റൂൾ. ഒത്തിരി എവിഡൻസ് ഉണ്ട്. ഇപ്പം ലെസ് ദാൻ 5 years പിന്നെ ട്രെയിനിങ് ഏജ് ഉള്ള ഒരു കഴിഞ്ഞ ഒളിമ്പിക്സിൽ 46% മെഡൽ നേടിയിരിക്കുന്നത് ലെസ് ദാൻ 5 years ഇത് ഉള്ളവരാണ്. അതുപോലെ ഈ റീസൈക്ലിംഗ് ടാലന്റ് റീസൈക്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം വൺ ടാലന്റ് ടു ചേഞ്ചിങ് ടു അതർ ടാലന്റ്. അതെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ ഇസൻ ബോവ വേൾഡ് pole vault women champion. Actually, she was training up to the 15 years in gymnastics. അതുപോലെ പിന്നെ ചൈനയില് നമ്മളുടെ ഈ ഡൈവിങ്ങില് മെഡൽസ് വന്ന വളരെ കൂടുതൽ കുട്ടികളും പിന്നെ ബേസിക് ആയിട്ട് ജിംനാസ്റ്റിക്സ് ട്രെയിൻ ചെയ്തവരാണ്. അപ്പൊ അതുപോലെ നമുക്ക് രണ്ട് കാര്യങ്ങൾ, ഒന്ന് ടാലന്റ് റീസൈക്ലിങ്ങിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം, അതുപോലെ മറ്റൊരു ഏജന്റ് ടാലന്റ് ഐഡന്റിഫിക്കേഷൻ. അത് രണ്ട് കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുപോലെ പിന്നെ ലേറ്റസ്റ്റ് ടെക്നോളജി, ഒരു മിനിറ്റ് കൂടി സർ. ലേറ്റസ്റ്റ് ടെക്നോളജി നമ്മളിപ്പോ DNA ടെസ്റ്റിംഗ്, ഇപ്പൊ നമ്മളിപ്പോ വേൾഡ് വൈഡ് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ DNA ടെസ്റ്റിംഗ് ഇസ് ഒരു ടാലന്റ് സ്പോട്ട് ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു മെത്തഡോളജി ആയിട്ട് ഇപ്പോൾ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അവരിപ്പം ഓസ്ട്രേലിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ആണ് ആദ്യം ASTM3 എന്ന് പറഞ്ഞിട്ടുള്ള സ്പീഡ് ജീൻ കണ്ടെത്തി. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട 3 ജീനോടൈപ്പ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആക്ച്വലി ഇപ്പൊ ചൈനീസ് സ്പോർട്സിൽ മിഡിൽ ഡിസ്റ്റൻസ് ആൻഡ് ലോങ് ഡിസ്റ്റൻസുകാരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജിനോടൈപ്പ് അവർ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് അങ്ങനെ ഒരു എക്സ്പേർട്ട് സിസ്റ്റം, അതുപോലെ തന്നെ DNA പോലെയുള്ള ലേറ്റസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ച്, ഈ ടാലന്റ് ഐഡന്റിഫിക്കേഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. താങ്ക് യു. Thank you. Next we have an eminent sports psychologist, Stalin. Stalin, can you? Yeah. Okay, I can see you now. Yeah, please go ahead. We have a major time constraint. Please limit it to 3 minutes. Okay. എന്തായാലും ജിജി സാറിനും വളരെ ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒളിമ്പിക് അസോസിയേഷൻ മനോരമയ്ക്കും ഇതിൽ ഉൾപ്പെടുത്തിയതിന് പ്രത്യേകം നന്ദി. ഇങ്ങനെ ഗോൾഡൻ പീരീഡ് ഓഫ് ലേണിംഗ് എന്ന് പഠനങ്ങൾ പറയുന്നത് 6 മുതൽ 12 വയസ്സ് വരെയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തില്, ഈ ഒരു ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റ് നടക്കുന്ന ഇനങ്ങൾ തീരെ കുറവാണ്. അതൊരു വലിയ ഒരു കുറവായിട്ടാണ് എപ്പോഴും കാണാറ്. ഗ്രാസ് റൂട്ടാണ് മാസ് പാർട്ടിസിപ്പേഷൻ. അനിൽ സാറിനെ സൂചിപ്പിച്ചതുപോലെ മാസ് പാർട്ടിസിപ്പേഷനുള്ള ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം ഈ ഗോൾഡൻ പീരീഡ് ഓഫ് ലേണിംഗിൽ ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ ഡെവലപ്പ് ചെയ്യുന്ന, ഫണ്ടമെന്റൽസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏജാണ്. ഈ ഏജിൽ നമ്മുടെ കേരളത്തിൽ ട്രെയിനിങ് നടത്തുന്ന, അല്ലെങ്കിൽ ഒരു കുട്ടികൾക്ക് യോജിച്ച രീതിയിലുള്ള പരിശീലനം നടത്തുന്നത് വളരെ വളരെ കുറവ് ഇനങ്ങളിൽ മാത്രമേ ഉള്ളൂ. അത് വലിയൊരു ഘടകമാണ്. കാരണം നമ്മൾ ഈ ഗോൾഡൻ പീരീഡ് ഓഫ് ലേണിംഗ് കഴിഞ്ഞ ഒരു 12-13 വയസ്സൊക്കെ ആകുമ്പോഴാണ് നമ്മളിവിടെ ഒരു ബേസിക്സ് ഒക്കെ തുടങ്ങുന്നത് തന്നെ. അത് തന്നെ നമ്മൾ മാറ്റി ഒളിമ്പിക് അസോസിയേഷനൊക്കെ അതിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഏത് ഏജ് മുതലാണ് 6 മുതൽ 12 വയസ്സ് വരെയാണ് ഗോൾഡൻ ലേണിംഗ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി മോട്ടോർ ലേണിംഗിന്റെ കാര്യത്തിൽ ലേണിംഗ് ത്രൂ ഔട്ട് ലൈഫ് നടക്കും, പക്ഷെ ഗോൾഡൻ പീരീഡ് ഓഫ് ലേണിംഗ്. അപ്പൊ ഈ ഒരു ഏജ് കാറ്റഗറിയിൽ കുറച്ചും കൂടി ടാലൻസിനെ കണ്ടെത്തി അതിന് ചെയ്യാവുന്ന പ്രൊജക്ടുകൾ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അത് മുഖ്യ മാറ്റം സംഭവിക്കും. കിഡ്സ് അത്ലറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് അത്ലറ്റിക് അസോസിയേഷൻ ഒരു പ്രൊജക്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ഗെയിമുകൾക്കും ഉപയോഗിക്കാവുന്ന ഫണ്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ്. അതെല്ലാം സ്പ്രെഡ് ചെയ്ത് തന്നെ അതിൽ നിന്ന് തന്നെ പല പല ഗെയിമുകളിലേക്ക് അവരുടെ ടാലൻസിനെ സ്ക്രീൻ ഔട്ട് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. ഈ ഒരു കാര്യം തന്നെ പറയുമ്പോൾ തന്നെ സ്പോർട്സ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ പല കുട്ടികളും നമ്മൾ സ്പോർട്സിൽ തന്നെ വളരുന്ന സാഹചര്യങ്ങളിൽ
നല്ല ടഫായിട്ടുള്ളവരുണ്ട്. പക്ഷെ പല പല കുട്ടികളും ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വളരെ ടഫല്ല. ഉദാഹരണം പറഞ്ഞാൽ ഒരു ചെടി നമ്മൾ നടുകയാണെങ്കിൽ നല്ല വളക്കൂറുള്ള മണ്ണിലാണെങ്കിൽ ആ വളം ഉപയോഗിച്ച് നല്ല തഴച്ചു വളരും. പക്ഷെ വളക്കൂറില്ലാത്ത മണ്ണിലാണെങ്കിൽ അത് തഴച്ചു വളരില്ല. പക്ഷെ വളക്കൂറില്ലാത്ത മണ്ണിലാണെങ്കിൽ പോലും നല്ല വളവും നല്ല വെള്ളവും കൊടുത്താൽ അത് തഴച്ചു വളരും. അപ്പോൾ ജീവിത സാഹചര്യങ്ങളിലൂടെ ടഫായിട്ട് വളരുന്ന കുട്ടികളെ സംബന്ധിച്ച് കുഴപ്പമില്ല. പക്ഷെ സ്പോർട്സ് സൈക്കോളജിയുടെ കാര്യത്തിൽ ജീവിത സാഹചര്യങ്ങളിൽ ടഫായി വളരാതെ ഒത്തിരി ഓവർ കെയറും ഭയങ്കര കംഫർട്ട് സ്റ്റേഷനിൽ വളരുന്ന കുട്ടികളൊക്കെ റിയൽ കോമ്പറ്റീഷൻ സമയങ്ങളിലൊക്കെ സ്ട്രഗിൾ ചെയ്യും. അവർക്ക് പ്രഷറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, ഹൈലി ടെൻസ്ഡ് ആവും, കോമ്പറ്റീഷൻ തന്നെ ഒരു ഫിയർഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരും. അവിടെ നമുക്ക് സ്പോർട്സ് സൈക്കോളജിക്ക് വളരെ പ്രധാനപ്പെട്ട റോൾ. ഞാൻ നേരത്തെ പറഞ്ഞു, വളക്കൂറില്ലാത്ത മണ്ണിൽ വളമിട്ടാൽ ആ ചെടി നന്നായിട്ട് വളരും. അതുപോലെ തന്നെ ഇവർ ഈ ഒരു ടഫ് അല്ലാത്ത കുട്ടികളെ, മെന്റലി സ്ട്രോങ് അല്ലാത്ത കുട്ടികൾക്ക് നല്ല സൈക്കോളജിക്കൽ സ്കിൽസിന്റെ ട്രെയിനിങ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് അവർ നല്ല കോമ്പറ്റീറ്റർ ആയിട്ട് മാറും. ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റി ടാലൻസ് ഉണ്ടാവും അവരുടെ ഗെയിമുകളിൽ. പക്ഷെ മെന്റലി ഹൈലി സ്കിൽഫുൾ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ സമയത്ത് അവർ പതറും. നമുക്ക് കിട്ടേണ്ട ഒരു മെഡൽ, ഒരു പക്ഷെ ഇന്ത്യക്ക് കിട്ടേണ്ട മെഡൽ, പല വേൾഡ് ചാമ്പ്യൻഷിപ്പ് കിട്ടേണ്ട മെഡൽ കിട്ടാതെ പോകും. അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു ഇന്ത്യൻ താരത്തിന് ആ ലെവലിൽ വരുമ്പോൾ അങ്ങനെ പ്രോബ്ലം വരുമെന്ന് ചോദിക്കും. അങ്ങനെ പ്രോബ്ലം വരും. ഒരു ഇന്ത്യൻ താരത്തിന് ഒരു പക്ഷേ സീനിയർ നാഷണൽസ് കളിക്കുമ്പോൾ ഒരു പക്ഷേ മെന്റൽ ഇഷ്യൂസ് വരില്ല, അല്ലെങ്കിൽ അവർക്ക് പ്രഷർ ഹാൻഡ്ലിംഗ് ഇഷ്യൂ വരില്ല. അല്ലെങ്കിൽ ഒരു സീനിയർ നാഷണൽസ് കളിക്കുന്ന ഒരാൾക്ക് ഇന്റർ ഡിസ്ട്രിക്ട് കളിക്കുമ്പോൾ വരില്ല. പക്ഷെ ഒരു ഇന്റർനാഷണൽ പ്ലെയർക്ക് ഹയർ ലെവലിൽ വരുമ്പോൾ ഈ ലെവലിലുള്ള ഇഷ്യൂ വരും. അപ്പോൾ നമ്മൾ ഈ സ്പോർട്സ് സയൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തീരെ കുറവാണ്. ഇപ്പൊ സൈക്കോളജി ആയിക്കോട്ടെ, സ്പോർട്സ് മെഡിസിൻ ആയിക്കോട്ടെ, പിന്നെ ബയോമെക്കാനിക്കൽ വീഡിയോ അനാലിസിസ് ആയിക്കോട്ടെ, ഈ ഏരിയകളിൽ സ്പോർട്സ് സയൻസുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തീരെ കുറവാണ്. അതിലും കൂടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഒരു പക്ഷെ ഫോർത്ത് വന്നത് ബ്രോൺസ് സിൽവറും സിൽവർ ഗോൾഡും ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ സ്പോർട്സ് സയൻസും ഇതിനോടൊപ്പം തന്നെ കോച്ചിങ്ങും ട്രെയിനിങ്ങിനോടൊപ്പം തന്നെ സ്പോർട്സ് സയൻസും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ മെഡൽ നേടുന്ന ഒരു തലമുറയിൽ തന്നെ വാർത്തെടുക്കാൻ സാധിക്കും. താങ്ക് യു. Thank you, sir. Thank you very much. And now we have Mr. Ranjit, M.R. Ranjit, who is the treasurer of the KOA, Kerala Olympic Association, the treasurer, Sri Ranjit. ഇതിൽ പ്രധാനമായിട്ട് മുമ്പ് ചർച്ച ചെയ്തതിൽ പങ്കെടുത്തുള്ള പാനലിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ നമ്മൾ പ്രധാനമായും ഫോളോ ചെയ്യണം തോന്നുന്നു. അതിലിപ്പോ ഈ സെലക്ഷൻ നോംസിന്റെ പരിഷ്കരണം, ഇവിടെ നമ്മൾ വിഷയം എന്ന് പറയുന്ന കായിക പ്രതിഭകളെ കണ്ടെത്തലും പരിശീലനവും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ടാലന്റ് ഐഡന്റിഫിക്കേഷൻ തന്നെയാണ് ഇപ്പോഴും പ്രശ്നം വരുന്നത്. അതിനുള്ളിൽ രണ്ട് തരത്തിൽ ഇതിനെടുക്കേണ്ടി വരും. പലപ്പോഴും നമ്മൾ ഇപ്പോ സ്പോർട്സ് സോഷ്യൽ സ്കീമും അതിന്റെ പരിശീലനങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ സെക്രട്ടറി പറഞ്ഞു, അതിനു മുമ്പ് സംസാരിച്ച മുൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒക്കെ പറഞ്ഞു. ഇവിടെ വരുന്നത് നമ്മൾ പൊതുവായി ഓരോരുത്തരും ചർച്ചയിൽ പറയുമ്പോഴൊക്കെ വന്നിട്ടുള്ള പുതിയ കണ്ടെത്തിയിട്ടുള്ള കായിക താരങ്ങളെ പരിശീലനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ കുറച്ചുകൂടി ഒരു വേറെ രീതിയിലേക്ക് കൊണ്ടുപോവാണ്. എൻ്റെ അഭിപ്രായം മാത്രമായിട്ടാണ് ചർച്ചകൾ വരേണ്ടതുമാണ്. ഒരു കേരളത്തിൽ തന്നെ ഒരു ജനകീയ കായിക സംസ്കാരം എന്നുള്ള വലിയൊരു ലക്ഷ്യത്തിലേക്ക് എത്തേണ്ട ഒരു വിഷയമുണ്ട്. അത് ഞാൻ സൂചിപ്പിക്കാൻ കാരണം, ഇപ്പോ ടി ഐ മനോജ് പറഞ്ഞൊരു വിഷയം, കേവലം 5% കുട്ടികൾ പങ്കെടുക്കുന്നു മത്സരങ്ങൾ. അപ്പൊ ഈ പറയുന്ന പോലെ നമ്മുടെ ഇവിടുത്തെ കാഴ്ചപ്പാടുകളിൽ തന്നെ കുറച്ച് മാറ്റം വരേണ്ടതുണ്ട്. നമ്മുടെ പ്രസിഡന്റും തുടക്കത്തിൽ പറഞ്ഞു, പഠനത്തോടൊപ്പം തന്നെ കായിക വിദ്യാഭ്യാസവും ഈ ശാരീരിക ക്ഷമതയും ഇതിനെയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ വരണം. അതിനൊരു ജനകീയമായിട്ടുള്ള കായിക സംസ്കാരം വേണമെങ്കിൽ തീർച്ചയായും സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ ഇതിന്റെ ഒരു പ്രാധാന്യം, സ്പോർട്സിന്റെ പ്രാധാന്യം ഒക്കെ വരേണ്ടതുണ്ട്. ഇനി കായിക പ്രതിഭകളെ കണ്ടെത്തുന്ന ഘട്ടത്തിൽ വരുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് സ്പോർട്സ് സയൻസസിന്റെ ഒരു ഉപയോഗം, അതിന്റെ പ്രയോഗം നമ്മൾ പലപ്പോഴും കൃത്യമായ രീതിയിൽ നടത്തുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ പരിശീലകരാണ് ഇപ്പൊ സെലക്ഷനായി പോകുന്നത്. ഈ കായിക പ്രതിഭകളെ കണ്ടെത്തുക എന്ന് പറയുന്നത് സെലക്ഷന് പോകുന്ന പരിശീലകർ NIS കഴിഞ്ഞ് അവർ ജോലിയിൽ പ്രവേശിക്കുന്നു. ഇതിനു മുമ്പ് സംസാരിച്ച രാധാകൃഷ്ണൻ നായർ സാർ ഉൾപ്പെടെ പറഞ്ഞ വിഷയങ്ങൾ എന്താ? അതിനുശേഷമുള്ള അവരുടെ റിഫ്രഷർ കോഴ്സ് എന്നതിലേക്ക് അവർ പോകുന്നേയില്ല. അവർക്ക് പുതിയ രീതിയിലുള്ള ടെക്നിക്കുകൾ, പുതിയ രീതിയിലുള്ള പരിശീലന സാധ്യതകൾ, അതിൽ അഡ്വാൻസ് സ്പോർട്സ് സയൻസസിന്റെ സ്പോർട്സ് ന്യൂട്രീഷൻ ആയിക്കോട്ടെ, സൈക്കോളജി ആയിക്കോട്ടെ, ഫിസിയോളജിക്കൽ ആയിക്കോട്ടെ, ഈവൻ ബയോമെക്കാനിക്സ് ഉൾപ്പെടെയുള്ള അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സയൻസിന്റെ ഉപയോഗത്തെ കുറിച്ചൊന്നും തന്നെ അതിലേക്കുള്ള റിഫ്രഷ്മെന്റിലേക്കോ പോകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിലേക്ക് കൂടി കാര്യങ്ങളെ കൊണ്ടുചെന്നാൽ മാത്രമാണ് നമുക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു സെലക്ഷൻ പ്രോസസ്സിലേക്ക് എത്താൻ കഴിയും. സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യം ശരി തന്നെ, സെലക്ഷൻ പ്രോസസ്സിനേക്കാൾ കൂടുതൽ ഈ പറഞ്ഞ പരിശീലനത്തിലാണ് പ്രശ്നമെന്ന് പറഞ്ഞു. പക്ഷെ അതോടൊപ്പം സെലക്ഷൻ പ്രോസസ്സാണ് നമ്മൾ ഇപ്പോൾ കൂടുതൽ കാണേണ്ടത്.
ഏകദേശം വലിയ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ചെലവ് ഗവൺമെന്റ് തലത്തിൽ നടക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ഈ ഫീൽഡിലേക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാകുന്നില്ല. ഇപ്പോ ജിജി തോമസ് സാർ തുടക്കത്തിൽ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. അതിൽ പറഞ്ഞത് നമ്മൾ ഹരിയാനയെ കുറിച്ച് 46ഓളം സെന്ററുകളാണ് അവിടെ ഇത്തരത്തിലൊരു ഹോസ്റ്റൽ സംവിധാനത്തിലുള്ളത്. കേരളത്തിൽ ആകെ 119 സെന്റർ ഉണ്ട്. നിലവിൽ 119 സെന്ററുകൾ വിവിധ രീതിയിലാണ് സ്കൂള്, കോളേജ്, ഹോസ്റ്റലുകളായിട്ടും ട്രെയിനിങ് സെന്ററുകളൊക്കെ ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അവിടെയും ഈ പറഞ്ഞ പോലെ അവിടെ നിന്നുള്ള ഔട്ട്പുട്ട് കുറഞ്ഞു വരുന്നു. ഇവിടെ എനിക്ക് തോന്നിയത് രണ്ട് കാര്യം ഞാൻ ചെറുതായും സൂചിപ്പിക്കുക, ചർച്ചയിൽ നിന്ന് കിട്ടിയത് വെച്ചിട്ട് ഞാൻ പറയുന്നു. അടുത്ത ചർച്ചയിൽ അത് വരേണ്ടതുണ്ട് തോന്നുന്നു. ഇവിടെ ഇപ്പോ മുൻകാലങ്ങളിൽ മുൻ രാജ്യാന്തര താരങ്ങളായിട്ടുള്ള ആദരണീയരായിട്ടുള്ള വിൽസൺ ചെറിയാനും ബത്നി തോമസ് ഒക്കെ പറഞ്ഞു അവരുടെ കാലഘട്ടത്തിലുള്ള അവരുടെ പെർഫോമൻസിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ ഒരു കായിക താരത്തിന്റെ ഒരു പെർഫോമൻസ് ലെവലിൽ അവർ പരിശീലന കാലയളവിൽ ഉണ്ടാകുന്ന അവരുടെ രീതികൾ, അവരുടെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള വിശ്രമം, അവരുടെ ഭക്ഷണം, അല്ലെങ്കിൽ കഠിനമായ രീതിയിൽ പരിശീലനം, അങ്ങേയറ്റത്ത് ആത്മാർത്ഥതയോടെ അർപ്പണബോധത്തോടെ നമുക്ക് നേടുന്ന പരിശീലനം, അതിലൊക്കെ ഇപ്പോ ഒരു പരിധി വരെ കുറച്ച് കുറവ് വരുന്നുണ്ടോ എന്നുള്ള സംശയമാണ്. അതിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പുതിയ കാലഘട്ടത്തിലെ സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ ആ രൂപത്തിലേക്കൊക്കെ തന്നെ കൂടുതൽ സമയം ഈ കായിക താരങ്ങൾ, നിലവിലെ കായിക താരങ്ങൾ അതിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള സംശയം മാത്രമാണ്. മുൻകാലങ്ങളിൽ ഇപ്പോൾ ബത്നി തോമസും വിൽസൺ ചെറിയാനൊക്കെ വിമൽകുമാറൊക്കെ കളിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ പറയുമ്പോൾ അവർക്ക് അത്തരത്തിലുള്ള അവരുടെ ഒഴിവ് സമയം ആരോഗ്യകരമായ രീതിയിൽ ഉപയോഗിക്കപ്പെട്ടിരുന്നത്. അതവരെ പെർഫോമൻസ് ഡെവലപ്മെന്റിനെ അനുകൂലമായിരുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷെ നിലവിൽ ഇപ്പോൾ പലപ്പോഴും വേണ്ടത്ര രീതിയിൽ ഉറക്കം പോലും കിട്ടാതെ കുട്ടികൾ കൂടുതൽ സമയം മറ്റുള്ള കാര്യങ്ങളിലേക്ക്, മൊബൈലിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ട് എന്ന് തോന്നുന്നു. ഇതൊരു ചർച്ചയ്ക്ക് വേണ്ടി ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ വഴിയെ പറയാം. താങ്ക് യു രഞ്ജിത്ത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവിടെ ഒരുപാട് ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഈ ചോദ്യങ്ങളുടെ ഒരു പ്രളയം തന്നെയാണ്. അപ്പൊ ഇനി ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയാനുള്ള സമയമില്ല. പക്ഷെ ഈ ചോദ്യം ചോദിച്ചവരെ ഒട്ടും വിഷമിക്കേണ്ട. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള മറുപടികൾ നമ്മൾ കറക്റ്റായിട്ട് ഈ ആരാണ് മറുപടി പറയേണ്ടത് അവർക്ക് ഈ ചോദ്യങ്ങൾ എത്തിച്ചു കൊടുക്കാം. അവരിൽ നിന്നും അതിനുള്ള ഉത്തരം കണ്ടുപിടിക്കുകയും ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ ഓരോ ചോദ്യങ്ങളും വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഒന്ന് രണ്ടെണ്ണം മാത്രം പറയാം. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ഇതൊക്കെ പഠിപ്പിക്കാനായിട്ടുള്ള കായിക അധ്യാപകരില്ല. അതാണ് പ്രശ്നം. എന്ന് വെച്ചാൽ ഐഡന്റിഫൈ ചെയ്യാൻ കായിക അധ്യാപകർ വേണ്ട. കേരള പൊതുവിദ്യാലയങ്ങളിൽ 70% സ്കൂളിലും കായിക അധ്യാപക തസ്തികയില്ല. UP 500:1, ഹൈസ്കൂളിൽ 5 ഡിവിഷൻ 10 ക്ലാസ് കൂടാതെ അത് ആദ്യം വേണ്ടേ ആരോഗ്യ കായിക വിദ്യാഭ്യാസം സ്കൂളിൽ നിർബന്ധമായി കായിക അധ്യാപകൻ വേണം. ആ ഉത്തരവ് ഇറക്കാൻ നടപടി വേണം. ഇത് തന്നെയാണ് 2-3 പേര് ചോദിച്ചിരിക്കുന്നത്. സ്കൂളിൽ കായിക അധ്യാപകരുടെ കുറവ് പരിഹരിക്കുക, ഈ KER എടുത്തു മാറ്റി എല്ലാ കുട്ടികൾക്കും കായിക അധ്യാപകരുടെ സേവനം കിട്ടുന്ന രീതിയിൽ KER പരിഷ്കരിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് ചോദിക്കുന്നത്. വീണ്ടും അതേ ചോദ്യമാണ്. 1 to 8 സ്റ്റാൻഡേർഡ് ക്ലാസ്സസ് there were no PE teachers. ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകരില്ല. ഇതാണ് ഒരു വലിയ ഒരു പ്രശ്നം. ഇതാണ് പരിഹരിക്കേണ്ടതെന്നുള്ളതിനകത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. കാരണം കായിക വിദ്യാഭ്യാസം വേണം എന്നൊക്കെ നമ്മൾ പറഞ്ഞാല് അതിനുള്ള അധ്യാപകരെ ഇല്ലാതെ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇത് നടപ്പിലാക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന കാര്യമാണ്. ഇപ്പൊ കേരള ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റും സെക്രട്ടറിയും പിന്നെ സെക്രട്ടറി ജനറലും ഇവിടെ ഉണ്ട്. ഗവൺമെന്റിനെ പ്രതിനിധാനം ചെയ്ത ഗവൺമെന്റിന്റെ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഡയറക്ടർ സ്പോർട്സോ ആരും ഇവിടെ ഇല്ല. എങ്കിലും തീർച്ചയായിട്ടും കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റിന് നിങ്ങൾക്ക് കേരള ഒളിമ്പിക് അസോസിയേഷൻ ഇത് തീർച്ചയായിട്ടും ഇത് ടേക്കപ്പ് ചെയ്യണം. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. മറ്റൊരു കാര്യം പറഞ്ഞത് ഞാൻ എംഫസൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഈ മദർ സ്പോർട്സ് എന്ന് പറയുന്നത് ജിംനാസ്റ്റിക്സ്, സ്വിമ്മിങ്, അതാണ്. അത് കമ്പൽസറി ആക്കണം. ഇവിടെ നമ്മളിവിടെ നേരത്തെ ചർച്ച ചെയ്ത സമയത്ത് പാട്രിക് തോമസ് പറഞ്ഞു, പിന്നെ ലണ്ടനിൽ പോയപ്പോഴും കണ്ട കാഴ്ച പറഞ്ഞു, കുട്ടികളെയൊക്കെ എടുത്ത് വെള്ളത്തിലോട്ട് എറിയുന്ന കാഴ്ച കണ്ടു എന്ന് പറഞ്ഞു. ഇത് വിദേശത്താണെങ്കിൽ പ്രീ നഴ്സറിയിൽ കിൻഡർ ഗാർഡനിൽ ചേർക്കുമ്പോൾ തന്നെ സ്വിമ്മിങ് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർ പഠിപ്പിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ വെള്ളത്തിലിട്ട് എറിഞ്ഞ് പഠിപ്പിക്കുകയാണ്. അപ്പൊ അവർക്കത് പേടി എന്നുള്ള ഒരു കാര്യം തന്നെ അവർക്ക് ഇല്ലാണ്ടാവും. അങ്ങനെ ഭയം എന്നുള്ള ഒരു വികാരമായിട്ട് മനസ്സിൽ നിന്ന് മാറുമ്പോൾ തന്നെയാണ് അവർ നല്ല സ്വിമ്മേഴ്സ് ആയിട്ട് മാറുന്നത്. അപ്പൊ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് കൊടുക്കുന്നു. അങ്ങനെ നാം ചെയ്യണം. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജിംനാസ്റ്റിക്സ്. ഞാൻ പറഞ്ഞല്ലോ,
പിന്നെ ചൈനയിൽ ഞാൻ പോയപ്പോഴും കണ്ടത് കൊച്ചുകുട്ടികൾ 5 or 6 വയസ്സുള്ള പെൺകുട്ടികളെ എല്ലാം കൊണ്ടാണ് ജിംനാസ്റ്റിക്സ് ആയിരക്കണക്കിന് കുട്ടികളെയാണ് പരിശീലിപ്പിക്കുന്നത്. അവരൊക്കെ ഇങ്ങനെ കോച്ചെടുത്ത് മുകളിലോട്ട് എടുത്ത് എറിയുകയാണ്. കണ്ടിട്ട് ശരിക്കും നമുക്ക് തന്നെ കണ്ടിട്ട് പേടിയാവും. എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾ, എന്നിട്ട് അവരെ പരിശീലിപ്പിക്കുന്ന രീതി കണ്ടാൽ നമുക്ക് സഹിക്കാനാവില്ല. ആ രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ടുള്ള ഒരാളിപ്പോഴും വീണ്ടും ഇപ്പൊ എത്തിയിട്ടുണ്ട്, വിമൽ കുമാർ എത്തിയിട്ടുണ്ട്. അപ്പൊ വിമൽ കുമാറിന്റെ അഭിപ്രായം കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കാം. So I thought, sir, Kerala came out with the best policies in the 70s and 80s. നമ്മൾ അന്നത്തെ I still remember, ഞാൻ അന്ന് കളിച്ചു വരുന്ന സമയമായിരുന്നു. ആ സമയത്ത് the Kerala government was the first one to say that every district should have an indoor facility, a swimming pool and an athletic track. ഇത് എല്ലാ ഡിസ്ട്രിക്റ്റിലും വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡോർ സ്റ്റേഡിയം വേണമെന്ന് പറഞ്ഞ പോളിസി ഉണ്ടായിരുന്നു. അത് they tried to implement that. കുറച്ചൊരു ഹാഫ് വേ സ്റ്റേജസിൽ അതെല്ലാം നിർത്തി. അത് പിന്നെ നമ്മൾ പെർസ്യൂ ചെയ്തില്ല. പിന്നെ അതുപോലെ ഒരു കാര്യം നമ്മുടെ 70s-ലെ ലേറ്റ് 70s-ലും ഏർലി 80s-ലും നേരത്തെ ഇവിടെ പാനലിസ്റ്റ് പറഞ്ഞ പോലെ സ്പോർട്സ് സ്കൂൾ വന്നിരുന്നു. അത് that was also very it started off really well. That should have continued. Maybe we were very poor in നമുക്ക് നല്ല ഐഡിയാസ് ഉണ്ട്, പക്ഷെ നമ്മുടെ the biggest problem is implementation. We never implement or continue things which we start well. അങ്ങനത്തെ ഒരു ഇത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഞാൻ അത് കഴിഞ്ഞിട്ട് in 83 I left Kerala. ഞാൻ ഇംഗ്ലണ്ടിൽ പോയി താമസിച്ചു, അങ്ങനെയായിരുന്നു. പക്ഷെ അവിടെയും ഞാൻ നോട്ടീസ് ചെയ്ത വാട്ട് another thing they have observed this. ഡോക്ടർ ചെറിയാൻ പറഞ്ഞ പോലെ 4-നും 6-നും വയസ്സിന് ഇടയ്ക്കുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും they should get an opportunity to indulge in good athletic activity, gymnastics, swimming. ഇത് മൂന്നുമാണ് എല്ലാ സ്പോർട്ടിന്റെയും ബേസ് എന്നാണ് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് I believe that. അത് കഴിഞ്ഞിട്ട് 8-9 വയസ്സ് ഉള്ളപ്പം ആ സമയത്താണ് ഈ 4-നും 6-നും ഇടയ്ക്കാണ് നല്ല കുട്ടികളുടെ നമുക്ക് എന്തെങ്കിലും ഡിഫോമിറ്റി, ഫ്ലാറ്റ് ഫുട്ട്, അങ്ങനത്തെ ഇതൊക്കെ കറക്ഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് 8-9 വയസ്സാകുമ്പോൾ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് you can groom them depending on if they have an aptitude for cricket. We can take them for cricket, then maybe for badminton, volleyball. പക്ഷെ എങ്ങനെ ഈ സ്പോർട്സ് എല്ലാം നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ, നമ്മൾ എല്ലാ സ്പോർട്സിലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾക്ക് വാട്ട് കംസ് ടു us naturally, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഡിസിപ്ലിൻ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നോക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിനെല്ലാം കുറച്ചും കൂടെ we will get better results. പിന്നെ then comes the high end program. That is again a big area. There's a lot of discussion is needed. But early stages, I feel 4 to 6 years, the children could be given an opportunity to indulge in athletic activities, swimming and gymnastics. This is concentrate nallaaയിരിക്കും. This is what I've got to say, sir. Very good job, very good. You have really hit the nail on its head. കാരണം കുട്ടികൾ ചെറുപ്പത്തിലെ ചെറിയ 4 മുതൽ 6 വയസ്സ് വരെയുള്ള ആ ഒരു അതിലേക്ക് നമ്മൾ നോക്കുന്നേ ഇല്ല. നമ്മളിവിടെ പിന്നെ 5ാം ക്ലാസ് 8ാം ക്ലാസ് മുതലുള്ള എങ്ങനെ ശരിയാവും? അപ്പൊ ഇതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എപ്പോഴും നമ്മളെ കാസ്റ്റം യങ് എന്നൊക്കെ പറയും, അതൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ വിമൽ പറഞ്ഞതുപോലെ നമ്മള് നേരത്തെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളിലും ഇൻഡോർ സ്റ്റേഡിയം, എവറി ഡിസ്ട്രിക്ട് സ്പോർട്സ് സ്കൂൾ, അതൊന്നും നടന്നിട്ടില്ല. we had good policy, that was a implementation. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ത്യയിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഏത് രംഗത്ത് നോക്കിയാലും implementation ആണ് വീക്ക്നെസ്. നമ്മൾ വലിയ project or a project should not be judged by its lofty ideals but by its results. ആ പ്രോജക്റ്റ് എന്താണ് റിസൾട്ട് നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ. റിസൾട്ടുകൾ ഇല്ല. ഇപ്പൊ നമുക്ക് ഒരുപാട് സ്കൂളുകൾ ഉണ്ടെന്ന് എന്ത് കാര്യം, നമുക്ക് റിസൾട്ട് ഉണ്ടാവുന്നില്ല. ഞാനവിടെ സ്പോർട്സ് അതോറിറ്റിയുടെ DG ആയിരുന്ന സമയത്ത് ഞാൻ കണ്ട ഒരു കാര്യം, നമുക്ക് ഒരുപാട് എത്രയാണ് 10-50-100ഓളം ട്രെയിനിങ് സെന്ററുകളുണ്ട്. എന്ത് റിസൾട്ടാണ് വരുന്നത്? അതുകൊണ്ടാണ് നമ്മൾ അക്കാഡമീസ് വേണമെന്ന് പറഞ്ഞത്. കൂടുതൽ ഓരോ സ്പോർട്ടിനും കോൺസെൻട്രേറ്റ് ചെയ്തുള്ള അക്കാഡമീസ് ആണ് ഈ മൾട്ടി സ്പോർട്ട് ട്രെയിനിങ് സെന്റേഴ്സിനേക്കാളും നല്ലത്. അത് വേണ്ടെന്നല്ല, അപ്പോഴേ റിസൾട്ട് വരുന്നുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ എല്ലാവരും പറഞ്ഞത്, കഴിഞ്ഞ ഒരു പേപ്പറിന് കഴിയാൻ പറയുകയുണ്ടായി,
ഈ 4-8 വർഷം തുടർച്ചയായിട്ട് നമുക്ക് ഈ ഓരോ സ്കീമുകളും ഓരോ സർക്കാരുകൾ മാറി വരുമ്പോൾ സ്കീമുകൾ മാറും. ഇപ്പൊ ഓപ്പറേഷൻ ഒളിമ്പ്യ എന്ന് പറഞ്ഞ സ്കീം ഉണ്ടായിരുന്നു, നേരത്തെ തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് അത് വേണ്ടാന്ന് വെച്ചു. ഇപ്പൊ പിന്നെ അത് വീണ്ടും വരും. അത് ഗവൺമെന്റ് മാറുന്നതിനനുസരിച്ച് സ്കീംസ് മാറുന്നു. ഇതുകൊണ്ട് തന്നെ എനിക്ക് ഒരു അഭിപ്രായമുണ്ട്. ഞാൻ ഡൽഹിയിൽ സ്പോർട്സ് അതോറിറ്റി DJ ആയിരുന്നപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തിനാണ് ഒരു മിനിസ്ട്രി, എന്ത് വാല്യൂ അഡീഷൻ ആണ് മിനിസ്ട്രി നൽകുന്നത്? കാരണം സ്പോർട്സ് അതോറിറ്റി DG എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ എടുക്കുന്ന തീരുമാനം, പിന്നെ ഞാൻ മിനിസ്ട്രിയിലേക്ക് അയക്കുമ്പോൾ അവിടെ ഒരു ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, പിന്നെ മിനിസ്റ്റർ, ഇത്രയും പേരും കാണുമ്പോഴത്തേക്കും വിലയേറിയ സമയം നഷ്ടപ്പെടുകയാണ്. ഇത് അങ്ങനെ മാറ്റിവെക്കാവുന്ന ഒരു രംഗമല്ല സ്പോർട്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ ഇവിടെ പറയുന്നുണ്ട്, ഇപ്പൊ പച്ചരി തോമസ് പറയുന്നുണ്ട്, ജോലി കൊടുക്കേണ്ട സമയത്ത് ജോലി കൊടുക്കണം, അവർക്ക് ക്യാഷ് അവാർഡ് കൊടുക്കേണ്ട സമയത്ത് ക്യാഷ് അവാർഡ് കൊടുക്കണം. ഇതൊന്നും സമയത്തിന് കൊടുക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയാവൂ. അപ്പൊ ഇതൊന്നും ചെയ്യാതെ നമ്മളിങ്ങനെ വലിയ പ്രശ്നങ്ങൾ നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, കേന്ദ്രത്തിൽ ഈ സ്പോർട്സ് മിനിസ്ട്രി ഇല്ലാതാക്കിയാല് അപ്പൊ നമ്മുടെ സ്പോർട്സിന് കുറച്ചും കൂടെ നന്നാവും. കാരണം അത്രയും കാലതാമസം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അമേരിക്കയിൽ there is no sports ministry, there is only one. ഇവിടെ നേരത്തെ പിന്നെ ഇവിടെ പറയുന്നുണ്ടായി, പിന്നെ ആവശ്യമില്ലാത്ത ഡിലേസ് എല്ലാം ഒഴിവാക്കണം, ഒരുപാട് നല്ല നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് പിന്നെ ഒന്ന് ക്രോഡീകരിക്കാം. ഇനി നമ്മുടെ സ്പീക്കേഴ്സിന് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ മിനിറ്റ് കൊടുക്കാം. ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് മാത്രം പറയാമോ? ഒരു നിർദ്ദേശം പറയാമോ ഈ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ? ഒരു മിനിറ്റ്. എനിക്ക് ഒരു കാര്യം പറയാനുള്ള, ഞങ്ങളുടെ സമയത്ത് ലോങ് ടൈം ക്യാമ്പ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇവൻ ഞാൻ, വിമല, പത്മിനി എല്ലാം 1-2 വർഷം ഒന്നിച്ച് ക്യാമ്പുകളിൽ കിടന്നിട്ടുണ്ട് സർ. ഇപ്പോ അതുപോലെയുള്ള ക്യാമ്പുകൾ മിസ്സിംഗ് ആയിട്ടുണ്ട്. പിന്നെ ഫോറിൻ കോച്ചസിന്റെ ട്രെയിനിങ് അന്ന് നമുക്ക് കിട്ടാറുണ്ടായിരുന്നു, ഫോറിൻ കോച്ചസിന്റെ ട്രെയിനിങ്. പിന്നെ അപ്പൊ നമുക്ക് നല്ല സ്വിമ്മേഴ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനും ഈ യങ്സ്റ്റേഴ്സിനും ജൂനിയേഴ്സിനും അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് അവർ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ചാൻസ് നല്ലോണം ഉണ്ടായിരുന്നു സർ. എസ്പെഷ്യലി അതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കേരളവും ബംഗാളുമാണ്. നമ്മളാണ് കുറച്ചും കൂടെ പൂവർ സ്റ്റേറ്റ്. അപ്പൊ നമുക്ക് വേറെ ഫോറിൻ എക്സ്പോഷറോ വേറെ ഫോറിൻ കോച്ചസിന്റെ ട്രെയിനിങ്ങോ ഒന്നും നമുക്ക് കിട്ടാറില്ല നമ്മുടെ പിള്ളേർക്ക്. അപ്പൊ ഒരു ലോങ് ടൈം ക്യാമ്പ് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇവൻ കേരളത്തിലാണെങ്കിലും നമ്മുടെ സ്റ്റേറ്റിനാണെങ്കിലും അത് ലോങ് ടൈം ക്യാമ്പ് വെച്ചിട്ട് ഒരു ഫോറിൻ കോച്ചിന്റെ ശിക്ഷണം കിട്ടുവാണെങ്കിൽ വളരെ ഇമ്പ്രൂവ് ചെയ്യും സർ. പിന്നെ ഇടയ്ക്ക് നമ്മുടെ എസ്റ്റാബ്ലിഷ് സ്വിമ്മേഴ്സിന്റെ അവരെ കൂടെ വിളിച്ച് ഒരു ചെറിയ ക്ലിനിക്കോ അല്ലെങ്കിൽ ചെറിയൊരു നിർദ്ദേശങ്ങൾ അവരുടെ കൂടെ സ്വീകരിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും സർ എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു വിൽസൺ. നമുക്ക് രാധാകൃഷ്ണനാരൊക്കെ കേൾക്കുന്നുണ്ടാവും. ഒന്നാമത് നമ്മൾ 2007 മുതൽ 2011 വരെ കായികക്ഷമത, സമ്പൂർണ്ണ കായികക്ഷമത എന്ന് പറഞ്ഞൊരു പദ്ധതി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലും വിദ്യാഭ്യാസ വകുപ്പും കൂടെ ആസൂത്രണം ചെയ്യുന്നു. അപ്പോൾ അതിന്റെ ഒരു ടോപ്പായിട്ടുള്ള ആളാണ് ഡോക്ടർ മനോജ് സാറ്. അത് ടാലന്റ് ഐഡന്റിഫിക്കേഷനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡായിരുന്നു. കാരണം എല്ലാ സ്കൂളുകളിലും കായികക്ഷമത പരിശോധിച്ച് അന്ന് നമുക്ക് മനസ്സിലായി കുറച്ച് കുട്ടികളെ സ്പോർട്സിലേക്ക് എടുക്കാം. അല്ലാതെ ഒന്നാമത് വരുന്നതും രണ്ടാമത് വരുന്നതും ജില്ലാ ചാമ്പ്യൻഷിപ്പ് പങ്കെടുക്കുന്നതും ഒന്നും ഒരു മാനദണ്ഡമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ രീതിയിൽ തന്നെ തുടർന്നു പോകും. രണ്ടാമത്തെ കാര്യം, കേരള സ്പോർട്സ് കൗൺസിലിലെ പരിശീലകർക്ക് വിദഗ്ധ പരിശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള അത്ലറ്റുകളെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പരിശീലനം മാത്രമല്ല, 14 വയസ്സുകാരനും 23 വയസ്സുകാരനെയും ഒരേ ഹോസ്റ്റലിൽ ഇട്ട് ട്രെയിൻ ചെയ്യുന്ന ആ ഒരു പദ്ധതി നിർത്തലാക്കണം. കാരണം 8 വയസ്സ് മുതൽ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരു ഹോസ്റ്റൽ, ഡിഗ്രിക്ക് ഒരു ഹോസ്റ്റൽ, അങ്ങനെ വേണം. പിന്നെ വേറെ രാജീവ് സാറും പത്മിനി മാഡവും എല്ലാവരും സംസാരിച്ചു. നമ്മുടെ ഹോസ്റ്റലുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ തീർച്ചയായിട്ടും വിപുലീകരിക്കണം, അല്ലെങ്കിൽ കുട്ടികൾ അങ്ങോട്ട് വരത്തില്ല. അന്നത്തെ കാലമല്ല ഇന്നത്തെ കാലം. എല്ലാവർക്കും ഒരു നല്ല ജീവിതശൈലി ഉണ്ട്. ആ ജീവിതശൈലിക്ക് ചേരുന്ന രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കും. അത്രേ ഉള്ളൂ സർ. താങ്ക് യു സർ. പ്രശ്നമേ ഉള്ളൂ. കാരണം ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ നടക്കുമ്പോൾ നമുക്ക് ടാലന്റ് ഐഡന്റിഫിക്കേഷൻ ബുദ്ധിമുട്ടാവും. അത് തീർന്നാലേ നമ്മുടെ ഈ സമ്പൂർണ്ണ കായികക്ഷമത എന്നുള്ള ആ ലക്ഷ്യം നമുക്ക് നിറവേറ്റാൻ കഴിയുള്ളൂ. എനിക്ക് നല്ല നിർദ്ദേശമാണ് പറഞ്ഞത്. താങ്ക്സ് രാധാകൃഷ്ണൻ. Okay, we will move on to see Dr. Manoj. Dr. Manoj, do you have any other suggestion? Only one thing I want to make an importance. Actually, most of them are now requested. Actually, the basic problem our state is facing now is a lack of physical education teachers in the schools. Actually, there is we need in a government policy in the government level. Actually, 70 to 80% of the schools does not have a qualified physical education.
And even physical education teacher also getting the very low pay. Is like they are not considered at par with the other teachers. Actually, all those physical education teachers working in the high schools also getting only the primary scale, and every year the post is abandoned. What is going on? Is losing when they are retiring when post is going. Actually, without the physical education teacher, the broad basing of the sports, it is not at all possible. Some from political initiative is required to create the physical education teachers post in the all the students. That is the main. Thank you very much. Stalin Rafi? യെസ് യെസ് രണ്ട് ചെറിയ ഒരു മിനിറ്റ്. ഒന്ന്, കഴിഞ്ഞ നാഷണൽ ഗെയിംസിൽ നമ്മൾ 33 ഇനങ്ങളിലായി 398 ഗോൾഡാണ് ഉണ്ടായിരുന്നത്. 14 ഞാൻ അതിൽ അനലൈസ് ചെയ്തപ്പോൾ 14 ഇൻഡിവിജ്വൽ ഇവന്റ്സിൽ നിന്ന് മാത്രം 341 ഗോൾഡും ബാക്കിയുള്ള ഇവന്റ്സുകളിൽ 57 ഗോൾഡും. ഞാൻ ഇവിടെ സ്ട്രെസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ടീം ഗെയിമുകളിലൊക്കെ നല്ല സ്റ്റാൻഡേർഡ് കാണിക്കുന്നുണ്ട് കേരളം. ഇൻഡിവിജ്വൽ ഇവന്റ്സ് 1-2 അത്ലറ്റിക്സ് പോലെയുള്ള ചില കളിലും നമ്മൾ നന്നായിട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗം ഇൻഡിവിജ്വൽ ഇവന്റ്സിലും നമ്മൾ വളരെ പിന്നിലാണ്. ഇത്രയും ഈ അനലൈസ് ചെയ്താൽ മതി, 398-ൽ 341 ഗോൾഡും ഇൻഡിവിജ്വൽ ഇവന്റ്സിലാണ്. അപ്പൊ നമ്മൾ ടീം ഇവന്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇൻഡിവിജ്വൽ ഇവന്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അന്തർദേശീയ താരങ്ങളെയും ഒത്തിരി നല്ല താരങ്ങളെയും വളർത്താൻ സാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, കേരള സ്പോർട്സ് കൗൺസിൽ ആയിക്കോട്ടെ, ഒളിമ്പിക് അസോസിയേഷൻ ആയിക്കോട്ടെ, ഈ സ്പോർട്സ് സയൻസും കൂടി ഇല്ലാതെ അടുത്ത ലെവലിലേക്ക് നമുക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. സ്പോർട്സ് സയൻസും പലതും, സ്പോർട്സ് സൈക്കോളജി മാത്രമല്ല, സ്പോർട്സ് മെഡിസിന്റെ എക്സ്പേർട്ട് ആയിക്കോട്ടെ, അതുപോലെ തന്നെ വീഡിയോ അനാലിസിസ്, എക്സസൈസ് ഫിസിയോളജി. രാധാകൃഷ്ണ സാറ് പറഞ്ഞു 17 വയസ്സാകുമ്പോഴേക്കും നല്ല അത്ലീറ്റ്സ് ഇഞ്ചേർഡ് ആയി ഔട്ട് ആകുന്നു. അതെല്ലാം സ്പോർട്സ് മെഡിസിന്റെ പ്രോപ്പർ ഇംപ്ലിമെന്റേഷന് കുറവാണ്. അപ്പോൾ സ്പോർട്സ് സയൻസും കേരളത്തിൽ നന്നായി ഉണ്ടായാൽ നമ്മളിൽ നിന്നും ഒളിമ്പിക് മെഡലിസ്റ്റുകൾ വരും എന്നുള്ള കാര്യം ഒരു സംശയം. ഈ രണ്ട് സജഷനാണ്. Okay, thank you, Rafi. സാറേ, നേരത്തെ പറഞ്ഞു കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ അതേ 5 വയസ്സ് തൊട്ട് ആണ് കുട്ടികളെ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ ടാലൻസ് കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ ഇവരെല്ലാം തന്നെ സ്കൂളുകളിൽ ഉള്ള കുട്ടികളായിരിക്കും. നേരത്തെ എല്ലാവരും ഡോക്ടർ മനോജ് എല്ലാം കോട്ട് ചെയ്തു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഹൈലി ടാലന്റ് ആയ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെ ചെറുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാനുള്ള പരിമിതി ഉണ്ടാകും എന്നുള്ളത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികളെ സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിന്റെ കൂടെ തന്നെ അവരുടെ അനാറ്റമിക്കൽ സ്ട്രക്ചർ അനാലിസിസും ഫിസിയോളജിക്കലും ഈ രണ്ടും കൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് വേണം ഈ കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. കൂടുതൽ കുട്ടികൾക്ക് കാണുന്നത് സ്ട്രക്ചറൽ ഡിഫോർമിറ്റീസ് ഉണ്ടാകുന്നുണ്ട്. അത് മാറിയിട്ട് ഏറ്റവും നല്ല സ്ട്രക്ചറുള്ള കുട്ടികളെ കണ്ടുപിടിക്കാൻ നമ്മൾ ഇൻട്രസ്റ്റ് എടുക്കണം. അവർക്ക് ഹൈലി ടാലന്റഡ് സ്കിൽ അല്ല കൊടുക്കേണ്ടത്, അവർക്ക് വേണ്ടിയിരിക്കുന്നത് ബേസിക് സ്കില്ലുകൾ, ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകാനുള്ള സ്കില്ലുകളായിരിക്കണം ഈ കുട്ടികളെ കൂടുതൽ ഇൻസിസ്റ്റ് ചെയ്ത് പഠിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. താങ്ക് യു സാർ. താങ്ക് യു. ഇനി നമുക്ക് അതെ, കേരള ഒളിമ്പിക് അസോസിയേഷന്റെ 3 പ്രധാനപ്പെട്ട ആൾക്കാർ സുനിൽകുമാർ, രാജീവ് ആൻഡ് രഞ്ജിത്ത്, 3 പേരുണ്ട്. 3 പേർക്കും കൂടി 1 മിനിറ്റ് എടുക്കാം. 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ഈ കായിക രംഗത്ത് നിന്ന് സ്ഥാനങ്ങളിൽ എത്തിയവരുണ്ട്, അതുപോലെ തന്നെ അതിലെ ജോലി ഉണ്ട്. പക്ഷെ അവരൊന്നും തന്നെ പിൽക്കാലങ്ങളിൽ അവർ പ്രതിദാനം ചെയ്ത മേഖലയിലുള്ള പുതുതലമുറയെ വളർത്തിയെടുക്കുന്നതിൽ അവരുടെ പങ്ക് എത്രയെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വളരെ നില്ലാണ് അവരുടെ പങ്ക്. അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന്. പിന്നെ നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഈ കായിക അധ്യാപകരുടെ നിയമനം സംബന്ധിച്ച് തീർച്ചയായിട്ടും സ്കൂൾ തലത്തിൽ കായിക അധ്യാപകരുടെ നിയമനം റേഷ്യോ അടിസ്ഥാനത്തിൽ കൊണ്ടുവരേണ്ടതാണ്. പക്ഷേ ഇവിടെ കൊണ്ടുവരുമ്പം ആവശ്യത്തിനുള്ള ഗ്രൗണ്ടുകൾ ഇല്ലാത്ത സ്കൂളുകൾ പോലും കായിക അധ്യാപകരെ നിയമിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. കാര്യം അവരുടെയൊക്കെ ഉദ്ദേശം കായിക അധ്യാപകരുടെ നിയമനമല്ല, മറിച്ച് സാമ്പത്തിക നേട്ടങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇൻഫ്രാസ്ട്രക്ചറുള്ള കായിക സ്കൂളുകൾ കണ്ടെത്തി ആ സ്കൂളുകൾക്ക് ആവശ്യമായ കായിക അധ്യാപകരെ നിയമിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ ഗവൺമെന്റിനോട് റെക്കമെൻഡ് ചെയ്യാം. വെരി ഗുഡ്, വെരി ഗുഡ്. ഇന്ന് നമുക്ക് കിട്ടിയ ചർച്ചയിൽ നമുക്കിവിടെ വന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ ഭൂരിപക്ഷം ചോദ്യങ്ങളും ഇതിനെ കുറിച്ചാണ്. കാരണം നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്നതൊക്കെ പ്രഭാവിലാവും. ഇപ്പൊ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 560 പേരാണ് ഇപ്പോഴും ഈ ചർച്ചയിൽ
ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. വ്യൂവേഴ്സിനെല്ലാം നന്ദി പറയുന്നു. ഇന്ന് നമ്മുടെ ഈ ചർച്ചയിൽ ഒരുപാട് പ്രധാനപ്പെട്ട പോയിന്റുകൾ വന്നു. സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് വീണ്ടും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സാധിക്കുന്നില്ല. എങ്കിലും ഒരുപാട് നല്ല പോയിന്റ്സുകൾ നിങ്ങൾ പറഞ്ഞതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പോയിന്റ്സുകളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടി നമ്മൾ ക്രോഡീകരിച്ച് നമ്മളൊരു വൈറ്റ് പേപ്പർ നമ്മൾ ഉണ്ടാക്കും. അതിനകത്ത് നമുക്ക് ചില കാര്യങ്ങൾ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഓഫീസിലായ 3 നേതാക്കന്മാർ ഇരിപ്പുണ്ടല്ലോ, അവർക്ക് അത് ഗവൺമെന്റിൽ അത് പറഞ്ഞ് ചർച്ച ചെയ്ത് അത് നടപ്പിലാക്കണം. കാരണം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ പ്രൈമസി നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം ആദ്യം ശ്രീ രാജീവ് സൂചിപ്പിച്ചു, വിൽസണും എല്ലാവരും അത് തന്നെ സൂചിപ്പിക്കുകയായിരുന്നു. ആദ്യം ഉണ്ടായിരുന്ന പോലെയൊന്നും ഇപ്പൊ ഇല്ല എന്ന് പറയുന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ട് ഉണ്ട്. കാരണം നമുക്ക് ഇനിയിപ്പോഴും അടുത്ത വർഷം ഒളിമ്പിക്സ് നടക്കുമോ എന്നുള്ളത് ഇപ്പോഴും നമുക്ക് നിശ്ചയമില്ല. നടക്കുമെന്ന് തന്നെ വിചാരിക്കണം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ വളരെ കൃത്യതയോടുകൂടി നടക്കണം. ഞാൻ നേരത്തെ പറയുന്നുണ്ടായി, ഞാൻ എന്റെ സ്പോർട്സ് രംഗത്തുള്ള എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്രോബ്ലം, ഒന്ന് നമുക്ക് ഈ കണ്ടിന്യൂറ്റി ഇല്ല. നമ്മൾ വലിയ പ്രോജക്റ്റുകളെ കുറിച്ച് പറയും, ഗവൺമെന്റ് മാറും, അതുപോലെ പ്രോജക്റ്റുകൾ മാറും. പിന്നെ ഞാൻ കണ്ട ഒരു പ്രശ്നം, ഇത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഗവൺമെന്റും നമ്മൾ സർക്കാരി ബാബൂസ് എന്ന് പറയുമല്ലോ, ഞാനും ഒരു സർക്കാരി ബാബുവാണ്. ഈ സർക്കാരി ബാബുമാർക്കുള്ള ഒരു പ്രോബ്ലം, പലർക്കും ഈ വിഷയത്തെ കുറിച്ച് വലിയ അവഗാഹതയില്ല, കമ്മിറ്റ്മെന്റ് ഇല്ല. ഇപ്പൊ സ്പോർട്സ് മറ്റുള്ള IAS ഓഫീസർക്ക് ഏത് ഡിപ്പാർട്ട്മെന്റ് വേണമെങ്കിൽ പോയി ജോലി ചെയ്യാം, ജനറലിസ്റ്റ് ആണ് എന്ന് പറയുകയാണെങ്കിലും ചില ജോലികളിൽ നല്ല പേഴ്സണൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അവർ അതിലേക്ക് വരാൻ പാടില്ല. അതിനുള്ള ഒരു ജോലിയാണ് പിന്നെ സ്പോർട്സ്. ഇവിടെ ആട്ടിൻകാട്ടവും കാപ്പിക്കുരുവും കണ്ടാൽ തിരിച്ചറിയാത്തവരെയൊക്കെ പിടിച്ച് കോഫി ബോർഡ് ചെയർമാനാക്കും. അതുപോലെയാണ് സ്പോർട്സുമായി പുലബന്ധം പോലും ഇല്ലാത്തവരെയൊക്കെ പിടിച്ച് സ്പോർട്സിന്റെ സെക്രട്ടറിമാരാക്കും. ഇപ്പൊ കഴിഞ്ഞ 5 വർഷത്തെ നോക്കുകയാണെങ്കിൽ 6 സെക്രട്ടറിമാർ നമ്മുടെ ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. ഞാൻ 2015 സ്പോർട്സ് അതോറിറ്റി വിട്ട് കേരളത്തിലേക്ക് വന്നു. അതിനുശേഷം ഞാൻ ഓരോ വർഷം ഡൽഹി പോകുമ്പോഴും പുതിയ സെക്രട്ടറിയാണ് കാണുന്നത്. അപ്പൊ പുതിയ സെക്രട്ടറിമാരുടെ കാര്യങ്ങൾ പറയുമ്പോൾ അവർ ഓരോരുത്തർക്കും ഓരോരോ ഐഡിയാസ് ആണ്. ഓരോരുത്തരും പല പല കാര്യങ്ങളാണ് പറയുന്നത്. ഇന്നലെ വരെ ചെയ്തതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ എങ്ങനെ ഇത് ശരിയാവും? അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഒന്ന് വേണ്ടുന്നത് ഇതിന്റെ ഒരു കണ്ടിന്യൂറ്റി വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് കുറച്ച് റെവല്യൂഷണറി ആണ്, കുറച്ച് എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും എന്റെ അഭിപ്രായത്തിൽ സർക്കാരിന് നമുക്കൊരു മിനിസ്ട്രിയുടെ ആവശ്യമില്ല. ഇത് കൈകാര്യം ചെയ്യാനായിട്ട് ഇപ്പൊ സ്പോർട്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ സ്പോർട്സ് അതോറിറ്റി പോലെ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ അത് മതി. അത് കഴിഞ്ഞ് ഇനി പിന്നെ മറ്റെന്തിനാണ് എല്ലാ സ്പോർട്സ് രംഗത്ത് പ്രാഗൽഭ്യമുള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. അവിടെ എടുക്കുന്ന ഒരു തീരുമാനം പിന്നെയും നോക്കാനായിട്ട് ഞാൻ എടുക്കുന്ന സ്പോർട്സ് അതോറിറ്റിയുടെ എടുക്കുന്ന ഒരു ഡിസിഷൻ ഞാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അയക്കുമ്പോൾ അവിടെ വീണ്ടും 4-5 തട്ടുകളിലായിട്ട് പരിശോധന ചെയ്യുകയാണ്. അപ്പൊ അവിടെ ഇരിക്കുന്ന ബാബുമാർക്ക് അവരുടെ പ്രസക്തി പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ആ പ്രസക്തി പ്രൂവ് ചെയ്യാനുള്ള ആകാംക്ഷയില് ആവശ്യമില്ലാത്ത ഉടക്കുകൾ എഴുതി വെക്കും. അങ്ങനെ അതെല്ലാം നശിച്ചു പോകും. അങ്ങനെയാണ് അത് പോകുന്നത്. അതിലൊരു വലിയ മാറ്റം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ സ്പോർട്സിനകത്തുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഇതൊരു കോംപ്ലക്സ് എക്കോസിസ്റ്റമാണ്. ഇതിനകത്ത് അത്ലീറ്റ്സ് ഉണ്ട്, സ്പോർട്സ് പ്രേമികളുണ്ട്, ലീഗ്സ് ഉണ്ട്, പ്രൈവറ്റ് കമ്പനികളുണ്ട്, ഗവൺമെന്റ് ബോഡീസ് ഉണ്ട്, റെഗുലേറ്ററി അതോറിറ്റീസ് ഉണ്ട്. ഇവരെല്ലാവരും കൂടി ഒരേപോലെ പ്രവർത്തിക്കുമ്പോഴാണ് ഈ രംഗം മെച്ചപ്പെടുന്നത്. അല്ല ആരെങ്കിലും ഒരാളെ മാറ്റി നിർത്താനാവില്ല. അപ്പൊ അതിനുള്ള ഒരു കോർഡിനേഷനും അതിനുള്ള ഒരു വലിയ മനസ്സും വാസ്തവത്തിലെ സ്പോർട്സ് അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇതിനകത്തൊരു വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ടാലന്റ് സ്കൗട്ടിംഗ് എന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനമാണ് അവരെ പരിശീലിപ്പിക്കുന്ന ആൾക്കാരെ കണ്ടെത്തുന്നതും. ആ പരിശീലനത്തിന്റെ എങ്ങനെയുള്ള പരിശീലകരെ വേണമെന്നെല്ലാം പറയുകയുണ്ടായി. നിങ്ങൾക്കറിയോ, നമ്മളിപ്പോ ഇന്ത്യയെ പോലൊരു മഹാരാജ്യത്തില് സ്പോർട്സ് കോച്ചിങ് നടത്താൻ നമുക്കൊരു എല്ലായിടത്തും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീമില്ല. ഇപ്പൊ വോളിബോളിന് തിരുവനന്തപുരത്ത് ഒരു കോച്ച് ചെയ്യുന്ന രീതി വേറെ, പിന്നെ ഹരിയാനയിൽ ചെയ്യുന്ന വേറെ. അപ്പൊ ഇവിടെ നിന്ന് ഒരു അത്ലറ്റ് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ എല്ലായിടത്തും ഇപ്പൊ ഇംഗ്ലണ്ടിൽ ഞാൻ സ്പോർട്സ് ഇംഗ്ലണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചെയ്യുന്നത് എല്ലാ സ്പോർട്സിനും അവർ അത് ക്രോഡീകരിച്ചിട്ടുണ്ട്. അതിന്റെ ട്രെയിനിങ് മെത്തേഡ്സ് എങ്ങനെയായിരിക്കും എല്ലായിടത്തും ഒരുപോലെയാണ്, യൂണിഫോം ആണ്. അതുപോലെയൊക്കെ ചെയ്യേണ്ട കാലങ്ങൾ അതിക്രമിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ നിർദ്ദേശങ്ങൾക്കും പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇന്ന് ഈ പ്രോഗ്രാം ഞാൻ ആദ്യമേ പറയുകയുണ്ടായി, കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഏറ്റവും നല്ലൊരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു ഇത്. കേരള ഒളിമ്പിക് അസോസിയേഷൻ, മലയാള മനോരമയും പിന്നെ ഇതിന്റെ പ്രായോജകർ എന്ന് പറയുന്ന സ്റ്റാർ പൈൽസ് ആൻഡ് ഫിലിംസ് ആണ്. എല്ലാവർക്കും നന്ദി. ഈ പങ്കെടുത്ത
എല്ലാവർക്കും ഇത് കാണാൻ വേണ്ടിയിട്ട് ലോകത്തിലെ നാനാഭാഗങ്ങളിൽ കണ്ടവർക്കും ഞങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾ എഴുതി അയച്ചവർക്കും വളരെ വളരെ നന്ദി. സമയത്തിന്റെ അപര്യാപ്തത കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.